Hello, good day to all of you. അപ്പോൾ ഇന്നത്തെ ZEOTS ടെസ്റ്റിൻ്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നല്ലോണം ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്കഷനാണ് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ ഓൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരി കിട്ടിയതും തെറ്റ് കിട്ടിയതും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിലോ ഫയലിലോ എഴുതി വെച്ചാൽ ലേറ്റ് എക്സാമിന് തൊട്ട് മുമ്പേ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആൻസർ ശരി കിട്ടിയ ക്വസ്റ്റ്യനും വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ എല്ലാം എഴുതി വയ്ക്കണം. ഓൾ റൈറ്റ്, സോ വിൽ സ്റ്റാർട്ട്. സോ ഹിയർ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചാർജ് ഓൺ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ റെഡ്യൂസ് ടു ഹാഫ്, ന്യൂ വാല്യൂ ഓഫ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബോർ ആറ്റം മോഡലിൽ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് എന്നറിയാം, 1.097 × 10⁻⁹. അതിൻ്റെ വാല്യൂ എം ഹൈഡ്രജൻ m e⁴ ഡിവൈഡഡ് ബൈ 8ε0² CH³. അപ്പോൾ m മാസ് ഓഫ് ഇലക്ട്രോൺ, ε0 പെർമിറ്റിവിറ്റി, c വെലോസിറ്റി ഓഫ് ലൈറ്റ്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം. ഇവിടെ വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ e⁴. അപ്പോൾ ആ ചാർജ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും റെഡ്യൂസ് ടു ഹാഫ് എന്നാണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് സെയിം ആണ്. സോ ദാറ്റ് മീൻസ് R2/R1 എന്ന് പറയുമ്പോൾ E2/E1⁴. പുതിയ ചാർജ് എന്തോന്നായി? ഹാഫായി. അപ്പോൾ 1/2⁴. ദാറ്റ് മീൻസ് 1/16. അപ്പോൾ പുതിയ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വിൽ ബി ഒറിജിനൽ വാല്യൂ ഡിവൈഡഡ് ബൈ 16. ദാറ്റ് മീൻസ് ചോയ്സ് 4. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, total energy of an electron in the excited state corresponding to n is equal to 3. അപ്പോൾ total energy En in the formula, okay, yes, 13.6 minus 13.6 divided by n² EV അല്ലേ? ഇതാണ് ടോട്ടൽ എനർജി ഫോർ ഹൈഡ്രജൻ ആണെങ്കിൽ. അപ്പോൾ വേറെ വല്ലതാണെങ്കിൽ Z² വരും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റേ ഉള്ളൂ. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി U എന്ന് വിളിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് ടു കൈനറ്റിക് എനർജി ഇസ് ടു ടോട്ടൽ എനർജി. റേഷ്യോ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി -2 ആണെങ്കിൽ കൈനറ്റിക് എനർജി +1, ടോട്ടൽ എനർജി -1. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ഒരേ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് സൈൻ, പൊട്ടൻഷ്യൽ എനർജി -2. അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി ഈസ് ഗിവൺ ആസ് E. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജീനെ E എന്ന് കൊടുത്തിരിക്കണോ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒരേ സൈനാണ്. അപ്പോൾ ടോട്ടൽ എനർജി E ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ ഡബിൾ വരും. അപ്പോൾ 2E വരും. മൈനസ് ഇട്ടില്ല, കാരണം ടോട്ടൽ എനർജി അവർ E എന്ന് വിളിച്ചു. സോ പ്രോബ്ലി ദ മീനിങ് E ഈസ് മൈനസ് സംതിങ്. അതുകൊണ്ട് അതേ സൈൻ തന്നെ പൊട്ടൻഷ്യൽ എനർജിക്കും വരണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് +2E. അപ്പോൾ ചോയ്സ് 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേരിയേഷൻ ഓഫ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് അറ്റ് ആൻ ആംഗിൾ θ ഫ്രം ദ ഗോൾഡ് ഫോയിൽ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ബൈ ഇൻ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിന് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് അറ്റ് ആൻ ആംഗിൾ θ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/sin⁴ θ/2 എന്നാണ്. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ n പ്രൊപ്പോർഷണൽ 1/sin⁴ എന്ന് പറയുമ്പോൾ അത് ചോയ്സ് 4 ആയിട്ട് വരും. തീറ്റയും n അറ്റ് ആൻ ആംഗിൾ θ ആകുമ്പോൾ അതിങ്ങനെ വരും. ഇതാണ് അതിൻ്റെ ഷേപ്പ്. സോ ഇറ്റ് ഈസ് ചോയ്സ് 4. ഇതാണ് ഡയറക്റ്റ് തിയറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ, ഫോർ ഹെഡ് ഓൺ കൊളിഷൻ ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ വിത്ത് എ ഗോൾഡ് ന്യൂക്ലിയസ്. അതും ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ബൈ ഗോൾഡ് ഫോയിൽ തന്നെയാണ്. ഇതാണ് ന്യൂക്ലിയസ് എന്ന് വെച്ചോളൂ. അപ്പോൾ ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്ന് കൊളിഷൻ, അതായത് നേരെ വന്നിട്ട് അത് ഇറ്റ് ഇസ് ഗോയിങ് ടു ഡീവിയേറ്റ്, ടേൺ ത്രൂ 180 degrees ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ഇവിടെ 180 degree. ഇതാണ് ഹെഡ് ഓൺ കൊളിഷൻ. നേരെ ഇടിച്ചിട്ട് ന്യൂക്ലിയസിൻ്റെ അകത്തൊന്നും കയറില്ല. ഇറ്റ് ഈസ് റിട്ടേണിങ് റൈറ്റ് ബാക്ക്. എ ഫ്യൂ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ആർ റീട്രേസിങ് ദ പാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിട്ടേണിങ് റൈറ്റ് ബാക്ക്. അപ്പോൾ θ 180 ആണ്. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്ററിൻ്റെ ഫോർമുല ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, നമുക്ക് ആംഗിൾ വെച്ചാലേ വേണം, cot θ/2. അതായത് പ്രപ്പോർഷണൽ ടു cot 180/2 cot 90. cot 90 എന്ന് പറയുമ്പോൾ 1/tan 90. tan 90 എന്താണ്? ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ 1/∞ എന്താ വരും? 0 വരും.
അപ്പോൾ അതുകൊണ്ട് B is equal to 0 because 1 by infinity is 0. അപ്പോൾ impact parameter is 0, head on collision of an alpha particle with a gold nucleus. Clear? അടുത്ത question. Energy required for the electron excitation in lithium, Li++, അപ്പോൾ Z is equal to 3R from first to the third orbit. Energy formula, hydrogen-like atoms minus Z squared 13.6 divided by N squared EVR. Okay, അപ്പോൾ energy required from first to the third orbit. അപ്പോൾ N is equal to 1 in N is equal to 3. അപ്പോൾ E3 minus E1 എന്ന് വരുമ്പോൾ എന്താ വരും? Z squared into 13.6 into 1 by 1 squared minus 1 by 3 squared എന്ന് വരും. So Z എന്താണ്? 3. അപ്പോൾ Z squared ആകുമ്പോൾ 9 into 13.6 into 1 minus 1 by 9. 1 minus 1 by 9 എന്ന് പറയുമ്പോൾ 8 by 9. അപ്പോൾ ഇവിടെ 13.6 multiplied by 8 എന്ന് വരും. 9 9 ക്യാൻസൽ ആവും. അപ്പോൾ അത് 8 6 are 48, carry 4, 24 28, carry 2 ഇത്രയും EV. അപ്പോൾ 108.8 EV. ചോയ്സ് 4. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. വേവ് ലെങ്ത് ഇൻ എ സ്പെക്ട്രം ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പം നമുക്കറിയാം electron jumping from an higher energy level to a lower energy level that gives out the corresponding spectral line hc by lambda എന്നറിയാം. So lambda is proportional to 1 by E2 minus E1. That means lambda proportional to 1 by delta E. So inversely proportional to difference in the energy levels. So that is choice number 1. That's the answer. Another question. The electron in the Bohr's orbit has kinetic energy, potential energy. അപ്പോൾ നമുക്ക് എന്താ അറിയാം? പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പൊട്ടൻഷ്യൽ എനർജി ഇസ് ടു കൈനറ്റിക് എനർജി ഇസ് ടു ടോട്ടൽ എനർജി എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി -2 ആണെങ്കിൽ കൈനറ്റിക് എനർജി +1, ടോട്ടൽ എനർജി -1. അപ്പോൾ നമ്മുടെ നമ്പർ ലൈനിൽ എനർജിയുടെ വാല്യൂ ഇത് എനർജി പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോൾ ഇത് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലാണ്, അത് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ കൈനറ്റിക് എനർജി പോസിറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ -2 ആണെങ്കിൽ ഇത് +1 ആണ്. അപ്പോൾ +1 ഈസ് ഗ്രേറ്റർ ദാൻ -2. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ potential energy because potential energy is negative, kinetic energy is positive. So choice 1. அடுத்த question. Next one. The ratio of the speed of the electron in the first Bohr orbit of hydrogen and the speed of light. അപ്പോൾ velocity of the electron in the nth orbit Bohr atom model C by n alpha. C velocity of light, n number of the orbit, alpha എന്ന് പറയുന്നത് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. തിയറി പഠിക്കുന്നതാണ്. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് അതിൻ്റെ വാല്യൂ E²/2ε0hc ഫോർമുല ആൻഡ് അതിന് ഡൈമെൻഷൻലെസ് ആണ് ആൻഡ് അതിൻ്റെ വാല്യൂ 1/137. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓർബിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഹിയർ n is equal to 1. അപ്പോൾ V1/c ആണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ആൻഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ V1/c എന്ന് പറയുമ്പോൾ അത് ആൽഫയാണ്. α/n ആൽഫ. അപ്പോൾ ആൽഫ ഈസ് E²/2ε0hc അത്രയാണ്. സോ ദാറ്റ് മീൻ ചോയ്സ് 4. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ബോർസ് മോഡൽ atomic radius in the first orbit. അപ്പോൾ R1 എന്ന് പറയുന്നത് 0.51 ആങ്സ്ട്രോം ആണ്. അപ്പോൾ അത് ഹൈഡ്രജൻ ആറ്റം, ബോർ റേഡിയസ് ഹൈഡ്രജൻ ആറ്റം, nth ഓർബിറ്റ്. അപ്പോൾ Rn പ്രൊപ്പോർഷണൽ ടു n²/z എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആകുമ്പോൾ z is equal to 1. സോ Rn പ്രൊപ്പോർഷണൽ ടു n² ആണ്. അപ്പോൾ ഇവിടെ 3/R1 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ R3 becomes 9 into 0.51. So that is 9 1s are 9, 9 5s are 45. 4.59
angstrom unit, 4.59 angstrom unit. Next question. Which quantity is expressed as NH by 2 pi? നമ്മുടെ ബോറിൻ്റെ പോസ്റ്റുലേറ്റ് വെച്ചിട്ട് എന്താണ്? ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ 2 പൈ. അപ്പോൾ ഇത് ആംഗുലർ മൊമെൻറ്റം ആണ്. സോ ആംഗുലർ മൊമെൻറ്റം ഇസ് എക്സ്പ്രസ്ഡ് ആസ് NH by 2 pi where n is the number of the orbit. അപ്പോൾ ചോയ്സ് 4. അടുത്ത ക്വസ്റ്റ്യൻ. If lambda is the wavelength of hydrogen atom from the transition n is equal to 3 to n is equal to 1, what is the wavelength of doubly ionized lithium? അപ്പോൾ ലിഥിയം Li++, അതിൻ്റെ Z 3 ആണ്, 3 Li7. അതുകൊണ്ടല്ലേ ഡബ്ലി അയനൈസ് ഈക്വലൻ ടു ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. Z is equal to 3. അപ്പോൾ ഫോർമുല 1 by lambda is equal to Z squared R into 1 by n1 squared minus 1 by n2 squared. ഇതാണ് ഫോർമുല ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. സോ ഇവിടെ രണ്ട് കേസിലും n1 is equal to 1, n2 is equal to 3 ആണ്. അപ്പോൾ അത് നോക്കണ്ട. റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് is also a constant. So that means 1 by lambda proportional to Z squared ആണ്, or lambda proportional to 1 by Z squared. നമുക്ക് വേണ്ടത് ലാംഡ ലിഥിയം ഡിവൈഡഡ് ബൈ ലാംഡ ഹൈഡ്രജൻ. അപ്പോൾ Z squared ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ 1 squared divided by 3 squared, 1 by 3 the whole squared. So that is 1 by 9. So lambda for lithium becomes, lambda for hydrogen lambda ആണ്, lambda into 1 by 9. So that is lambda by 9, choice 3. Choice 3. அடுத்த question. The ratio of the largest to shortest wavelength in Lyman series of hydrogen spectrum. അപ്പോൾ ലോങ്ങസ്റ്റ്, ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ് ഫസ്റ്റ് ലൈൻ. അപ്പോൾ അത് 1 by lambda 1, ഇതാണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്, is equal to R into basic formula 1 by lambda is equal to R into 1 by n1 squared minus 1 by n2 squared. Lyman series ആകുമ്പോൾ n1 is equal to 1, n2 is equal to 2, longest wavelength. അപ്പോൾ 1 by lambda is equal to R into 1 by lambda 1 is equal to R into 1 by 1 squared minus 1 by 2 squared. That means 1 by lambda 1 is R into 1 minus 1 by 4, 3 by 4. ഇതാണ് ഇക്വേഷൻ 1. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, ഷോർട്ടസ്റ്റ് ലാംഡ ആണ് ലാസ്റ്റ് ലൈൻ. സോ ദാറ്റ്സ് എ ലാസ്റ്റ് ലൈൻ. ലൈമാൻ ആകുമ്പോൾ n1 is equal to 1, n2 is equal to ലാസ്റ്റ് ലൈൻ ആകുമ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1 by lambda 2 എന്ന് പറയുന്നത് R into 1 by n1 squared minus 1 by infinity 0 ആണ്. So that means 1 by lambda 2 is equal to R. ഇക്വേഷൻ 2. നമുക്ക് വേണ്ടത് ലോങ്ങസ്റ്റ് ടു ഷോർട്ടസ്റ്റ് ആണ്, ലാംഡ 1 by lambda 2. സോ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1, 1 by lambda 2 by 1 by lambda 1 is equal to R divided by രണ്ടാമത്തെ R into 3 by 4. So lambda 1 by lambda 2 becomes 4 by 3. So answer 4 by 3, choice 4. അടുത്ത question. Nucleus A is converted into C through the following reactions. അപ്പോൾ ന്യൂക്ലിയസ് A ഇന്ന് ആദ്യം B പ്ലസ് ആൽഫ വരും. അപ്പോൾ ഇപ്പോൾ എയുടെ സപ്പോസ് ഐ കോൾ ഇറ്റ് എലിമെൻ്റ് എക്ക് ഇസഡ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ എ ആണ്, അത് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യാണ്. അപ്പോൾ പുതിയ എലിമെൻറ്റ് ബിക്ക് Z-2 A-4 വരും, ബിക്കോസ് ഇറ്റ്സ് എമിറ്റിംഗ് ആൻ ആൽഫ പാർട്ടിക്കിൾ. സോ ഇതാണ് ബി. ഇനി ബി, ദറ്റ് ഈസ് Z-2 B A-4 ഈസ് എമിറ്റിംഗ് 2 ബീറ്റ പാർട്ടിക്കിൾസ്. ബീറ്റ നെഗറ്റീവ് ആണ്. ബീറ്റ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഇസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ന്യൂക്ലിയസ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വെളിവരുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആൻറ്റി ന്യൂട്രിനെയാണ്. ദാറ്റ് മീൻസ് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1, എക്സ്ട്രാ പ്രോട്ടോൺ വരും. അപ്പോൾ 2 എണ്ണമാണ്, അപ്പോൾ 2 എക്സ്ട്രാ പ്രോട്ടോൺ വരും. അപ്പോൾ പുതിയ എലിമെൻറ്റ് സിയിൽ
2 എക്സ്ട്രാ പ്രോട്ടോൺ വരും. Z-2 +2 വരും. മാസ് നമ്പറിന് മാറ്റമില്ല. അപ്പോൾ ദ ന്യൂ എലിമെൻറ്റ് സി എന്ന് പറയുമ്പോൾ അത് ഇസഡും A-4ഉം ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് ഇസഡും A-4ഉം എ എന്ന് പറയുന്നത് ഇസഡും മാസ് നമ്പർ എ ആണ്. അപ്പം അറ്റോമിക് നമ്പർ സെയിം ഫോർ എ ആൻഡ് സി, മാസ് നമ്പർ ഡിഫറെൻറ്റ്. അറ്റോമിക് നമ്പർ സെയിം എന്ന് പറയുമ്പോൾ അത് ഐസോടോപ്സ് ആണ്. അപ്പോൾ എന്താണ്? എ ആൻഡ് സി ആർ ഐസോടോപ്സ്. എ ആൻഡ് സി ആർ ഐസോടോപ്സ്. ചോയ്സ് 2. ഐസോ ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് മാസ് നമ്പർ സെയിം, അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ്. അതല്ല. അപ്പോൾ ഇത് എ ബി അല്ല. അപ്പോൾ അത് എ ആൻഡ് സി. സോ ചോയ്സ് 2. അടുത്ത ക്വസ്റ്റ്യൻ. 2 nuclei have their mass numbers in the ratio 1:3. Ratio of their nuclear density. Density of the nucleus does not depend on mass number. Density of all nuclei, light ion, heavy ion, is in the range of 10⁻17 kilogram per meter cube. Very much heavy ആണ്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും കൂടെ 1000 ഉള്ളൂ, 10⁻3. അപ്പോൾ എല്ലാ ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി 10⁻17 kilogram per meter cube ആണ്. So that means the ratio is 1:1. Radius ആണ് R is equal to R0 A⁻1/3. Density is a constant for all nuclei. അപ്പോൾ ആൻസർ 1:1, ചോയ്സ് 3. അടുത്ത ക്വസ്റ്റ്യൻ. The binding energy binding energy per nucleon in deuterium. Deuterium 1H2 ആണ്. ആൻഡ് ഹീലിയം ന്യൂക്ലിയർ. ഇത് ഡ്യൂട്ടീരിയം. ഹീലിയം ന്യൂക്ലിയർ ആണെങ്കിൽ 2He4. അപ്പോൾ ബൈൻഡിങ് എനർജി വെൻ 2 deuteron nuclei fuse to form a helium. അപ്പോൾ 2 1H2 will give you ഒരു ഹീലിയം ന്യൂക്ലിയർ. ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. മാസ് നമ്പറും അറ്റോമിക് നമ്പറും ബാലൻസ്ഡ് ആണ്. അപ്പോൾ എനർജി റിലീസ് എന്താണ്? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ എനർജി B1 ആണ്, ഇതിൻ്റെ ടോട്ടൽ എനർജി B2 ആണെങ്കിൽ എനർജി റിലീസ്ഡിൻ്റെ ഫോർമുല B2 - B1. B1ഉം B2ഉം ബൈൻഡിങ് എനർജിയാണ്. ഇത് തിയറിയിൽ പഠിക്കണം. അപ്പോൾ നമുക്ക് B1 കാണണം, B2 കാണണം, B2 - B1 കണ്ടുപിടിക്കണം. അപ്പോൾ അത് പെർ ന്യൂക്ലിയോൺ ഡ്യൂട്ടീരിയത്തിൻ്റെയാണ് 1.1. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരു ഡ്യൂട്ടീരിയം തന്നെ 2 എണ്ണം ഉണ്ട്. അങ്ങനെ 2. അപ്പോൾ എല്ലാം കൂടെ 4. 4 × 1.1. ഇതാണ് B1. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് 4.4 MeV. ഇനി B2 ആണെങ്കിലോ, B2 ഹീലിയം ന്യൂക്ലിയായി പെർ ന്യൂക്ലിയർ ആണ് 7. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4. അപ്പോൾ 4 × 7, that is 28 MeV. So B2 - B1 ആണ് എനർജി റിലീസ്ഡ്. That means 28 - 4.4, 10 - 4 6 7 3 23.6 MeV. So energy release is equal to 23.6 MeV, choice 1. Finding energy type problems വളരെ important ആണ്. Clear? അടുത്ത question. The energy in MeV released due to transformation of 1 kilogram mass completely into energy. Mass converted to energy formula, energy is equal to mc². SI system ആകുമ്പോൾ അത് ജൂൾസ് കിട്ടും. അപ്പോൾ 1 × വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸8 the whole square ജൂൾസിലാണ്. അപ്പോൾ 9 × 10⁻16 ജൂൾസ്. ആൻസർ MeV ആണ്. അപ്പോൾ ജൂൾസിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ 1.6 × 10⁻−19. അപ്പോൾ EV ആവും. ഇനി MeV ആകുമ്പോൾ ഇനിയൊരു 10⁻6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം EVനെ MeV ആക്കാൻ. So that means 9 × 10⁻16 divided by 1.6 × 10⁻−13. അപ്പോൾ 9/1.6 × 10⁻6 + 13. അപ്പോൾ 90/16 × 10⁻19. അപ്പോൾ 16 5s are 80, 10 8 10, 16 6 are 96, 40 32 8 5. അപ്പോൾ 5.625 × 10⁻19 MeV.
ഇതാണ് ആൻസർ. 5.625 ഇൻറ്റു 10⁻19 16 13 10⁻19 ആണ്, 29 അല്ല. ഒരിക്കലും കൂടെ ചെക്ക് ചെയ്യാം. 9 ഇൻറ്റു അല്ല, ഞാൻ തന്നെയാണ് തെറ്റ്. അല്ലല്ല ശരി, 9 ഇൻറ്റു അല്ല, ഞാനാ തെറ്റിച്ച്. വാട്ട് ഇസ് റോങ്? 9 ഇൻറ്റു 10⁻16 ആണ്. 1.6 ഇൻറ്റു 10⁻−13 ആണ്. അപ്പോൾ 16ഉം 13ഉം, അപ്പോൾ 29, സോറി 29 ആണ്. അപ്പോൾ ഇവിടെ 5.625 ഇൻറ്റു 10⁻29 MeV ശരിയാണ്. ചോയ്സ് 4. ക്ലിയർ ആയല്ലോ? ഇവിടെ 16 ആണ്. സോ ആൻസർ ഇസ് ചോയ്സ് 4. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്പെൻഡൻസ് ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് ആൻഡ് മാസ് നമ്പർ. ഇത് NCERT ടെക്സ്റ്റിലുള്ള ഗ്രാഫാണ്. എക്സ് ആക്സിസിലെ ബൈൻഡിങ് എനർജിയും വൈ ആക്സിസിലെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. You know that binding energy per nucleon is a measure of stability of the nucleus. അപ്പോൾ ലൈറ്റർ എലിമെൻസിന് ബൈൻഡിങ് എനർജി കുറവാണ്. മാസ് നമ്പർ കൂടുന്തോറും ബൈൻഡിങ് എനർജി കൂടി മാക്സിമം എത്തി. മാക്സിമം എത്ര ആർക്കാണ്? ഫോർ Fe56 അല്ലേ? അയൺ 56നാണ് ബൈൻഡിങ് എനർജി മാക്സിമം. അപ്പോൾ അവിടെ ഗ്രാഫ് ഇതാണ്. പക്ഷെ ആ ഗ്രാഫ് 1ഉം 2ഉം 4ഉം ആ ഗ്രാഫാണ്. പക്ഷെ ആർക്കാണ് മാക്സിമം? അയൺ Fe56നാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം. സോ ചോയ്സസ് 1, ബിക്കോസ് അത് മാത്രമാണ് 56 ഉള്ളത്. ബാക്കിയൊക്കെ വേറെ മാസ് നമ്പറാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ റേഡിയോ ആക്ടിവിറ്റി തിയറി പഠിക്കുമ്പോൾ n/n0 എന്ന് പറയുന്നത് 1/2n നിങ്ങൾ പഠിച്ചു കാണാം. n is the number of atoms remaining after the number of parent atoms after time t. n0 the parent at t is equal to 0 and n എന്ന് പറയുന്ന number of half lives t/t half എന്ന് പഠിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് decays to 1/16 of its initial activity. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ dn/dt. പക്ഷേ dn/dt പ്രപ്പോർഷണൽ ടു n ആണ്. അപ്പോൾ n/n0 പോലെ തന്നെ a/a0 can be written as 1/2n. അപ്പോൾ a/a0 എന്താണ്? 1/16 ആണ്. അപ്പോൾ 2⁴ ആണ്. 2 × 2 × 2 × 2 ആണ് 16. So that means n is equal to 4. What is n? T divided by t half. അപ്പോൾ ഹാഫ് ലൈഫ് എത്രയാണ്? ടൈം തന്നിട്ടുണ്ട് 40. Small t is 40 divided by t half. So what is half life period? 40 divided by 4, അതായത് 10 days. അപ്പോൾ ആൻസർ 10 days, ചോയ്സ് 1. ക്ലിയർ? ഡയറക്റ്റ് ഫോർമുലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് 18 minutes ആണ്. 18 minutes ആണ്. ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 20% ഡീക്കേ. 20% ഡീക്കേ എന്ന് പറഞ്ഞാൽ പേരൻ്റ് 80% ഉണ്ട്. ഓക്കെ, ഈ 20% പോയി, അപ്പോൾ പേരൻ്റ് 80% ഉണ്ട്. ഇതാണ് ആദ്യത്തെ കേസ്. അവിടെ തൊട്ട് 80% ഡീക്കേ എന്ന് പറഞ്ഞാൽ 80% ഡോട്ടറായി. അപ്പോൾ പേരൻ്റ് എന്താ വന്നു? 20% ഉണ്ട്. ദാറ്റ് മീൻസ് എടുക്കേണ്ടത് ഇത് പേരൻ്റാണ് അറ്റ് ടൈം ടി. ഈ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ n/n0 എന്ന് പറയുന്നത് 1/2n. n എത്ര? n 20%. ബാക്കിയുള്ളത് തുടക്കത്തിൽ 80% ഉണ്ട്. ഇപ്പോൾ 2% ആണ്. ബൈ 100 ക്യാൻസൽ ആവും. അപ്പോൾ അത് 1/4 ആണ്. ഇതാണ് 1/2n. ദാറ്റ് മീൻസ് 1/2. അപ്പോൾ n is equal to 2 is equal to t/t half. അപ്പോൾ എത്ര സമയം എന്തായി? 2 × t half, അതായത് 2 × 18 minutes. അപ്പോൾ ആൻസർ 36 minutes. സോ ആൻസർ ഇസ് 36 minutes. ഓക്കെ, ഇത് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ പകുതി വെച്ച് ചെയ്യാം. കാരണം എന്താണ്, തുടക്കത്തിൽ പേരൻ്റ് 20% ഡീക്കേ എന്ന് പറയുമ്പോൾ 80% ബാക്കിയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ 80% ഉണ്ട്.
ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 80-40 ആവും. ഇനി ഒരു ഹാഫ് ലൈഫ് ആകുമ്പോൾ 40-20 ആവും പേരൻ്റ്. ദാറ്റ് മീൻസ് 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 80% പേരൻ്റ്, 20% ആവും. അപ്പോൾ 2 ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 36 minutes ആയി. അപ്പോൾ ഫോർമുല അല്ലാതെയും പകുതി വെച്ചിട്ടും ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 curie represents, direct theory ആണ്, it's a unit of radioactivity and 1 curie is 3.7 into 10 raised to 10 disintegrations per second. That means dN by dt is magnitude is equal to lambda n ൽ dN by dt എന്ന് പറഞ്ഞാൽ 3.7 into 10 raised to 10 എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, mean life of a radioactive sample ആണ് 100 seconds. ഹാഫ് ലൈഫ് എത്ര? നമുക്കറിയാം മീൻ ലൈഫിൻ്റെ ഫോർമുല 1/λയും ഹാഫ് ലൈഫിൻ്റെ ഫോർമുല 0.693 by lambda ആണ്. സോ ദാറ്റ് മീൻസ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 0.693 multiplied by mean life ആണ്. സോ ഹാഫ് ലൈഫ് 0.693, mean life 100 seconds ആണ്. So that means 69.3 seconds. Be careful, seconds ആണ്. ആൻസർ കൊടുത്തിരിക്കുന്ന മിനിറ്റിലാണ്. അപ്പോൾ അതിനെ മിനിറ്റ് ആക്കാൻ ഡിവൈഡഡ് ബൈ 60, അത്രയും മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6.93 ഡിവൈഡഡ് ബൈ 6 minutes. So that is 6 ones are 6, 6 ones are 6, 33, 6 5s are 30, ഇനി ഒരു 30, അത് 1.155 minutes. So answer is in minutes, choice 4. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് തിയറി ആണ്. ഇൻ എ ന്യൂക്ലിയർ റിയാക്ഷനിൽ മാസ്, ടോട്ടൽ മാസ് കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. സോ മാസ്, എനർജി ആൻഡ് മൊമെൻറ്റം ആർ കൺസേർവ്ഡ്. ദാറ്റ് മീൻസ് ചോയ്സ് 4. ഓൾ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ അതാണ് ഉണ്ടാവുന്നത്, ചോയ്സ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഴ്സ് ഓഫ് സൺസ് എനർജി. അവിടെ എന്താണ്? ഫ്യൂഷനാണ് നടക്കണം, ഫ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ സണ്ണിൻ്റെ അകത്ത് മോസ്റ്റ് എബണ്ടൻറ്റ് മെറ്റീരിയൽ പ്രോട്ടോൺസ് ആണ്. അപ്പോൾ പ്രോട്ടോൺ റിയാക്ഷൻ ആയിട്ടാണ് എനർജി റിലീസ് ആവുന്നത്. കാർബൺ നൈട്രജൻ സൈക്കിൾ, പ്രോട്ടോൺ സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഫ്യൂഷൻ റിയാക്ഷൻ ഇൻവോൾവിങ് പ്രോട്ടോൺസ്, അതായത് ഇൻവോൾവിങ് ഹൈഡ്രജൻ, ബിക്കോസ് 1H1 ഒരു പ്രോട്ടോണല്ലേ ഉള്ളൂ. So choice 3. Next question, Fermi energy level. What is Fermi energy level? അതായത് ഇറ്റ്സ് അഗൈൻ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇറ്റ്സ് എ മാക്സിമം എനർജി ലെവൽ ഓഫ് ദി ഇലക്ട്രോൺ അറ്റ് 0 Kelvin. ഇലക്ട്രോൺ 0 Kelvin ആകുമ്പോൾ ദ മാക്സിമം എനർജി ലെവലിനെയാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. മാക്സിമം എനർജി ലെവൽ ഓഫ് ദി ഇലക്ട്രോൺ അറ്റ് 0 Kelvin. ചോയ്സ് 4, ഡയറക്റ്റ് തിയറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡാണ്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇലക്ട്രോൺ ലൈറ്റർ ആയതുകൊണ്ട് മൊബിലിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ഫാസ്റ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ്. μe is greater than μh because electrons are lighter, കുറേ കൂടെ സ്പീഡിൽ പോകാൻ പറ്റും. അതുകൊണ്ട് ചോയ്സ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് 0.5 volt exists across a PN junction. അപ്പോൾ PN ജംഗ്ഷനിൽ പൊട്ടൻഷ്യൽ ബാരിയർ, ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ഇവിടെ. സോ ഇത് ഈ വോൾട്ടിനെ ഒപ്പോസ് ചെയ്യണത്. സോ ദിസ് പൊട്ടൻഷ്യൽ ബാരിയർ is having a voltage of 0.5 volt and അതിൻ്റെ തിക്നെസ് 5 into 10 raised to -7 meter ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ V/D നമുക്കറിയാം. അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 5 into 10 raised to -7, അതായത് 0.5 into 10 raised to +7 ഡിവൈഡഡ് ബൈ 5, അല്ലെങ്കിൽ 5 into 10 raised to 6 by 5. അപ്പോൾ ആൻസർ 10 raised to 6 volt per meter. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് dV/dr എന്നറിയാം. അപ്പോൾ അതാണ് V/D എന്ന് എടുത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In the reverse bias junction of PN junction, there is a small current. Reverse bias is a small current on the PN junction, reverse bias. Forward bias P is connected to positive, N is connected to negative. Reverse bias P is connected to negative, N is connected to positive. Okay. Now, a small current and P majority charge carriers are holes. Here majority charge carriers are electrons. Now, reverse bias minority charge carriers P side minority charge carriers electrons. Now, electrons P side in N side minority charge carriers N side minority charge carriers holes this holes Now, current in the direction of holes opposite to the direction of electrons. Now, this current is okay. Now, reverse bias there is a small current due to minority charge carriers on the two sides. Clear? Another question. Forward bias diode. Forward bias either P side. Diode in either P side either N side. Now, either VP either VN. Now, VP minus VN plus that is forward bias. Now, VP minus VN. Adyathena VP minus VN minus 4 minus 3. So, answer is negative. Now, that is reverse bias. Randamathe VP minus VN minus 2 minus plus 2. Now, that is 0. Now, no bias. Moonamathe VP minus VN 3 volt minus 5 volt. Now, minus 2 volt. That is reverse bias. Nalamathe VP minus VN 0 minus minus 2. Now, that is plus 2 volt forward bias. Now, what is forward bias? Choice 4. VP minus VN. Another question. Referring to the figure, current through the ideal diode. Ideal diode is resistance. But here, this earth potential 0. Then a battery here diode that resistance 0. Then 100 ohm then 6 volt here 0. Now, here 0 volt here 0 volt. That means PD across AB is 0 minus 0 0. PD 0 is current flow cheyula. That current through the ideal diode is 0. PD is current flow cheyu. PD divided by resistance is current. Now, both sides 0 earthing current is 0. Another question. Another question, direct theory. Integrating circuits having components less than or equal to 1000 number of components. Now, large scale integration, large scale IC less than or equal to 1000 components. Now, very small amount medium scale. This is a very large scale integrated circuit. Now, less than or equal to 1000 components LSI, that is large scale integrated circuit. Choice 2. The number side is another question. In the circuit, output Y for all possible inputs A and B. Now, A, B either okay. So, this is OR. Now, this is NOR. NOR gate, NOR. Then, this is NOR gate in the two inputs short, it becomes a NOT gate. Now, NOR and NOT answer is NOR. This is NOT. NOR in the output, NOT answer becomes OR gate. It becomes OR. Now, OR is
രണ്ടും ഇൻപുട്ടും 0 ആണെങ്കിൽ മാത്രമേ ഓർ ഗേറ്റ്, രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 0 ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്, രണ്ടുപേരും ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് ഹൈ ആണ്. അതുകൊണ്ട് ഇതാണ് ആൻസർ, വിച്ച് ഇസ് ചോയ്സ് 3. ദാറ്റ് ഈസ് രണ്ടുപേരും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ഉള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ രണ്ടാളോ ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്. ദാറ്റ്സ് ഓർ ഗേറ്റ്. സോ ഇറ്റ് ഈസ് ചോയ്സ് 3. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇക്വിവലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് അക്രോസ് എ ബി. രണ്ട് ഡയോഡ് കാണിച്ചിട്ടുണ്ട്. ഈ D1 എ സൈഡിൽ നിന്ന് ഫോർവേഡ് ബയസ്ഡ് ആണ്, D2 ബി സൈഡിൽ നിന്ന് ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ VA മൈനസ് VB ആണോ VB മൈനസ് VA ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ട് പോസിബിലിറ്റിയും ചെയ്യണം. അപ്പോൾ ഇൻ കേസ് എ ഇസ് പോസിറ്റീവ്, എ പോസിറ്റീവ് ആണെങ്കിൽ D1 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ D2 റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിന്ന് എടുക്കാം, ഐഡിയൽ ഡയോഡ്. സോ അപ്പോൾ അവിടെ ഈ എന്ന് കണക്റ്റഡ് ടു ദ ബാറ്ററി എന്ന് ഡയോഡ് ഐഡിയൽ ഡയോഡാണ്. അപ്പോൾ അത് കൂടെ കറണ്ട് പാസ് ചെയ്യും. 2 ohm ഉണ്ട്, പിന്നെ ഇവിടെ 5 ohm ഉണ്ട്, ഓക്കെ, ഇവിടെ 4 ohm ഉണ്ട്, ദെൻ ഹിയർ 4 ohm ഉണ്ട്. താഴത്തെ സർക്യൂട്ടിൽ കൂടെ ഇവിടെ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല, കാരണം D2 റിവേഴ്സ് ബയസ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് സർക്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ പോയിൻ്റാണ് B ആയിട്ട് വരുന്നത്. അപ്പോൾ കറണ്ട് എങ്ങനെ പോകും? ഇവിടെ കൂടെ കയറുന്ന കറണ്ട്, ദിസ് ഈസ് കണക്റ്റഡ് ടു ദ ബാറ്ററി, ഇതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ഇവിടെ കൂടെ കയറുന്ന കറണ്ട് ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും, I1 ഉം I2. സ്പ്ലിറ്റപ്പ് ചെയ്യണ പാരലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ കൂടെ I2 ആണ്, അതേ I2 ഇവിടെ കൂടെ പോവും. അപ്പോൾ ഇത് I1 ആണ്, ഈ I1 ഉം I2 ഉം കൂടെ ജോയിൻ ചെയ്ത് തിരികെ I ഇവിടെ കൂടെ പോകും. ഇതാണ് സർക്യൂട്ട്, ഒരു പോസിബിലിറ്റി. സോ ദാറ്റ് മീൻസ് I1 ഉം I2 ഉം സ്പ്ലിറ്റപ്പ് ചെയ്യണം. I1 കൂടെ 2 ohm ആണ്, I2 എന്ന് പറയുമ്പോൾ ആരൊക്കെ 4 ഉം 5. അപ്പോൾ I2 സെയിം കറണ്ട് ഇൻ 4 and 5, ദാറ്റ് മീൻസ് 4 and 5 ആർ ഇൻ സീരീസ്. ഇനി I1 ഉം I2 ഉം സ്പ്ലിറ്റ് ആണ്, ദാറ്റ് മീൻസ് പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ 2 പാരലൽ 4 + 5, പിന്നെ ആ ടോട്ടൽ കറണ്ട് കയറുന്ന കറണ്ട് തന്നെ 4 ohmiൽ കൂടെ പോകും. അപ്പോൾ സീരീസ് 4 ohm. മനസ്സിലായല്ലോ? കറണ്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ പാരലാണ്. അപ്പോൾ 4ലും 5ലും ഒരേ കറണ്ട്, അപ്പോൾ സീരീസ് ആണ്. അപ്പോൾ 4 + 5. I സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു I1 and I2. അപ്പോൾ 2 ohmഉം ഈ ആൻസറും തമ്മിൽ പാരലാണ്. പിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് ടോട്ടൽ കറണ്ട് 4 ohmiൽ കൂടെ. അപ്പോൾ ആ ആൻസറിൻ്റെ കൂടെ 4 is in സീരീസ്. അപ്പോൾ 2 parallel 9. 2 parallel 9 എന്ന് പറയുമ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 + R2, അതിൻ്റെ കൂടെ +4. അപ്പോൾ 18/11 + 4. സിംപ്ലിഫൈ ആസ് യു ലൈക്ക്. 18 + 44/11. 54, 62/11. 62/11 എന്ന് പറയുമ്പോൾ 11 5s are 55, 70 ഉണ്ട്, 1166 ഉണ്ട്, 40 ഉണ്ട്, 3 അങ്ങനെ പോകും. അപ്പോൾ 5.6 ohm വന്നു. ഇതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ. ക്ലിയർ ആയല്ലോ? അടുത്ത പോസിബിലിറ്റി, B may be connected to positive of the battery, A may be connected to negative of the battery. That means D2 forward biased out, D1 reverse biased out. Clear? അപ്പോൾ രണ്ടാമത്തെ കേസ് B ആണ് പോസിറ്റീവ്, A ആണ് നെഗറ്റീവ്. സോ ദാറ്റ് മീൻസ് ഞാൻ ഇത് മാറ്റാൻ പോകണം. അപ്പോൾ ഒരു ആൻസർ 5.6 ohm വരാം, 5.63 ohm വരാം. രണ്ടാമത്തെ, അപ്പോൾ കേസ് 1 ആദ്യത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞ മാറ്റിയാണ്. അപ്പോൾ ഒരു പോസിബിലിറ്റി A പോസിറ്റീവ് ആകുമ്പോൾ ആൻസർ 5.6 ohm ആണ്. രണ്ടാമത്തെ കേസ് B പോസിറ്റീവ് ആണ്, A നെഗറ്റീവ് ആണ്. അപ്പോൾ B പോസിറ്റീവ് ആണ്. സോ B ഇങ്ങനെ വന്നു. എന്നിട്ട് കറണ്ട് ഇവിടെ 4 ohm ഉണ്ട്. പിന്നെ താഴെ ഡയോഡ്, ഐഡിയൽ ഡയോഡ് എന്ന് എടുക്കാം, 1 ohm. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഐഡിയൽ ഡയോഡ് 1 ohm. സോ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തു, I1 ഉം I2 ഉം. ഇവിടെ കൂടെ പോണ I2 ആണ്. എന്നിട്ട് ഇവിടെ എത്തി, ഇത് I1 ആണ്. ക്ലിയർ? എന്നിട്ട് അത്
ഇവിടെ കൂടെ പോയി ദെൻ മോളിൽ ഇവിടെ 5 ohm ഉണ്ട്. പക്ഷേ ഈ ബ്രാഞ്ചിൽ D1 റിവേഴ്സ് ബയസ് ആണ്, അതുകൊണ്ട് അവിടെ കൂടെ കറണ്ട് ഇല്ല, അപ്പം അത് പോയി. പിന്നെ ഈ കറണ്ട് ഈ I2 1 ohm അല്ലല്ലോ, ആ നമ്പർ എത്ര? 8 ohm. ഇത് 8 ohm ആണ്, 8 ohm ആണ്. അപ്പോൾ I2 ഇവിടെ വന്നു. സോ ദാറ്റ് മീൻസ് ഈ I1 ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ അതേ I1 തന്നെ താഴോട്ട് വരും. ഇത് I2 ആണ്. I1 I2 കൂടെ ചേർന്നിട്ട് എവിടെ കൂടെ പോകും? I ആയിട്ട് 4 ohmൽ കൂടെ പോകും. I എന്ന് പറയുന്നത് I1 + I2. സോ I സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു I1 ആൻഡ് I2. അതേ I1 തന്നെ 4ലും 5ലും പോവും. അതേ I1 4ലും 5ലും പോകുമെന്ന് പറയുമ്പോൾ 4ഉം 5ഉം സീരീസാണ്. പിന്നെ I സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു I1 ആൻഡ് I2 എന്ന് പറയുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ്സ് അപ്പ് എന്ന് പറയുമ്പോൾ പാരലൽ കണക്ഷനാണ്. അപ്പോൾ 8 പാരലൽ 4 + 5. എന്നിട്ട് ആ ആൻസർ, ആ ടോട്ടൽ കറണ്ട് തന്നെ 4ൽ കൂടെ പോകണം. സോ ദാറ്റ് മീൻസ് സീരീസ് 4. സീരീസ് എന്ന് പറയുമ്പോൾ പ്ലസ്. സോ ദാറ്റ് മീൻസ് ഇവിടെ 8 പാരലൽ 9 ആ ആൻസറിൻ്റെ കൂടെ സീരീസ് 4. 8 പാരലൽ 9 എന്ന് പറയുമ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 + 4. So 72 divided by 17 plus 4. Simplify as you like. 72 plus LCM 17 എടുത്താൽ 4 7s are 28, 4 1s are 5 6. അപ്പോൾ അത് 10, പിന്നെ 140 divided by 17 എന്ന് വരും. ഓക്കെ, യു ഗെറ്റ് 140 by 17 ഇവിടെ എഴുതുകയാണ്. സോ അപ്പോൾ അത് 140 by 17. അപ്പോൾ എത്ര? 140 by 17. 17 into 8 എന്ന് പറയുമ്പോൾ 56. 8 1s are 8, 13 വരും. ഇവിടെ 140 ആണ്, അപ്പോൾ 8 ആയി 136, 40. അപ്പോൾ 2, 34. അപ്പോൾ 8.2. അപ്പോൾ സെക്കൻഡ് ആൻസർ 8.2, ഫസ്റ്റ് ആൻസർ 5.6. അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട്. എ പോസിറ്റീവ് ആണെങ്കിൽ റെസിസ്റ്റൻസ് 5.6ഉം, ബി പോസിറ്റീവ് ആണെങ്കിൽ റെസിസ്റ്റൻസ് 8.2. So choice 4. Choice 4. Okay. In the following circuit, current through 1 kilo ohm. Zener diode ആണ്. അപ്പോൾ ഈ 1 kilo ohm is connected parallel to the Zener diode. അപ്പോൾ Zener ഡയോഡിൻ്റെ വോൾട്ടേജ് VZ 5 volt ആണ്. അതിൻ്റെ പാരലൽ ആയിട്ടാണ് 1 kilo ohm കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ AB എന്ന് വിളിച്ചാൽ VAB is also 5 volt. അതുകൊണ്ട് അതിൽ കൂടെയുള്ള റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ് ഈ ലോഡിൽ കൂടെ ഇത് IL ആണെങ്കിൽ IL എന്ന് പറയുമ്പോൾ VAB ഡിവൈഡഡ് ബൈ 1 kilo ohm ആണ്. ഇത് വോൾട്ടാണ്. കിലോ ഓം ആകുമ്പോൾ ആൻസർ എന്താ വരും? 5 mA വരും. സോ ആൻസർ ഇസ് 5 mA. അടുത്ത ക്വസ്റ്റ്യൻ, സെനർ ഡയോഡ് എന്തിനാണ്? ഇപ്പം നമ്മൾ കണ്ടത് എന്താണ്? ആ ലോഡിൻ്റെ റെസിസ്റ്റൻസ് എത്ര മാറ്റിയാലും സെനറിൻ്റെ ആ മാക്സിമം വാല്യൂ, അതായത് സെനർ ഡയോഡ് വർക്ക്സ് ഇൻ റിവേഴ്സ് ബയസ് അല്ലേ, വോൾട്ടേജും കറണ്ടും. അപ്പോൾ റിവേഴ്സ് ബയസിൽ കറണ്ട് എത്ര മാറിയാലും വോൾട്ടേജ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് VZ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. സോ ഇറ്റ്സ് യൂസ്ഡ് ഫോർ സ്റ്റെബിലൈസേഷൻ. ചോയ്സ് 3. അടുത്ത ക്വസ്റ്റ്യൻ, സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ അതനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അനുസരിച്ച്, അപ്പോൾ ലൈറ്റ് വന്ന് വീണു, ആ ഫോട്ടോ ഡയോഡിൽ ലൈറ്റ് വന്ന് വീഴുന്നു, ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. സോ അതാണ് ചോയ്സ് 3. ഇൻറ്റൻസിറ്റി അക്കോർഡിംഗ്ലി വേരിയേഷൻ ഇൻ കറണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ ഫോട്ടോ ഡയോഡ്. ആൻഡ് ഫോട്ടോ ഡയോഡ് വർക്ക്സ് ഇൻ റിവേഴ്സ് ബയസ് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ NPN ട്രാൻസിസ്റ്റർ, NPN emitter base collector, NPN transistor collector current IC is equal to 10 mA. അപ്പോൾ നമുക്കറിയാം IE is equal to IB plus IC നമുക്കറിയാം. 90% of the electrons emit NPN ആകുമ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ആണ് പോണത്.
90% of the electrons emitted. അപ്പോൾ 90% of the emitter current ആണ് collector current ആയിട്ട് വരും. Okay, that means 90/100 of emitter current ആണ് the collector current. And what's the collector current? Collector current is 10 mA. So that means what is IE? 10 into 100 divided by 90. ഒരു 0 പോയി 100/9. 100/9 എന്ന് പറയുമ്പോൾ അത് 11.1 mA. So collector current is 11.1 mA. Then collector current അല്ല 90% of emitter current. 90% of emitter current ആണ് ഇത്. അപ്പോൾ ഇത് emitter current ആണ് 11.1 mA. Okay, emitter current 11.1 mA, collector current 10 mA. അപ്പോൾ base current would have been 1.1 mA. ചോദിച്ചിട്ടില്ല, ഇവിടെ emitter current ആണ് ചോദിച്ചിരിക്കുന്നത് 11.1 mA. Okay, next question. Binary number 10111 is equivalent to decimal number എങ്ങനെ? അപ്പോൾ ഡെസിമൽ നമ്പർ എങ്ങനെ എടുക്കും? ഇവിടെ നിന്ന് എടുക്കും അല്ലേ? അപ്പോൾ 1 into 2 raised to 0 plus E1. 1 into 2 raised to 1 plus this one. 1 into 2 raised to 2 plus 0 into 2 raised to 3 plus 1 into 2 raised to 4. അങ്ങനെയല്ലേ ചെയ്യണം? 2 raised to 0 1 plus 2 plus 4 plus 0 plus 2 raised to 4 2 2 2 2 16. അപ്പോൾ 16 20 22 23. അപ്പോൾ ഡെസിമൽ നമ്പർ ഇസ് 23. ഇതല്ലേ ബൈനറി നമ്പറിനെ ഇക്വലൻറ്റ് ഡെസിമൽ നമ്പറായിട്ട് മാറ്റുന്നത്. സോ ആൻസർ ഇസ് 23. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ദ ഫോളോയിങ് ഗേറ്റ്സ് ഔട്ട്പുട്ട് y. അപ്പോൾ ഇവിടെ ഇത് ആൻഡ് ഗേറ്റ് ആണ്, ഇതും ആൻഡ് ഗേറ്റ് ആണ്, ഇത് നോട്ട് ഗേറ്റ് ആണ്, അറിയാലോ. അപ്പോൾ എന്ന് വരണോ, എന്ന് നേരെ ആൻഡിൽ പോകണോ, ബി എന്ന് ഒരു നോട്ടിൽ കൂടെ പാസ് ചെയ്യണോ ആദ്യം. അപ്പോൾ ഇത് ബി നോട്ടാണ്, ബി നോട്ടാണ് ആൻഡിൽ പോണത്. അപ്പോൾ ആൻഡിൽ പോണ എയും ബി ഡോട്ടുമാണ്. അപ്പോൾ ആ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എയും ബി ഡോട്ടും ബി നോട്ടും ആണ്. ഒന്നീ കുത്തിടാം അല്ലെങ്കിൽ ഇടണ്ട. ഇനി താഴെ അതേ ബി എന്ന് ഇവിടെ ബി എന്ന് വേറൊരു ആൻഡ് ഗേറ്റിൽ പോകണം. അപ്പോൾ ഇത് ബി ആണ്, മറ്റേത് എ എന്ന് താഴോട്ട് വന്നു. എന്നിട്ട് ഇവിടെ ഒരു നോട്ട് ഗേറ്റാണിത്, നോട്ട് ഗേറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് എ നോട്ടാണ്. അപ്പോൾ എ നോട്ടാണ് ആൻഡ് ഗേറ്റിൽ പോകണത്. സോ ഇത് ആൻഡ് ഗേറ്റാണ്. അപ്പോൾ ഇത് ബിക്കംസ് എ നോട്ട് ആൻഡ് ബി. ക്ലിയർ? ഇത് രണ്ടും എവിടെ കൂടെ പോകണു? ഇത് രണ്ടും ഒരു ഓർ ഗേറ്റിൽ കൂടെയാണ് പാസ് ചെയ്യണം. ഓറാണിത്. സോ ദാറ്റ് ബിക്കംസ് ഇത് എ ബി ഡോട്ടും, കുത്തിട്ടില്ലെങ്കിലും സാരമില്ല, കുത്തിട്ടാലും സാരമില്ല. ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. ഇവിടെ എന്താ വരും? എ നോട്ട് ബി. അപ്പോൾ എ ബി ബാർ പ്ലസ് എ ബാർ ബി. ഇടയ്ക്ക് കുത്തിടാം, കുത്തിട്ടില്ലെങ്കിലും സാരമില്ല. അപ്പോൾ ചോയ്സ് 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When a spring is stretched by 2 cm, it stores 100 joules energy. സ്പ്രിങ്ങിൻ്റെ എനർജിയുടെ ഫോർമുല, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർഡ് ആണ് ഫോർമുല. അപ്പോൾ ആദ്യം സ്പ്രിങ്, ആദ്യത്തെ ഇക്വേഷൻ 100 joules, യു പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർഡ് ഇട്ടോ, അല്ലെങ്കിൽ ഹാഫ് കെ കടന്നോട്ടെ തെറ്റാതിരിക്കാൻ. അപ്പോൾ 100 joules ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് 2 സെൻറ്റിമീറ്റർ. ഞാൻ മനഃപൂർവ്വം കണക്ട് ചെയ്യണില്ല, കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ യു കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിടക്കണം. ഇത് ജൂൾസാണ്, 100 joules. രണ്ടാമത്തെ, ഇറ്റ് ഇസ് സ്ട്രെച്ച്ഡ് ഫർദർ ബൈ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്റർ വലിഞ്ഞു, ഇനി ഒരു 2 സെൻറ്റിമീറ്റർ വലിയും. അപ്പോൾ ടോട്ടൽ 4 സെൻറ്റിമീറ്റർ വലിയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ U2 പുതിയ എനർജി ഹാഫ് കെ 4 സെൻറ്റിമീറ്റർ സ്ക്വയർഡാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് U2 മൈനസ് U1 ആണ്. സ്റ്റോർഡ് എനർജി എത്ര?
അപ്പോൾ U2 by ഡിവൈഡ് ചെയ്താൽ U2 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഹാഫ് കെ വെട്ടിപ്പോവും. അപ്പോൾ 4/2 the whole squared, that is 2 squared, that is 4. ഞാൻ അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യാത്ത, കാരണം ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റും ക്യാൻസൽ ചെയ്ത് പോകും. സോ U2 becomes 400 joules, കാരണം ഇത് 100 joules ആയതുകൊണ്ട് ഇത് 400 joules ആയി. ചോദിച്ചിരിക്കുന്നത് അതല്ല, ചോദിച്ചിരിക്കുന്നത് എത്ര കൂടിയെന്ന്. സോ ദാറ്റ് മീൻസ് വാട്ട് ഈസ് U2 minus 100, വാട്ട് ഈസ് ദ ഇൻക്രീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ U2 minus 100 എന്ന് പറയുമ്പോൾ 400 minus 100, അപ്പോൾ ആൻസർ ഇസ് 300 joules. So answer becomes 300 joules, that means choice 3. Okay. അടുത്ത question. Momentum of a body increased by 100%. Delta P increased by 100%. Percentage increase in kinetic energy എത്ര? Kinetic energy momentum തമ്മിലുള്ള ബന്ധം kinetic energy is equal to P squared by 2m. So that means kinetic energy proportional to P squared. So kinetic energy ഞാൻ K എന്ന് വിളിക്കണോ, K2 by K1 എന്ന് പറയുമ്പോൾ P2 by P1 the whole square. Okay. 100% കൂടി എന്ന് പറഞ്ഞാൽ ഇരട്ടിയായി. So that means P2 is 2P1. അപ്പോൾ P2 by P1 is 2 square. അപ്പോൾ 4. So that means K2 is equal to 4K1. Percentage increase in kinetic energy എത്ര എന്ന് പറഞ്ഞാൽ K2 minus K1 by K1 into 100, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം K2 by K1 minus 1 into 100. K2 by K1 എത്ര? 4. K2 by K1 4. അപ്പോൾ 4 minus 1 into 100. അപ്പോൾ ആൻസർ എന്താ വന്നു? 300%. Clear? So answer is percentage increase in kinetic energy 300%. അടുത്ത question. The power of a pump which can pump 200 kg of water through a height 200 meter in 10 seconds. Power എന്ന് പറയുമ്പോൾ work by time ആണ്. ഈ ലിഫ്റ്റ് ചെയ്യണ മാത്രമേ ഉള്ളൂ mgh by time. എഫിഷ്യൻസി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ വിൽ assume it is 100% efficient. അപ്പോൾ m എന്ന് പറയുമ്പോൾ 200 ആണ്. G10 ഹൈറ്റ് 200 meters ഡിവൈഡഡ് ബൈ ടൈം 10. അപ്പോൾ ആൻസർ 4 into 10 raised to 4 watts ആണ്. അപ്പോൾ കിലോ വാട്ട് ആകുമ്പോൾ ഡിവൈഡ് ബൈ 1000, അപ്പോൾ 40 kilowatt. So answer is 40 kilowatt, choice 1. അടുത്ത question. A body of mass m1 moving with a velocity 3 meter per second collides with another body at rest on REST, collides with another body at rest of mass m2. അപ്പോൾ m1 velocity ഉണ്ട്, m2 velocity ഇല്ല, 0 ആണ്. After collision, velocities of the two bodies are 2 meter and 5 meter per second respectively along the same direction. അപ്പോൾ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പോൾ ആദ്യം m1 ഉണ്ട്, m1 വെലോസിറ്റി 3 meter per second ആണ്, m2 വെലോസിറ്റി 0 ആണ്. എന്നിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കൊളിഷൻ m1 continues to move with velocity 2 meter per second and m2 moves with 5 meter per second in the same direction. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻ്റം ആണ്. ടോട്ടൽ ഇനിഷ്യൽ മൊമെൻ്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ മൊമെൻ്റം. അപ്പോൾ m1 u1 പ്ലസ് m2 u2 ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ഇത് v1, ഇത് v2. അപ്പോൾ m1 തന്നെ u1 3 പ്ലസ് u2 0 ആയതുകൊണ്ട് ദിസ് ടേം ബിക്കം 0. റൈറ്റ് ഹാൻഡ് സൈഡ് m1 into 2 പ്ലസ് m2 into 5. The ratio m1 direction m1 by m2. അപ്പോൾ here 3m1 is equal to 2m1 plus 5m2. അപ്പോൾ m1 is equal to 5m2 or m1 by m2 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ആണ്. ഓക്കെ, m1 by m2 becomes 5.
So answer is m1 by m2 equals 5. Ratio m1 by m2 another 5. Another question. Two bodies having the same mass 40 kilogram. Appo same mass aanu. Iyalde massum same aanu. Rendu massum 40 kilogram aanu. So that means m1 is equal to m2 is equal to m is equal to 40 kilogram. Moving in opposite direction. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകണോ മറ്റേയാൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇത് u1 u2 ബാക്കിലോട്ടാണ്. One with a velocity 10, the other with a velocity 7. അപ്പോൾ ഇത് 10 ഇത് 7. Collide and move as one body. അപ്പോൾ ഇവിടെ total initial momentum is equal to total final momentum. പക്ഷേ momentum vector quantity ആണ്. അപ്പോൾ m40 into 10 എടുത്താൽ അല്ലെങ്കിൽ മാസ് ഇടേണ്ട ആവശ്യമില്ല, ഐഡൻറ്റിക്കൽ മാസ് അല്ലേ. m into 10 പിന്നെ മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് m into -7. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. രണ്ടുപേര് ഒരുമിച്ച് പോകണം. ഒരുമിച്ച് ചേരുമ്പോൾ ടോട്ടൽ മാസ് 2m ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം, കോമൺ വെലോസിറ്റി. അപ്പോൾ 10m - 7m ആണ് 2m into v. അപ്പോൾ 3m ആണ് 2m into v. അപ്പോൾ v എന്താ വരും? 3m divided by 2m, അതായത് 3/2, that is 1.5 meter per second. So the velocity of the combination is 1.5 meter per second. Okay. Another question. 44. A particle falls from a height. This theory പഠിച്ചതാണ്. Initial velocity 0, it's falling from a height h on a fixed horizontal plane and rebounds. അപ്പോൾ ഇത് h ആണെങ്കിൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇത് e²h ആയിരിക്കും. തിരികെ വരുമ്പോൾ പിന്നെയും e²h ആയിരിക്കും അല്ലേ. ഇത് ആദ്യത്തെ റീബൗണ്ട്. രണ്ടാമത്തെ റീബൗണ്ട് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ e²h വരും. e⁴h മോളിപ്പോവും, പിന്നെയും അത് താഴെ വരും. ഇനി മൂന്നാമത്തത് പിന്നെയും ഇങ്ങനെ പോവും, തിരികെ വരും, അങ്ങനെ 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 തിരികെ സ്റ്റോപ്പിംഗ് വരെ പോവും. അപ്പോൾ ഇറ്റ് ഈസ് h പ്ലസ് 2e² പ്ലസ് 2e⁴ e²4h പ്ലസ് എക്സെട്രാ. ദാറ്റ് സിംപ്ലിഫൈസ് ടു h ഇൻറ്റു 1 പ്ലസ് e² ഡിവൈഡഡ് ബൈ 1 - e². എക്സ്പാൻഷൻ ഫോർമുല എടുക്കുമ്പോൾ, പ്രോഗ്രഷൻ എടുക്കുമ്പോൾ ഈ റിസൾട്ട് കിട്ടും. റിസൾട്ടായിട്ട് നിങ്ങൾ പഠിച്ചു കാണും. So E is the coefficient of restitution, choice 1. Okay. Another question. Relationship between force and position, F and X. Work done. Fx graph work done will be the area enclosed by the graph. പക്ഷേ വർക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോസിറ്റീവ് വർക്കും ഉണ്ട് നെഗറ്റീവ് വർക്കും ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ഏരിയ പ്ലസ് എന്ന് എടുക്കണം, താഴത്തെ മൈനസ് എന്ന് എടുക്കണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ തൊട്ട് എക്സ് ഇസ് ഈക്വൽ ടു 5 മീറ്ററാണ്. അപ്പോൾ ആദ്യം എക്സ് 1 മീറ്റർ തൊട്ട് 2 മീറ്റർ വരെ. 1 മീറ്ററോട് 2 മീറ്റർ വരെ അവിടെ എന്തോ ആണത്? റെക്റ്റാങ്കിളാണ് അല്ലേ, റെക്റ്റാങ്കിളാണ്. അപ്പോൾ അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഒരു സൈഡ് 1 to 2 1 ആണ്, മറ്റേ പൊക്കം 10. അപ്പോൾ അത് 10. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2 തൊട്ട് 3 വരെ, അതും റെക്റ്റാങ്കിളാണ്. അപ്പോൾ അത് 2 to 3 എന്ന് പറയുമ്പോൾ 1 into 5, അപ്പോൾ അത് 5 ആണ്. ഓക്കെ. പിന്നെ താഴെ ആകുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ 3 to 4, 3 to 4ന് അതും റെക്റ്റാങ്കിളാണ്. അപ്പോൾ 1 into മറ്റേത് -5 ആണ്, അപ്പോൾ അത് -5. പിന്നെ 4 to 5, 4 to 5 ആകുമ്പോഴത്തേക്ക് അത് ട്രയാങ്കിളാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഹാഫ് ദ ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ബേസ് 4 to 5 1, ഹൈറ്റ് 10 ആണ്, അപ്പോൾ അത് 5 ആണ്. ഓക്കെ. അപ്പോൾ കൂട്ടുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്താ വരും? ടോട്ടൽ വർക്ക് ഡൺ എടുക്കുമ്പോൾ 10 + 5 + -5 + 5. അപ്പോൾ 5 - 5 പോയി. അപ്പോൾ ആൻസർ 15 ജൂൾ. അപ്പോൾ ചോയ്സ് 2 ആണ്, ചോയ്സ് 2 ആണ്. ഓക്കെ, ചോയ്സസ് 2, 4 അല്ല, ചോയ്സസ് 2. 15 ജൂൾസ് ആണ് ആൻസർ. സോ ആൻസർ ഇസ് 15 ജൂൾസ്.
അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവരും നല്ലോണം ചെയ്ത് കാണും. ക്ലിയർലി എല്ലാം മനസ്സിലായല്ലോ? ഇതിൻ്റെ ആൻസർ ഇസ് ചോയ്സ് 2 15 joules വെച്ചിട്ടാണ് വാല്യൂ ചെയ്യണത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു. Good morning, my dear students. Today we are going to discuss the problems of your ZEOTS examination. The first question. For the reaction 2A plus B giving C plus D, measurement of the rate of the reaction at varying concentrations are given below. The rate law is, from this equation we can write rate of the reaction is directly proportional to concentration of A raised to X into concentration of B raised to Y. And we have to find out X and Y. The question ഒന്ന് നോക്കിക്കേ. എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിരുന്നപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. ഇത് രണ്ട് സെയിം ആണ്, ഇതിന്റെ ഡബിൾ ആണിത്. അപ്പോൾ റേറ്റിന് എന്ത് സംഭവിച്ചു? റേറ്റും ഡബിൾ ആയി. അതായത് ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പോൾ റേറ്റും ഡബിൾ ആയി. When the concentration of B is doubled, rate is also doubled. That means when the concentration of B is doubled, rate is also doubled, means 2 raised to Y is 2. Therefore, Y is equal to 1. That we got Y is equal to 1. ഇനി നമുക്ക് ബിയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കാം. ബിയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഇതിന്റെ ഡബിൾ ആണിത്. ബിയുടെ കോൺസെൻട്രേഷൻ മാറാതെ നിൽക്കുന്നു, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. Then rate becomes 4 times. 5 into 4 is 20. Therefore, when the concentration of A is doubled, rate becomes 4 times. That is, when the concentration of A is doubled, rate becomes 4 times, means 2 raised to X is equal to 4. Therefore, X is equal to 2. This is 2. Therefore, answer is option 1. Rate is equal to K into concentration of S square into B is the answer. Next question. Next. If the rate of reaction doubles for 10-degree rise of temperature from 290 Kelvin to 30 Kelvin, activation energy of the reaction will be approximately. There are two different temperatures. Our temperature 290 ൽ നിന്ന് 300 ലേക്ക് മാറിയപ്പോൾ reaction rate double ആയി. What is the equation for the calculation of the energy of activation? Log K2 by K1 is equal to EA by 2.303 R into T2 minus T1 by T1 T2. That's the equation. In the problem it is given, rate of the reaction doubles for 10-degree rise of temperature from 290 to 300 Kelvin. That means rate doubled means rate constant is doubled. That is K2 is equal to 2K1. So what will happen to this ratio? This ratio becomes log 2. Why? K2 is equal to 2K1. 2K1 by K1, which is 2 log 2. Next, we have to calculate energy of activation EA. But you see, in the answers, what is the unit? Kilojoule. Therefore, value of R must be in kilojoule. What is the value? 8.314 by 1000 kilojoule.
Value for R in joule is 8.314. 8.314 by 1000 kilojoule. T2 minus T1. T2 is 300 and T1 is 290. Here also this is 290, this is 300. Now the only unknown factor is EA. Next, what is log 2? Log 2 is 0.3010. You write only 0.3. 0.3 is equal to this. From this you find energy of activation and the answer becomes option 2. Approximately answer is 50. ഇതൊന്നും കാൽക്കുലേഷൻ നടത്തരുത്. അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര വരുമെന്നൊന്ന് പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിക്കണം. ആൻസർ ബിക്കംസ് 50. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. നെക്സ്റ്റ്, ദി ആക്ടിവേഷൻ എനർജി ഓഫ് exothermic reaction A giving B is 80 kilojoule. Heat of reaction is 200 kilojoule. Activation energy of the reaction B giving A is. ഇതിൽ പറഞ്ഞിട്ടുണ്ട് exothermic ആണെന്ന്. In an exothermic reaction, energy versus progress of reaction, we know this is the nature of the graph. ഇതെന്താ താഴെ പോയത്? exothermic ആയതുകൊണ്ടാണ്. And this is the energy of activation of the reaction, which is given by 80. This is 80. And this is called heat of reaction or delta H. Value of delta H is 200. This difference is 200. The question is, B giving A is the backward direction of the reaction A giving B. Backward direction is this one. Therefore, energy of activation for the backward direction is 80 plus 200. Answer is 280 kilojoule. Therefore, answer option 3. Next, the decomposition of a substance follows first order kinetics. If its concentration is reduced to 1/8 of its initial value in 24 minutes, the rate constant of the decomposition is. The reaction is first order. For a first order reaction, K is equal to 2.303 by T log R0 by R. Then, now we have to calculate rate constant K. Substitute all the values. On substitution, 2.303 by time 24 minutes. Therefore, T is 24 log R0 by R. Concentration is reduced to 1/8 of its initial value. That means if R0 is 1, R is 1/8. So, concentration is reduced to 1/8. Therefore, R0 is 1, R is 1/8. Substitute 1/1/8. And what is this one? That is log 8. And therefore, or 8/1. 1/1/8 is 8/1. Therefore, answer 2.303 by 24 log 8/1 per minute. Time is in minute. For first order, unit is minutes raised to -1. Answer is option 4. Next question. T half of a first order reaction is 50 seconds. Calculate the time taken to complete 93.75% of its initial concentration.
half-life period is given. What is the meaning of that? That's the meaning 100% becomes 50%. 50 യുടെ പകുതി എത്രയാ? 25. 25ന്റെ പകുതി എത്ര? 12.5. അതിന്റെ പകുതി എത്ര? 6.25. അവിടെ എത്തി, എത്തേണ്ട സ്ഥലത്ത് എത്തി. ഇവിടെ നിന്ന് ഇവിടെ എത്തുവാൻ എടുത്ത ടൈമിന്റെ പേരാ T. 93.75%. 100 എടുത്തു, 6.25 ഇനി ബാക്കിയുള്ളൂ, 93.75 പോയി. ഈ സമയത്തിന്റെ പേരാ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 93.75%. ഇത് T half, ഇത് T half, T half, T half. This is equal to 4 T half. ഇത് 4 T half ആണ്. ഒരു T half എത്രയാ? 50 സെക്കൻഡ്. അപ്പോൾ 4 T half എത്ര ആയിരിക്കും? Which is 4 into 50 second. Answer is 200 seconds. Therefore, answer is 200 second. അല്ലാതെ ഫസ്റ്റ് ഓർഡറിന്റെ ലോഗരിതമിക് ഇക്വേഷൻ ഒന്നും എഴുതി സോൾവ് ചെയ്യാൻ നമുക്ക് സമയമില്ല. വളരെ വേഗം ആരോമാർക്ക് പഠിച്ച് വരച്ച് എഴുതാൻ കഴിയും. Therefore, answer option 1. Next question. Next one. Rate of a chemical reaction doubles for every 10 degree rise of temperature. If the temperature is raised by 60 degrees Celsius, rate of the reaction increases by about. അതായത് ഓരോ 10 ഡിഗ്രി ഉയരുമ്പോഴും റേറ്റ് ഡബിൾ ആകും. അപ്പോൾ ആ റേറ്റ് ഡബിൾ ആകുമ്പോൾ ഓരോ 10 ഡിഗ്രി ഉയരുമ്പോൾ 60 ഡിഗ്രി ഉയരുമ്പോൾ എന്തായിരിക്കും പുതിയ റേറ്റ് എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ റേറ്റ് 6 ആണെന്നിരിക്കട്ടെ, എങ്കിൽ 10 ഡിഗ്രി സെന്റിഗ്രേഡിൽ റേറ്റ് എത്ര ആകും? 2 ആ. 20 ഡിഗ്രി സെന്റിഗ്രേഡ് എത്തുമ്പോൾ 3 അല്ലെങ്കിൽ 4 ആകും. ഓരോന്നും അങ്ങ് ഡബിൾ ആയി പോകും. ഇങ്ങനൊന്നും എഴുതാൻ നമുക്ക് സമയമില്ല. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇറ്റ് ഈസ് 5 raised to delta T by 10. നിങ്ങൾ ഈ 20ക്ക് പകരം അടുത്തത് 30 എഴുതിയാൽ അറിയാം 4R becomes 8R. അങ്ങനെ എഴുതി 60 ഡിഗ്രി എത്തണം. 60 ഡിഗ്രി എത്തുമ്പോൾ ഇത് എത്ര ആകുമെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ എഴുതാൻ സമയമില്ല. So 5 raised to delta T by 10, where 5 is called temperature coefficient. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്? ഓരോ 10 ഡിഗ്രി ഉയരുമ്പോഴും റേറ്റ് എത്ര ഇരട്ടിയാകും? റേറ്റ് ഡബിൾ ആകുമെന്നാ പറഞ്ഞത്. ആ ഡബിൾ എന്ന് പറഞ്ഞാൽ 5:2. Delta T is 60 by 10. Answer is 2 raised to 6. Answer is 64. ഇങ്ങനെ എഴുതി നോക്കിയാലും കാണാൻ കഴിയും 60 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഇത് 64 ആയി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനൊന്നും എഴുതാൻ സമയമില്ല, വളരെ വേഗത്തിൽ ചെയ്യാൻ ഇതാണ് എളുപ്പം. ഈ 2ന്റെ പേരാ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. റിയാക്ഷൻ റേറ്റ് ഡബിൾസ് ഫോർ എവരി 10 ഡിഗ്രി. So answer is 64. Option 3 is the answer. Next, match the following. ആ റിയാക്ഷൻ NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓർഡറുകളാണ്. നമ്മൾ പഠിച്ചിരുന്നു decomposition of ammonia at the surface of platinum is an example for a zero order reaction. It is zero order reaction. So that reaction is zero order. Next, C2H4 plus H2 gives C2H6 is an example for a first order reaction.
chloroform plus chlorine giving carbon tetrachloride plus HCl is 1.5 order, fractional order. അപ്പോൾ ഈ 3 എക്സാമ്പിളുകളും ഇത് അമോണിയ എന്ന് പറയുന്ന decomposition is 0. Therefore, answer is option 4, AR, BP, CQ. Answer is option 4. All these examples are given in the NCERT text also. Next. Next question. The rate expression for the reaction A plus B giving C is rate is equal to K into A raised to half into B raised to 2. What change in the rate occurs if initial concentration of A and B increase by factors 4 and 2? So the equation is rate is equal to K into concentration of A raised to half into concentration of B square. Concentration of A and B increases by factors 4 and 2 respectively. So, concentration of A increases by 4. Concentration of B increases by 2. What will happen to the rate? So, this is 4 raised to half into 2 raised to 2, which is 2 into 4. Answer is 8. Therefore, rate becomes 8 times. Option 3 is the answer. Next. Next question. In a zero order reaction, X giving product, rate constant is 10 raised to minus 2 moles per liter per second. If initial concentration is 10 moles in 1 liter vessel, how many moles of X would be left after 10 minutes? This reaction rate is rate in the unit per second. ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൈം 10 minutes. അപ്പോൾ വ്യക്തമാണ് 10 minutes should be converted into second. അപ്പോൾ ഇത് per second എന്ന് പറഞ്ഞു, ഇത് per minute ആണ്, അല്ലെ 10 minutes ആണ്. ഇത് ഏത് ഓർഡർ ആണ്? സീറോ ഓർഡർ റിയാക്ഷൻ. For a zero order reaction, K is equal to R0 minus R by T. അതിൽ rate constant K തന്നിരിക്കുന്നു. Value of the K is 10 raised to minus 2. Then concentration 10 moles ആയിരുന്നു. അതുകൊണ്ട് R0 യുടെ വാല്യൂ 10. Time 10 minutes. അതിനെ സെക്കൻഡ് ആക്കണം. 10 into 60. ഇതിൽ നിന്ന് 6 കണ്ടാൽ മതി. That is the answer. So K is given, R0 is given, T is given. T in minutes, that should be converted to second. കാരണം K യുടെ യൂണിറ്റ് per second ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് 6 കണ്ടാൽ മതി. That will give you the answer. Therefore, R is equal to 4 is the answer. Option 1. Next question. Next. 60% of a first order reaction was completed in 12 minutes. Calculate the time taken for 84% completion. ഇതിന് വെറുതെ ലോഗരിതമിക് ഇക്വേഷൻ ഒന്നും എഴുതി സമയം കളയരുത്. അങ്ങനെ വെച്ചും ചെയ്യാൻ കഴിയും, പക്ഷേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ 2 ആരോ മാർക്ക് വരച്ചാൽ മതി. 100% is taken. Time required to complete 60%. റിയാക്ഷന്റെ 60% പൂർത്തീകരിക്കപ്പെട്ടു. How much is remaining? 40% is remaining. Again, one more 60%. What will happen? What is the 60% of 40? 24. 4 into 6, 24.
24 is completed. How much is remaining? 16. And time required to complete 100%, 60% is called T84%. So 100% is taken, 16% is remaining. That means 84% is completed, time required to complete 85%. This is 12 minutes. This is also 12 minutes because order of the reaction is first order. Therefore, this is 2 into T60%, which is 2 into 12. Answer is 24. Therefore, answer is option 2. Next. Next reaction is, for the reaction AA plus, here there is an A and here it is A. AA plus BB giving CC if minus 3 dA by dt equal to minus dB by dt is equal to 1.5 into dC by dt, then A and B, C respectively are. The reaction is AA plus BB giving CC. What is the equation for the rate of the reaction? 1 minus 1 by A into d by dt of concentration of A equal to minus 1 by B into d by dt of concentration of B equal to 1 by C into d by dt of concentration of C. Now compare these two equations. It is quite clear that 1 by A is equal to 3. Similarly, what is 1 by B is equal to 1. And what is 1 by C? 1 by C is equal to 1.5. Our question is, what is A, what is B, what is C? 1 by A is 3, therefore A is 1 by 3. 1 by B is B, therefore B is 1. 1 by C is 1.5, therefore C is 1 by 1.5. You can convert these values into whole numbers by multiplication with 3. You multiply by 3. This into 3, this into 3, this into 3. This becomes 1. This becomes 3. This becomes 2. 3 by 1.5 is 2. Therefore, answer is A is 1, B is 3 and C is 2. Answer option 3. Next problem. Next, rate constant of reaction is 1.5 mole raised to minus 3 by 2, liter raised to 3 by 2, S raised to minus 1. Order of the reaction is. What is the unit of rate constant of a reaction? Mole raised to 1 minus n, liter raised to n minus 1, S raised to minus 1. For any order n, unit of k is this one. In the problem it is given mole raised to minus 3 by 2, liter raised to 3 by 2, S raised to minus 1. Thus, what is 1 minus n? Minus 3 by 2. Therefore, 1 minus n is minus 3 by 2, or 1 plus 3 by 2 is n, which is 2 into 1 is 5 by 2 is equal to n. Thus,
Order of the reaction is 5 by 2, which is 2.5. Therefore, order of the reaction is option 3, 2.5 is the answer. Next. Next, regarding IUP is the name of the compound. IUP is the name of the compound. PT NS3 Br Cl NO2 Cl. Here valence is 1, here valence is 1. Therefore, this is plus 1. NO2 charge is minus 1. Chlorine charge is minus 1. Bromine charge is minus 1. Ammonia charge is 0. Here the square bracket is, here PT. Thus, charge of platinum must be plus 4. Why? Plus 4 minus 1 minus 1 minus 1. Answer is plus 1. Now, give the names in alphabetic order. Amine, bromido, chlorido, nitrito. It is an uncoordinated ligand. Coordinating atom is N. Therefore, amine, bromido, chlorido, nitrito, N. Platinum 4, chloride. Answer is option 4. Here, sorry, NS3 thrice. This is NS3 thrice. Therefore, triamine. Do not triamine the action T on the nokarida. Amine, then the A matrame no cow. Triamine the T and the knock under the A. Amine, triamine, bromido, chlorido, nitrito, N, platinum 4, chloride. Therefore, answer option 4. Next question. Next one. Donor atoms in the case of UDTA ligand is. What is UDTA? CS2, CS2, N, CS2, COO minus, CS2, COO minus, N, CS2, COO minus, N, CS2, COO minus. നമ്മൾ പഠിച്ചു 6 തലയുള്ള ഒരു പാമ്പാണ് EDTA. ഒരു മെറ്റൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന 6 തലകൾ. ദാ മൈനസ് ഉള്ളതെല്ലാം തലകളാ. O minus, O minus, O minus. Then നൈട്രജൻ, നൈട്രജന്റെ കയ്യിൽ നമുക്കറിയാം ഇവിടെ CS2 ഇവിടെയാണ്. That is, all of listen here. This is CS2, N, CS2, COO minus, CS2, COO minus, O minus, O minus. Nitrogen is having a lone pair. Nitrogen is having a lone pair. Therefore, there are 6 coordinating atoms in EDTA. They are 2 nitrogen atom and 4 oxygen atom. Therefore, answer 2 nitrogen atom and 4 oxygen atoms. Next question. Next. Next one. In which compound synergic bonding is present? You know, synergic bonding is present only in metal carbonyls. Therefore, answer only one answer, which is NiCO 4 times. Option 1 is the answer. Next. Next one.
Mass the coordination compound given in column 1 and column 2. Chlorophyll. You know chlorophyll present in plant is a coordination compound of the metal magnesium. Therefore, A5. Blood pigments. We know hemoglobin is a coordination compound of the metal iron. Therefore, B4. Wilkinson catalyst is a catalyst used for the hydrogenation of alkenes, rhodium, and it is an example, that is rhodium. Therefore, C, that is 1. Next one, vitamin B12 contains the metal called cobalt. It is also called vitamin B12, cobalamin എന്നൊക്കെ പറയാം. And therefore, answer is option 1. Option 1. Next, which one of the following statement about the complex Fe6 3- is incorrect? Fe F6 3-. Listen. Fe F6 3-. 6 means hybridization can be sp3d2 or d2sp3. This is 3-, this is 6-, this is +3. Iron 26 electronic configuration is 4s2 3d6. Ferric Fe +3 electronic configuration is 4s0 3d5. Thus, 3D is having 5 electrons. 1, 2, 3, 4, 5. 4s is vacant. 4p is vacant. 4d is vacant. This is 4p, this is 4d. What do we know about fluorine? Fluorine is a weak ligand. Therefore, fluorine cannot vacate 2d orbital here because fluorine is a weak ligand. Thus, hybridization is sp3d2 outer orbital complex. This contains 5 unpaired electrons. Therefore, the magnetic moment will be 5.9. There are 5 unpaired electrons. Therefore, 1. It is paramagnetic in nature is correct. It forms outer orbital entity. Entity means molecule. Outer orbital means sp3d2, not d2sp3. Magnetic moment is 5.93. That is correct. It forms inner orbital complex or entity. Inner orbital means d2sp3. It is wrong. Hybridization is sp3d2. Therefore, answer is option 4. Among the following, which are ampidentate ligands? NO2- can also be written as ONO-. SCN- can also be written as NCS-. These are the only 2 ampidentate ligand. All others are not at all ampidentate. Therefore, answer 1 and 5, option 3 is the answer. Next question. If delta O is greater than P, configuration of D5 is. ഇവിടെ ഒന്ന് കേട്ടാൽ ഉടൻ പറയണം. ഒന്ന് കേട്ടാൽ ഉടൻ പറയണം എന്താണ്, എന്ത് കോംപ്ലക്സ് ആണ്? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെന്ന് വ്യക്തമാണ്. ഡെൽറ്റ ഓ. ഡെൽറ്റ ഓ ഗ്രേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്തുവെന്ന് നോക്കാം. In octahedral complex, this is T2G, this is CG. This gap is very high than P. What is P? Pairing energy. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ കയറുന്നത് ഇങ്ങനെയാ. 1, 2, 3. ഇനി
നാലാമത്തെ ഇലക്ട്രോൺ ഇവിടെയും പോകാം, ഇവിടെയും പോകാം. പക്ഷെ ഡെൽറ്റ ഒ ഗ്രേറ്റർ ആണ്, ഈ ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നാലാമത്തെ ഇലക്ട്രോൺ ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ പെയറിംഗ് നടത്തി, അതിലൊരു എനർജി വേണം. ദാറ്റ് എനർജി ഈസ് കോൾഡ് പെയറിംഗ് എനർജി. പെയറിംഗ് എനർജി കുറവാ, ഡെൽറ്റ ഒ വളരെ കൂടുതലാണ്, പെയറിംഗ് പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് പെയറിംഗ് നടന്നു. ഡെൽറ്റ ഒ വെരി ഹൈ. Therefore answer T2G5 EG0. Therefore answer option 2 T2G5 EG0 is the answer. Next. Next question. Which one among the following is more paramagnetic? Paramagnetism increases with in the increase in the number of unpaired electron. Unpaired electron കൂടിയാൽ പാരാമാഗ്നറ്റിസവും കൂടും. അപ്പോൾ ഇതിനകത്തെ മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ നോക്കിയാൽ മതി. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. ഇവിടുത്തെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണെന്നൊന്ന് പരിശോധിക്കാം. MnCl6 4 minus. This is 6 minus. Therefore this is plus 2. Sum is 4 minus. Manganese 25. Electronic configuration is 4s2 3d5. Mn plus 2. Electronic configuration is 4s0 3d5. Therefore 3d contains 5 electrons. Who is the ligand? Chlorine. Chlorine is a weak ligand. അതുകൊണ്ട് ഈ ഇലക്ട്രോണിനോട് അകത്തോട്ടിരിക്കാൻ പറയാൻ ഒരു അവകാശവുമില്ല ക്ലോറിൻ. അതുകൊണ്ട് ഈ 5 അൺപെയ്ഡും അവിടെ തന്നെ കാണും. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് 5. Therefore paramagnetic moment is 5.9. Bohr magneton is the answer. പക്ഷേ ബാക്കിയുള്ളിടത്തൊന്നും 5 അൺപെയ്ഡ് ഇല്ല. അത് നിങ്ങൾ ഓരോന്ന് വേണം ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോണം. Maximum number of unpaired electron in d orbital can be only 5. Therefore answer is option 4. Next question. Which one among the following does not exhibit optical isomerism? നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഒന്ന് MAA thrice, മറ്റൊന്ന് MAA twice B2-ന്റെ സിസ് മാത്രം, ട്രാൻസ് കാണിക്കുകയുമില്ല. ഇതാണ് രണ്ടെണ്ണം പ്രധാനമായി പഠിച്ചത്. അപ്പൊ പറയൂ, ദിസ് ഈസ് MAA thrice, അതിന് ഒപ്റ്റിക്കൽ ഐസോമെറിസം ഉണ്ട്. ദിസ് ഈസ്, ഇതാണിത് AA, അതാണ് ഓക്സലേറ്റ്, ബൈഡൻജറ്റ് ലിഗാൻഡ് ആണ് ഓക്സലേറ്റ്. AA twice Cl2, അതിന്റെ സിസ് കാണിക്കും. അതുപോലെ ഒരെണ്ണമാണ് ഇതും. EN AA twice B2 സിസ് ആണ്, അതും കാണിക്കും. എന്നാൽ കാണിക്കാത്തത് ഇതാണ്. എന്താണ് അതിന്റെ കാരണം? ട്രാൻസ് PtCl2 EN twice will not exhibit optical isomerism. Why? Answer, there is a plane of symmetry. ഒന്ന് വരച്ചു കാണിക്കാം. That complex is, what is the coordination number 6? Therefore it is an octahedral complex. This is platinum. 2 chlorine, chlorine on the opposite side, and this is En. This is also En. This is called ethylene diamine. See, if you cut this molecule into this plane, you will get 2 equal portions. That is called planosymmetry. Due to the presence of planosymmetry,
trans isomer is optically inactive or active, it is inactive. And that's still plane symmetry undavilla. Therefore, answer option 4. Next one. Number of geometrical isomers of the square planar complex PT, NS3, BR, CL, PY. PY is called pyridine, a monodendate ligand. This complex is of the type M, A, B, C, D. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കോംപ്ലക്സിന്റെ ഇത് സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ ഇതിൽ 3 ഐസോമേഴ്സ് ഉണ്ടെന്നും 2 എണ്ണം സിസ് ആണെന്നും 1 എണ്ണം ട്രാൻസ് ആണെന്നും പഠിച്ചു. Therefore answer is option 3. Therefore 2 cis isomer and 1 trans isomer. Next, this question. Value of the crystal field stabilization energy for the complex ion COCl6 is 18,000. The CFSE for cobalt COCl2 complex ion will be. This is octahedral complex. This is tetrahedral complex. ഒരെണ്ണം ഒക്ടാഹെഡ്രലാണ്, ഒരെണ്ണം ടെട്രാഹെഡ്രലാണ്. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത് ഈ ഡിഫറൻസ് ഡെൽറ്റ ഒയും ഈ ഡിഫറൻസ് ഡെൽറ്റ ടിയുമാണെങ്കിൽ അവർ തമ്മിലൊരു ബന്ധം പഠിച്ചു. ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ഡെൽറ്റ ഒയിൽ വെച്ച് എന്തായിരുന്നുവോ കിട്ടിയത് അതിന്റെ 4/9 മാത്രമായിരിക്കും ടെട്രാഹെഡ്രലിൽ ഉണ്ടായിരിക്കുന്നത്. മെറ്റലും സെയിമാ, ലിഗാൻഡും സെയിമാ. അപ്പോൾ ഇതാണ് ഡെൽറ്റ ഒ, ഇതാണ് ഡെൽറ്റ ടി. 4/9 ഡെൽറ്റ ടി വിൽ ബി 4/9 ഓഫ് ഡെൽറ്റ ഒ. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് നോക്കിക്കേ, സെന്റിമീറ്റർ ഇൻവേഴ്സ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എനർജി? Energy is equal to h nu is equal to hc by lambda. Centimeter inverse is called 1/lambda called wave number. അപ്പോ 1/lambda ആണ് തന്നിരിക്കുന്നത്, അത് വേവ് നമ്പർ ആണ്. വേവ് നമ്പർ is proportional to energy. അപ്പോൾ എനർജി കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ വേവ് നമ്പറും കുറവായിരിക്കും. Therefore answer is 4/9 into 18,000 is the answer. ഒക്ടാഹെഡ്രലാണെങ്കിൽ ഇതാണ് എനർജി. എനർജി ആണ് വേവ് നമ്പർ, അത് എനർജിക്ക് പ്രൊപ്പോർഷണൽ ആണ്. So 4/9 into 18,000, answer is equal to 8,000. Therefore answer is option 3. Next, next one. Which one of the following transition metals ion is colorless in aqueous solution? Colorless ആകണമെങ്കിൽ ഒന്നുകിൽ D0 അല്ലെങ്കിൽ D10. ഇത് രണ്ടും അല്ലെങ്കിൽ DD ട്രാൻസിഷൻ നടക്കും. DD ട്രാൻസിഷൻ നടന്നാൽ കളർ ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയാൽ മതി, ഈ തന്നിരിക്കുന്നതിൽ എവിടെങ്കിലും D0യോ D10ഓ ഉണ്ടോ? Titanium 4+, titanium 22, electronic configuration 4s2 3d2, titanium 4+, electronic configuration 4s0 3d0. Thus, in titanium 4+, D0, no DD transition, its compound is colorless. So answer option 1. Next question. Identify the products P and Q in the given reactions. Potassium iodide plus permanganate, acid medium and alkaline medium.
എല്ലാവരും ശ്രദ്ധിച്ചേ. Potassium iodide and permanganate in acid medium gives Mn2 plus and iodine. But potassium iodide plus permanganate in basic medium, MnO4 becomes MnO2 and potassium iodide becomes potassium iodide. അപ്പോൾ ഇവിടുത്തെ പി ആരെന്ന് ചോദിച്ചാൽ I2 ആ, ഇവിടുത്തെ Q ആരെന്ന് ചോദിച്ചാൽ MnO2 ആ. KiO3 പകരമാണ് IO3 minus. Therefore answer is I2 and MnO2 respectively. Option 4 is the answer. So the next question number 26. Which of the following statements are correct about actinoids? All actinoids are radioactive. It is correct. There are 14 actinoids. All of them are radioactive. പക്ഷെ ലാന്തനൈഡോ പ്രൊമേത്തിയം എന്ന് പറയുന്ന only one lanthanide is radioactive. Give the name promethium. അതുകൊണ്ട് all actinoids are radioactive is correct statement. അടുത്തത്, actinoid contraction is greater from element to element than lanthanoid contraction. അതും ശരിയാണ്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. In actinoid 4f ലാണ് ഇലക്ട്രോൺ കയറുന്നത്. ലാന്തനൈഡുകളിൽ 4f ലാണ് ഇലക്ട്രോൺ കയറുന്നത്. അപ്പോൾ 5f ലാണ് പൂവർ ഷീൽഡിംഗ്. 5f ന്റെ പൂവർ ഷീൽഡിംഗ്, 4f ന് മോർ ഷീൽഡിംഗ്. പൂവർ ഷീൽഡിംഗ് ആകുമ്പോൾ ഔട്ടർ ഇലക്ട്രോണും ന്യൂക്ലിയസുമായുള്ള ആകർഷണം കൂടും. ആകർഷണം കൂടുമ്പോൾ സൈസ് വല്ലാതെ ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് മറക്കരുത്, 4f നേക്കാൾ പൂവർ ഷീൽഡിംഗ് 5f നായതുകൊണ്ട് actinoid contraction is larger than greater than lanthanoid contraction is correct. അടുത്തത്, they belongs to 6th period and 3rd group. 3rd group ശരിയാ, ഇത് 7th period ആ. ലാന്തനോയിഡ്സ് മുഴുവൻ 6th period ആ, actinoid 7th period. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Therefore answer is option 3, 1, 2 and 4. Neptunium and plutonium shows highest oxidation state. നമ്മൾ പഠിച്ചു +3, +4, +5, +6, +7 വരെ കാണിക്കുന്ന രണ്ട് ആക്ടിനോയിഡുകൾ ഉണ്ട്, നെപ്റ്റൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. Therefore that is also correct. Therefore answer 1, 2, 4 are statements are correct. Third one is wrong. Next question. Correct order of oxidizing power is. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റൽ ഓക്സൈഡിൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി വരുന്തോറും ഓക്സിഡൈസിംഗ് പവർ കൂടും. That is, oxidizing power increases when the oxidation state of the metal increases. The VO2 plus, ഇവിടെ വനേഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X ആണെന്നിരിക്കട്ടെ, 2 ഓക്സിജൻ -4 equal to +1, X is +5. Chromium Cr2O7 2- oxidation number of chromium 2x minus 14 is equal to -2, X is +6. Next, MnO4 -1, oxidation number of manganese is X -8 is equal to -1, X is +7. +5, +6, +7. When the oxidation state of the metal increases, oxidizing power also increases. Therefore, here oxidation number +5, +6, +7 continuously increasing. Oxidation power also increases. Answer option 2. Next, magnetic moment of Cr+2, Mn+2 and Fe+2 is in the order.
Find the number of unpaired electrons, that's all. Chromium 24, electronic configuration 4s1, 3d5. Chromium plus 2, electronic configuration is 4s0, 3d4. There are 4 unpaired electrons. Next, Mn plus 2. Mn plus 2, electronic configuration is 4s0, 3d5. d5 means there are 5 unpaired electrons. Next one, chromium, manganese and Fe plus 2. Fe plus 2, electronic configuration is 4s0, 3d6. You know 3d6, 1, 2, 3, 4, 5, 6. There are 1, 2, 3, 4. 4 unpaired electron. 4 unpaired. They are same. Therefore, X is equal to Z. Y greater Y, number of unpaired electron increases, magnetic moment increases. Therefore, answer, they are having same magnetic moment. 4.9, 4.9. This is 5.9. Therefore, answer X is equal to Z less than Y. Next question. Which of the following is not a characteristic of interstitial compound? Which are the interstitial compounds? In transition metals, this semi is called a transition metal. This space is called interstitial space. And interstitial space il carbon, hydrogen, nitrogen, polyullavar carry ulichirikum. Smaller atoms vannirunnal ee compound inde pera interstitial compounds. Therefore, interstitial compounds are produced by the accumulation of smaller atoms like carbon, hydrogen, nitrogen, etc. into the interstitial spaces of the metal. ഇങ്ങനെ വന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേരാ interstitial compound. അതിൽ they are neither typically ionic nor covalent. ഇവർ തമ്മിൽ ഒരു ബോണ്ടുമില്ല, അയോണിക് ബോണ്ടുമില്ല, കോവലന്റ് ബോണ്ടുമില്ല. That is correct statement. They have melting point higher than that of pure metal is correct. They are very hard, that is also correct. But they are insulators. That interstitial compounds will retain the original conductivity of the metal. Pure metal എടുത്താലും അതിൽ interstitial അല്ലെങ്കിൽ interstitial spaceൽ ആരെങ്കിലും ഒളിച്ചിരുന്നാലും conductivity ഒന്നും സംഭവിക്കില്ല. They are insulators. Wrong. They are good conductors because interstitial compounds will retain the metallic conductivity. Therefore, the wrong statement is option 4. Next, in which one of the following lanthanoid elements 5D subshell is vacant in elemental form? That is only for promethium 61. Electronic configuration is 5F2 6007S2. എന്നാൽ സീറിയത്തിലും ഗഡോളിനിയത്തിലും ലുട്ടീഷ്യത്തിലും 6Dയിൽ ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് therefore ഇത് 5D sorry ഇത് 6F 4F ആണ്. 4F 5D and 6S2 sorry 4F2 5D0 6S2 and therefore answer is promethium. അതേസമയം സീറിയം, ഗഡോളിനിയം, ലുട്ടീഷ്യം എടുത്താൽ 5Dയിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട് താൻ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Correct order of the first ionization enthalpy in 3D series. We know scandium, titanium, vanadium, chromium, manganese. When we go from left to right, ionization increases
ionization enthalpy increases gradually. This is manganese. So, ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും വെളിയിലുള്ള ഇലക്ട്രോണുമായുള്ള ആകർഷണം കൂടുന്നു, അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. Therefore, maximum for manganese, then chromium, then vanadium, then titanium, then scandium. Therefore, answer option 4. Manganese, chromium, vanadium, titanium, scandium. Answer is 4. When we go from left to right in any period, ionization enthalpy increases continuously. Therefore, answer is option 4. പക്ഷേ ചില എക്സെപ്ഷണൽ കേസുകളൊക്കെ വരും, അതെല്ലാ പീരീഡ്സിലും വരും. പക്ഷേ ഇവിടെ ആർക്കും എക്സെപ്ഷണൽ കേസ് ഒന്നും ഇല്ല. Therefore, answer is option 4. Now the next question. Which one of the following metal has different lattice from those of the others? Vanadium, chromium, tungsten, silver. NCERT ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിൽ ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് ദി എലിമെന്റ്സ് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാതെ മറ്റൊരു വഴിയുമില്ല. ഇതിലെ 3 എണ്ണത്തിൽ the structure is BCC. ഇത് BCC, ഇതും BCC, ഇതോ CCP ആണ് എന്ന് ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കി പഠിച്ചേ മതിയാകും. Therefore, silver is cubic close packing, മറ്റേതെല്ലാം BCC ആണ്, body centered cube ആണ്. Therefore, answer is option 4. Next. Next one. Which of the following oxides of chromium is amphoteric in nature? അവിടെ എല്ലാവരും ഓർത്തിരിക്കണം, ഒരു മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടി വരും. അപ്പോൾ ലോവസ്റ്റ് അസിഡിക് ക്യാരക്ടർ, ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ബേസിക് ആയിരിക്കും. കുറച്ചുകൂടെ കൂടിയാൽ ആംഫോട്ടറിക് ആകാം, കുറച്ചുകൂടെ കൂടിയാൽ അസിഡിക് ആണ്. Here oxidation number of chromium is +2. Here it is +3. Here it is +6. CrO5 will be +6 ആണ്. CrO5 is called butterfly oxide of chromium peroxide ആണ്. അതുകൊണ്ട് ഇവിടെയും ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. അപ്പൊ നോക്കിക്കേ, ഇത് ബേസിക്കാ, ഇത് രണ്ടും അസിഡിക്കാ. അപ്പോൾ നടുക്കുള്ളതോ ആംഫോട്ടറിക് ആയിരിക്കും. ഇറ്റ് ഈസ് ആംഫോട്ടറിക്. Therefore, amphoteric oxide is Cr2O3. Next. Catalytic activity of transition metal and their compound is due to the ability to adopt multiple oxidation state. Variable valency അഥവാ multiple oxidation state കാണിക്കുന്നവരാണ് കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നവർ. അതുകൊണ്ട് ആൻസർ കാറ്റലിസ്റ്റായി ഉപയോഗിക്കാൻ കാരണം their ability to adopt multiple oxidation state to form complexes or variable valency എന്ന് പറഞ്ഞാലും മതി. Therefore, answer is option 4. Next one. A reaction cannot take place spontaneously at any temperature when. ഓർമ്മയുണ്ടോ? ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ഡെൽറ്റ ജിയും മൈനസ് പോസിറ്റീവ് spontaneous always, plus minus positive always, minus 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 at low temperature, plus plus minus at high temperature. It is spontaneous always. It is spontaneous at low temperature. It is spontaneous at
high temperature. ഇതൊരിക്കലും spontaneous ആവുകയുമില്ല. അതാണ് question. Reaction cannot take place spontaneously at any temperature when delta H is positive and delta S is negative. Answer option 4 is the answer. Next. For the reaction C3H6G plus 5O2G giving 3CO2G plus 4S2 liquid at constant temperature, delta H minus delta U is, what is the equation? Delta H is equal to delta U plus RT into delta NG, or delta H minus delta U is RT into delta NG. What is delta NG? Number of moles of gaseous product minus number of moles of gaseous reactant. This is liquid. This is gas 3. This is gas 5. This is gas 1. Therefore, delta NG is equal to 3 minus 5 plus 1. 5 plus 1. 3 minus 6. Answer is minus 3. Therefore, delta NG is minus 3. Therefore, answer is minus 3 RT. Answer option 3. Next question. Which one of the following is an example for an intensive property? You know, temperature is an intensive property independent of the quantity of the material. ഒരു തുള്ളി വെള്ളം എടുത്താലും ഒരു ബക്കറ്റ് വെള്ളം എടുത്താലും രണ്ടിന്റെയും ടെമ്പറേച്ചർ സെയിം ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻട്രോപ്പിയും ഹീറ്റ് കപ്പാസിറ്റിയും എൻതാൽപ്പിയും അതെല്ലാം തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് ആണ്. ദേ ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. Therefore, answer option 1. Next question. The enthalpy of vaporization of liquid is 30 kilojoule per mole and entropy of vaporization is 75 joule per Kelvin per mole. Boiling point of the liquid at 1 atmosphere is. Boiling point il vech liquidum vaporum equilibriumil ariyam. Then delta S vaporization is equal to delta H vaporization by boiling point. Therefore, boiling point is delta H vaporization by delta S vaporization equal to, ഇത് കിലോജൂള ഇത് ജൂള, രണ്ടും ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. Therefore, 30,000 joule by 75 joule per Kelvin per mole. Therefore, its answer is 400 Kelvin. Therefore, answer is option 2. 400 Kelvin is the answer. Next question. Given the following data, C plus D giving A plus B delta H is 48, C plus D giving E delta H is 72, the value of delta H0 of the reaction A plus B giving E is. The reaction is A plus B giving E. പെട്ടെന്ന് ആലോചിക്കണം, എയും ബിയും ലെഫ്റ്റ് സൈഡ്, ഇവിടെ എയും ബിയും റൈറ്റ് സൈഡ്. പെട്ടെന്ന് ആലോചിക്കണം, ആ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുമ്പോൾ 48 എന്താകും? -48. റിവേഴ്സ്. 1 mole E right side, 1 mole E right side. ഒന്നും ചെയ്യണ്ട, അത് അതുപോലെ എഴുതുന്നു +72. അതായത്
second equation reverse ചെയ്ത് second equation കൂടെ add ചെയ്തു. For example, A plus B giving C plus D. മറ്റേത് C plus D giving E. Add ചെയ്യുമ്പോൾ C and D cancels. ബാക്കി A plus B giving E. ആദ്യത്തേത് റിവേഴ്സ് ചെയ്തപ്പോൾ +48 -48 ആയി. രണ്ടാമത്തേതിന് ഒന്നും ചെയ്തില്ല, 72 അതുപോലെ എഴുതി +72. And the answer becomes 24 kilojoule. Therefore, answer is option 2. Next question. Next. In order to decompose 9 grams of water, 122.5 kilojoule of heat is required. Hence, enthalpy of formation of water is. വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എനർജി അബ്സോർബ് ചെയ്തു. അതിൻ്റെ അർത്ഥം വാട്ടർ ഫോം ചെയ്യുമ്പോൾ എനർജി ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ട് ആൻസർ മൈനസ് ആയിരിക്കും. ഇവിടെ 9 ഗ്രാം വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യാൻ ഇത്രയും ഹീറ്റിനെ നമുക്ക് അബ്സോർബ് ചെയ്തു. നിങ്ങൾക്കറിയാം 9 gram water is equal to 9/18, which is half mole. എന്താണ് എൻതാൽപ്പി ഫോർമേഷന്റെ ഡെഫിനിഷൻ? 1 മോൾ വാട്ടർ ഉണ്ടായപ്പോൾ വന്ന എൻതാൽപ്പി ചേഞ്ച്. 9 gram വാട്ടറിന് വേണ്ടി ഹാഫ് മോളിന് വേണ്ടി ഇത്രയും കിലോ ജൂള് അബ്സോർബ് ചെയ്തു. എങ്കിൽ 1 മോൾ വാട്ടർ എന്ന് പറയുന്നത് 18 ഗ്രാം വെള്ളമാണ്. അതിനു വേണ്ടി 142.5 into 2, which is 285 മോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തു. അതിൻ്റെ അർത്ഥം 1 മോൾ വാട്ടർ ഉണ്ടാകുമ്പോൾ ഇത്രയും ജൂൾ എനർജി ലിബറേറ്റ് ചെയ്യും. ആൻസർ ഈസ് -285. വൈ? 9 ഗ്രാം വാട്ടർ ഡീകമ്പോസ് ചെയ്യുവാൻ ഹീറ്റ് അബ്സോർബ് ചെയ്തു. അപ്പോൾ 18 ഗ്രാമിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നത് 285. അപ്പോൾ 18 ഗ്രാം വാട്ടർ ഉണ്ടാകണം. ദാറ്റ് ഈസ് കോൾഡ് 1 മോൾ വാട്ടർ. 1 മോൾ വാട്ടർ ഉണ്ടാകുമ്പോൾ ഇത്രയും ഹീറ്റിനെ പുറത്തു വിടും. -285 കിലോജൂൾ. ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ 2S2 plus O2 gives 2S2O. Delta H is -571. Bond energy of HH is equal to 435 and OO is equal to 498. Then average bond energy of OH bond will be. Equation എഴുതാം. 2HH plus O2 O double bond O giving 2 water molecule. ഇതിന്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് -571. ബോണ്ട് എൻതാൽപ്പി വെച്ചുകൊണ്ടൊരു റിയാക്ഷന്റെ ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ പറയൂ. Sum of the bond enthalpies of the bonds broken in the reactant minus sum of the bond enthalpies of the bonds formed in the product. അപ്പോൾ this is delta H of HH into 2 മോൾ HH ന്റെ ബോണ്ട് പൊട്ടിച്ചു plus delta H of O double bond O minus delta H of OH into 4. Why? ഒരു മോളിക്യൂളിലാണ് രണ്ടും ബോണ്ട്. 2 മോളിലോ 2 ബോണ്ട്. 2 into 2 4 into 4. അതിൽ ഈ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട് -571. ദിസ് ഈസ് -571 എന്ന് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഹൈഡ്രജന്റെ ബോണ്ട് എൻതാൽപ്പി 435 into 2 plus oxygen bond enthalpy 498 minus
delta H OH into 4. ഇവിടെ നിന്ന് ഡെൽറ്റ എച്ച് ഒ എച്ച് ഇൻറ്റു 4 കാണണം. അവിടെ നിന്നും ഒരു OH ബോണ്ടിന്റെ എൻതാൽപ്പി കാണുകയും വേണം. അതിന്റെ ആൻസർ ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ആൻസർ ഈസ് 484. ഒരു കാര്യം മറക്കരുത്, ബോണ്ട് എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവാ. ഒരു ബോണ്ടിനെ പൊട്ടിക്കാൻ കൊടുക്കുന്ന എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി. അതുകൊണ്ട് ആൻസർ ഒരിക്കലും മൈനസ് വരില്ല. ആൻസർ ഓൾവേസ് പോസിറ്റീവ്. Therefore answer is 484. ഇവിടുന്ന് 4 OH ബോണ്ടിന്റെ എനർജിയാണ് കിട്ടുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെൽറ്റ എച്ച് ഒ എച്ചിന്റെ ബോണ്ട് എൻതാൽപ്പി കിട്ടും. Therefore answer is option 1. Next question. Enthalpy of formation of carbon dioxide, carbon monoxide, N2O, NO2 are given. Value of delta H of the following reaction in kilojoule is. The reaction is 2NO2 plus 3CO is N2O plus 3CO2. ഈ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് നമുക്ക് കാണണം. Delta H of any reaction is sum of the enthalpy of formation of all the products minus sum of the enthalpy formation of all the reactants. Therefore, enthalpy of formation of N2O plus enthalpy of formation of CO2 into 3. കാരണം ഇവിടെ 3 മോൾ ഉണ്ട്. ഒരു മോൾ ഉണ്ടാകുമ്പോഴുള്ളതാണ് എൻതാൽപ്പി ഫോർമേഷൻ. സോ എൻതാൽപ്പി ഫോർമേഷൻ ഇൻറ്റു 3 മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NO2 ഇൻറ്റു 2 പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO ഇൻറ്റു 3. എല്ലാവരുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺലി. ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇൻറ്റു 3 ആണ്, ഇവിടെ ഇൻറ്റു 2 ആണ്, ഇവിടെ ഇൻറ്റു 3 ആണ്, ഇവിടെ ഇൻറ്റു 1 ആ. കാരണം ഒരു N2A ഉള്ളൂ, അതുകൊണ്ട് 1 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ -836 is the answer. Next. One gram ice absorbs 335 joule of heat to melt at 0 degrees centigrade. Entropy change will be. അവിടെ entropy change എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. Entropy of fusion ആണ് ചോദ്യം. Delta S fusion is equal to enthalpy of fusion by melting point. Entropy fusion is equal to enthalpy of fusion by melting point. ഇവിടെ ആൻസർ നോക്കിക്കേ. പെർ മോള ഒരു മോൾ വെള്ളം 18 ഗ്രാം ആണ്. Therefore enthalpy of fusion is 335 into 18. Why? 1 ഗ്രാം ഐസ് അബ്സോർബ് ചെയ്ത ഹീറ്റ് ആണ് 335. നമുക്ക് ഒരു മോളിനുള്ളത് കാണണം. ഒരു മോൾ എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. അപ്പോൾ 1 ഗ്രാം വെള്ളത്തിനുള്ളതാണ് 335 എങ്കിൽ 1 മോൾ വെള്ളം 18 ഗ്രാം ആണ്. 18 ഗ്രാം വെള്ളത്തിന് 335 into 18 divided by melting point is 273 Kelvin, whose answer is 22.1 joule per Kelvin per mole. Answer option C. അപ്പോൾ ആകെയുള്ള ഒറ്റ കാര്യം, ഇത് പെർ മോളാണ്, ഇത് 1 ഗ്രാം ആണ്, അത് 18 ഗ്രാം വാട്ടർ ആക്കണം, അതിനെ 318 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Divided by melting point will give you entropy change for fusion. Answer 22.1 joule per Kelvin per mole. Next question. Next. The enthalpy and entropy change of a reaction are given. Delta H is equal to -2.5 into 10 raised to 3. Delta S is given, which is plus 7.4 calories per degree respectively.
Reaction at 298 will be spontaneous ആണോ, reversible ആണോ, irreversible ആണോ, non spontaneous ആണോ എന്നൊക്കെയാണ് question. The delta H is negative, delta S is positive. പിന്നെ വേറൊന്നും നോക്കണ്ട. ഇത് മൈനസും ഇത് പ്ലസും ആണെങ്കിൽ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ഓൾവേസ്. സ്പോണ്ടേനിയസ് ഓൾവേസ്. നമുക്ക് ഈ ടെമ്പറേച്ചർ നോക്കണ്ട, ഏത് ടെമ്പറേച്ചർ എഴുതിയാലും സ്പോണ്ടേനിയസ് ആണ്. റിയാക്ഷൻ വിൽ ബി സ്പോണ്ടേനിയസ്. അപ്പോൾ ഡെൽറ്റ എച്ചിന്റെ സൈനും ഡെൽറ്റ എസിന്റെ സൈനും മാത്രം നോക്കിയാൽ മതി. ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. ആൻസർ ഓപ്ഷൻ 1. Next, next one. Work during expansion of a gas from a volume of 4 dm cube to 6 dm cube, 6 dm cube against a constant external pressure of 3 atmosphere is. dm cube ന് മറ്റൊരു പേരാണ് ലിറ്റർ. What is the work done? Work done is minus P delta V, which is minus pressure 3 atmosphere. 3 atmosphere into change in volume. Final volume minus initial volume. 6 minus 4 atmosphere, which is minus 3 into 2, which is minus 6 liter atmosphere. Answer ജൂളാ. അതുകൊണ്ട് ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ ജൂളാക്കണം. Therefore this is minus 6 into 101.32, whose answer is minus 608 joule. Answer option 2. അപ്പോൾ അവിടെ ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ ജൂളാക്കി മാറ്റണം. ദാറ്റ് ഇസ് ആൻസർ. അങ്ങനെ 45 ഔട്ട് ഓഫ് 45 കറക്റ്റ് ആയവരൊന്ന് കൈപൊക്കിക്കേ. എല്ലാവർക്കും കറക്റ്റ് ആയല്ലോ അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ച പ്രോബ്ലംസ് ആണല്ലോ. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അവർ ടുഡേസ് ഡിസ്കഷൻ. താങ്ക് യു വെരി മച്ച്. ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ബോട്ടണി സിയോട്സ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ക്ലോസ്ലി പാക്ഡ് പാരൻകൈമ സെൽസ് വിച്ച് ആർ റിച്ച് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഫൗണ്ട് ജസ്റ്റ് ബിലോ ദ അപ്പർ എപ്പിഡെർമിസ് ഓഫ് ദ ഡൈക്കോട്ട് ലീഫ്. നമുക്കിവിടെ അറിയാം, ഡൈക്കോട്ട് ലീഫിന് പകരം വേണമെങ്കിൽ ബൈഫേഷ്യൽ ലീഫ് എന്നൊരു ടേം നമുക്ക് ഉപയോഗിക്കാം, അല്ല എങ്കിൽ ഡോസി വെൻട്രൽ ലീഫ് എന്നൊരു ടേം ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ലീഫിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു ഡൈക്കോട്ട് ലീഫിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ തന്നെയാണ് ലീഫ്. അപ്പോൾ നമുക്കറിയാം, വെറുതെ പറഞ്ഞാൽ ലീഫ് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് ലീഫ് തന്നെ ആയിരിക്കും. അപ്പോൾ ഡൈക്കോട്ട് ലീഫിൻ്റെ അനാട്ടമിക്കൽ സെക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ എന്നും, അടുത്തതിനെ നമ്മൾ പറയുന്നത് വാസ്കുലാർ ടിഷ്യൂ എന്നും, അടുത്തതിനെ നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ്. ഓക്കെ, എപ്പിഡെർമൽ ടിഷ്യൂസിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ലോവർ എപ്പിഡെർമിസ് എന്ന് പറയും. ഇതിന് നമുക്ക് അഡാക്സിയൽ അല്ലെങ്കിൽ അബാക്സിയൽ സർഫസ് എന്ന് വേണമെങ്കിൽ ടൈം ഉപയോഗിക്കാം. വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് കൺജോയിൻ്റ് ആണ്, കൊളാറ്ററലാണ്, എൻഡാർച്ചാണ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ദ ലീഫ് ഈസ് കോൾഡ് മീസോഫിൽ. ലീഫിൻ്റെ മാത്രം ഗ്രൗണ്ട് ടിഷ്യൂസിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏതിൽ നോക്കിക്കഴിഞ്ഞാൽ, ഡൈക്കോട്ട് ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഡിഫറൻഷിയേറ്റഡ് ആണെന്ന് പറയാം. ഡൈക്കോട്ട് ലീഫിലാണെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് ആണ്, അതേസമയം മോണോക്കോട്ടിലാണെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് ആണ്. ഈ മീസോഫിൽ എന്ന് പറയുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പാലിസൈഡ് ടിഷ്യൂ ആൻഡ് സ്പോഞ്ചി ടിഷ്യൂ ആണ്. ഇതും നമുക്ക് അറിയാം. മീസോഫിൽ എന്ന് പറയുന്നത് ക്ലോറൻ ഗെയ്മാറ്റസ് ആണെന്നറിയാം, അതുപോലെ തന്നെ അത് ഫോട്ടോസിന്തറ്റിക് ആണെന്ന് നമുക്ക് അറിയാം. അതിന് പുറമെ നമുക്ക് അറിയാം ഡിഫറൻഷിയേറ്റഡ് ആണ്, അത് പാലിസൈഡ് സ്പോഞ്ചി ടിഷ്യൂ എന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക. ഇതിനെ നമ്മൾ അപ്പർ എപ്പിഡെർമിസ് എന്ന് പറയുക, ഇതിനെ നമ്മൾ ലോവർ എപ്പിഡെർമിസ് എന്ന് പറയുന്നു. പിന്നെ വാസ്കുലാർ ടിഷ്യൂ.
ക്ലിയർ അല്ലേ? അപ്പോൾ ബാക്കി ഉള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇവിടെ ലേബൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അനാട്ടമിക് സെക്ഷൻ കാണുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പാലിസൈഡ് എന്ന് പറയുന്നത്. താഴെയായിട്ട് സ്പോഞ്ചിയും കാണും. ഇനി പാലിസൈഡ് സ്പോഞ്ച് നോക്കിക്കഴിഞ്ഞാൽ പാലിസൈഡിൽ ആദ്യം നമ്മൾ പൊസിഷനാണ് പറയുക. നമുക്കറിയാം ഒരു അനാട്ടമിക് സെക്ഷൻ പറയുമ്പോൾ ആദ്യം പൊസിഷൻ പറയുക, പിന്നെ ലെയർ പറയുക, പിന്നെ കോമ്പോസിഷൻ പറയുക, പിന്നെ അറേഞ്ച്മെന്റ് പറയുക, പിന്നെ ഫംഗ്ഷൻ പറയുക. അപ്പോൾ നമ്മൾ ആദ്യം പൊസിഷൻ പറഞ്ഞാൽ നമ്മൾ പറയും പാലിസൈഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ അപ്പർ എപ്പിഡെർമിസ്. ശരിയാണല്ലോ? അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയും ബിറ്റ്വീൻ അപ്പർ എപ്പിഡെർമിസ് ആൻഡ് സ്പോഞ്ചി എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ലോങ് റെക്ടാങ്കിൾ ഷേപ്പാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന ക്ലോസ്ലി പാക്ഡ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന ക്ലോറൻകൈമാറ്റസ് എന്നാണ്, വിത്ത് മോർ ക്ലോറോപ്ലാസ്റ്റ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അതേസമയം സ്പോഞ്ചി ആണെങ്കിൽ നമ്മൾ പറയുന്നത് ജസ്റ്റ് എബവ് ദ ലോവർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ലോവർ എപ്പിഡെർമിസ് ആൻഡ് സ്പോഞ്ചി എന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് എന്നാണ്. അത് ലൂസ്ലി അറേഞ്ച്ഡ് ആണ്, വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ്. അവിടെ ക്ലോറോപ്ലാസ്റ്റ് പ്ലസ് ക്ലോറൻകൈമാറ്റസ് ആണ്, പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഫ്യൂ നമ്പർ ആയിരിക്കും. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആൻഡ് ഫോട്ടോസിന്തസിസ് ആയിരിക്കും നമ്മൾ പറയുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ എപ്പിഡെർമിസ് ഓഫ് ഡൈക്കോട്ട് ലീഫ്, ക്ലോറോപ്ലാസ്റ്റ് ഫൗണ്ട് ഇൻ ജസ്റ്റ് ബിലോ അപ്പർ എപ്പിഡെർമിസ്. അപ്പോൾ ജസ്റ്റ് ബിലോ അപ്പർ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പാലിസൈഡ് തന്നെയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The plant tissue commonly found in fruit walls of nuts and pulp of some fruits like guava, pear, sapota. ശരിയാണല്ലോ? നമുക്ക് അറിയാം സ്ക്ലീറൻകൈമ എന്ന് പറയുന്നതിന് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറൈഡ്സ് എന്ന് പറയുന്നത്. ഫൈബർ എന്ന് പറയുന്നത് ലോങ് ആണ്, ഫൗണ്ടിൻ എന്താ പറയുക? വേരിയസ് പാർട്സ് എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് സ്ക്ലീറൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് സ്പെറിക്കൽ ഷേപ്പ് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തല്ല ഇലോങ്ങേറ്റഡ് സ്പിൻഡിൽ ഷേപ്പ് അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. സ്ക്ലീറൈഡ്സ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. സ്ക്ലീറൈഡ്സ് ഫൗണ്ട് ഇൻ എവിടെയൊക്കെയാണ്? നട്ട്സ് ഓഫ് ഫ്രൂട്ട് വാൾസ്. അതേപോലെ തന്നെ സീഡ് കോട്ട് ഓഫ് ലെഗ്യൂംസ് ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ പൾപ്പ് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ഗുവ, സപ്പോട്ട ആൻഡ് പിയർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്ക്ലീറൈഡ്സ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. നോട്ട് എ ക്യാരക്ടർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. അപ്പോൾ നോട്ട് എ ഫീച്ചർ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡൈക്കോട്ട് സ്റ്റെം ആണ് നമുക്ക് പറയേണ്ടത്. അനാട്ടമിക്കൽ സെക്ഷൻ നമ്മൾ പറഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിനെ നമ്മൾ ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് എപ്പിഡെർമിസ് എന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളതിനെ നമ്മൾ പറയുന്നത് കോർട്ടെക്സ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളതിനെ നമ്മൾ പറയുന്നത് സ്റ്റീൽ എന്നായിരിക്കും. ശരിയല്ലേ? അപ്പോൾ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് നമുക്കറിയാം പൊസിഷൻ പറയുക, ലെയർ പറയുക, കോമ്പോസിഷൻ പറയുക, അറേഞ്ച്മെന്റ് പറയുക, ഫംഗ്ഷൻ പറയുക. അപ്പോൾ എപ്പിഡെർമിസ് എന്ന് പറയുക പൊസിഷൻ പറയുമ്പോൾ അപ്പർ മോസ്റ്റ് ലെയർ ആണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് യൂണിസീറിയേറ്റ് ആണ് അല്ലെങ്കിൽ സിംഗിൾ ലെയർ ആണ്. അത് കഴിഞ്ഞിട്ട് കോമ്പോസിഷൻ എന്ന് പറയുന്നത് പാരൻകൈമ തന്നെയാണ്, അറേഞ്ച്ഡ് ക്ലോസ്ലി പാക്ഡ് ആണ്, വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്, ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. അടുത്ത കോർട്ടെക്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ ഹൈപ്പോഡെർമിസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കോർട്ടിക്കൽ ലെയർ അല്ലെങ്കിൽ ജനറൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ലെയർ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എൻഡോഡെർമിസ് കാണാൻ പറ്റും. ശരിയല്ലേ? സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെരിസൈക്കിൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ വാസ്കുലർ ടിഷ്യൂ ആയിരിക്കും. അത് കഴിഞ്ഞാൽ മെഡുലറി റേസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിത്തായിരിക്കും. ഇത്രയുമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിയാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വാസ്കുലാർ ടിഷ്യൂസിനെ നമ്മൾ എടുത്താൽ നമുക്ക് പറയാം ഇവിടെ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് എന്ത് അറേഞ്ച്ഡ് ആയിരിക്കും? റിംഗ് അറേഞ്ച്ഡ് ആയിരിക്കും എന്നറിയാം. ശരി, അത് കഴിഞ്ഞിട്ട് അത് കൺജോയിൻ്റ് ആണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് കൊളാറ്ററൽ ആണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആണെന്നറിയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽസ്. ഒരിക്കലുമില്ല, റിംഗ് അറേഞ്ച്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ആരുടെ ക്യാരക്ടർ? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടർ. സ്കാറ്റേർഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മോണോകോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ. എങ്കിലും നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. കോളൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് കോളൻകൈമാറ്റസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ കൊളാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ. വാസ്കുലാർ ബണ്ടിൽ ഓപ്പൺ ആണ്, കൊളാറ്ററൽ ആണ്, കൺജോയിൻ്റ് ആണ്, എൻഡാർച്ച് ആണ്. ഇത്രയും നമുക്ക് അറിയാം. എൻഡോഡെർമൽ സെൽസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ്. എൻഡോഡെർമൽ സെൽസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്രൗണ്ട് ടിഷ്യൂ.
വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അറിയാലോ, നോട്ട് ആയിരിക്കും നമ്മൾ എപ്പോഴും അണ്ടർലൈൻ ചെയ്യുക. എപ്പിഡെർമൽ ടിഷ്യൂ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് വാസ്കുലാർ ടിഷ്യൂ എന്നാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഗ്രൗണ്ട് ടിഷ്യൂ എന്ന്. എപ്പിഡെർമൽ ടിഷ്യൂസിനകത്ത് എപ്പിഡെർമിസ് മാത്രമാണ് വരിക, അതേസമയം വാസ്കുലാർ ടിഷ്യൂസിനകത്ത് വരുന്നത് വാസ്കുലാർ ബണ്ടിൽസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം വരുന്നത് ഏതിനകത്താണെന്ന് നമുക്ക് അറിയാം, ഗ്രൗണ്ട് ടിഷ്യൂവിനകത്താണ് വരുന്നതെന്ന് പറയാം. വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈലവും ഫ്ലോയവും ആയിരിക്കും വരിക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം എപ്പിഡെർമിസ് വരും, അത് കഴിഞ്ഞിട്ട് സ്റ്റോമ വരും, അത് കഴിഞ്ഞിട്ട് ഗാർഡ് സെല്ല് വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൻഡേജസിലേക്ക് റൂട്ട് ഹെയർ അല്ലെങ്കിൽ ട്രൈക്കോംസ് വരും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എപ്പിഡെർമൽ ടിഷ്യൂസിനകത്ത് ഉൾപ്പെടുത്താം. വാസ്കുലാർ ടിഷ്യൂസിന് സൈലവും ഫ്ലോയവും നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ് വരിക. അവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് വരുന്നത് കോർട്ടെക്സ് ഫുള്ള് വരും, ശരിയല്ലേ. പിന്നെ നമുക്ക് പറയുന്ന വാസ്കുലാർ ടിഷ്യൂ വരത്തില്ല, അപ്പോൾ പെരിസൈക്കിൾ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് മെഡുലറി റേസ് എന്നോ അല്ലെങ്കിൽ കൺജക്റ്റീവ് ടിഷ്യൂ എന്നോ പറയാം. പിന്നെ വേണമെങ്കിൽ പിത്ത് ഉൾപ്പെടുത്താം. ഇത്രയും ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തി എടുക്കാൻ പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഗ്രൗണ്ട് ടിഷ്യൂസിൽ വരാത്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പിത്ത് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പെരിസൈക്കിൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കോർട്ടെക്സ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്ലോയമാണ്. ഫ്ലോയം എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? വാസ്കുലാർ ടിഷ്യൂസിൽ വരുന്നതാണ്, ഒരിക്കലും എവിടെ വരുന്നതല്ല, ഗ്രൗണ്ട് ടിഷ്യൂസിൽ വരുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള ഫ്ലോയം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അറ്റ് മെച്യൂരിറ്റി സീവിഡ് ട്യൂബ് ഡു നോട്ട് പൊസസ്. നമുക്കറിയാം മെച്യൂർ സീവിഡ് ട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസ് കാണത്തില്ല. അപ്പോൾ ആ സീവിഡ് ട്യൂബിൻ്റെ മെറ്റബോളിക് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ അവിടെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ആ സീവിഡ് ട്യൂബിനോട് ചേർന്നിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പാനിയൻ സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? ഈ പറയുന്ന മെച്യൂർ സീവിഡ് ട്യൂബിൻ്റെ മെറ്റബോളിക് പ്രോസസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് അത് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് മെച്യൂർ സീവിഡ് ട്യൂബിനകത്ത് മെച്യൂർ സീവിഡ് ട്യൂബ് എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അനിമൽ സെല്ലിലൂടെ കണക്ട് ചെയ്ത് പറയാറുണ്ട്. മെച്യൂർ RBCയും അതേപോലെ തന്നെ പ്ലാന്റ്സിനകത്താണ് മെച്യൂർ സീവിഡ് ട്യൂബിനകത്തും ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യങ്ങൾ മൊത്തം അല്ലെങ്കിൽ അയാളുടെ മെറ്റബോളിക് പ്രോസസ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ആര് തന്നെയാണ്? കമ്പാനിയൻ സെല്ലിൻ്റെ ന്യൂക്ലിയസ് തന്നെയാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് തന്നെയാണ്. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കാം. കൺജോയിന്റ് കൊളാറ്ററൽ ആൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് വിത്ത് എൻഡാർച്ച് സൈലം ഈസ് പ്രസന്റ് ഇൻ സ്റ്റെം ഓഫ്. ഓക്കെ, നമുക്കറിയാം സ്റ്റെമ്മിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റെം എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് ഉറപ്പായി. അപ്പോൾ നമുക്ക് ആ സ്റ്റെമ്മിനെ എടുത്താൽ നമുക്ക് പറയാം ഡൈക്കോട്ട് സ്റ്റെം ഉണ്ട്, മോണോക്കോട്ട് സ്റ്റെം ഉണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ വാസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറയാം വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്ന കൺജോയിന്റ് ആണ്. ശരി തന്നെയാണ്. അത് മോണോക്കോട്ട് എടുത്താലും കൺജോയിന്റ് തന്നെയാണ്. ഇനി ഡൈക്കോട്ട് എന്ന് പറയുന്നത് കൊളാറ്ററലാണ്, മോണോക്കോട്ടം കൊളാറ്ററൽ തന്നെയാണ്. ഇവിടെ ഓപ്പൺ ആണ്, മീൻസ് വാസ്കുലാർ ക്യാമ്പിയം അല്ലെങ്കിൽ നമുക്ക് അറിയാം പ്രസൻ്റ് ആണെന്ന് അറിയാം, ക്യാമ്പിയം പ്രസൻ്റ് ആണെന്ന് അറിയാം. ഇവിടെ പക്ഷേ നമ്മൾ പറയുന്നുണ്ട് ക്ലോസ്ഡ് ആണ്. ഇയാൾ എൻഡാർച്ച് നേച്ചറാണ് കാണിക്കുന്നത്, ഇയാളും എൻഡാർച്ച് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? കൺജോയിന്റ് കൊളാറ്ററൽ ഓപ്പൺ. അപ്പോൾ നമുക്ക് ഓപ്പൺ മാത്രമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഓപ്പൺ എന്ന് പറയുന്നത് ഡൈക്കോട്ടിൻ്റെ ക്യാരക്ടർ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷൻസ് ആണുള്ളത്. റൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് റൈസ് എന്ന് പറയുന്ന മോണോക്കോട്ടാണ്. സെക്കൻഡ് ഓപ്ഷൻ മെയ്സ് എന്ന് പറയുന്നത് മോണോക്കോട്ടാണ്. വീറ്റ് എന്ന് പറയുന്നത് മോണോക്കോട്ടാണ്. സൺഫ്ലവർ എന്ന് പറയുന്നത് ഡൈക്കോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സൺഫ്ലവർ. ഓക്കെ, ദ സ്റ്റീൽ ഇൻക്ലൂഡ്സ് സ്റ്റീൽ. നമ്മൾ എടുത്താൽ ടിഷ്യൂ സിസ്റ്റം പറയുമ്പോഴത്തേക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിനതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിനാണ് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും പറയുക. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പിഡെർമിസ് കാണാൻ പറ്റുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കോർട്ടെക്സ്, അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ. ശരി, എപ്പിഡെർമിസ് മാത്രമാണ്. കോർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോഡെർമിസ് പറയാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് കോർട്ടിക്കൽ ലെയർ ഓർ ജനറൽ കോർട്ടെക്സ് എന്ന് പറയാം. അടുത്ത എൻഡോഡെർമിസ്. ഇനി സ്റ്റീലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പെരിസൈക്കിൾ കാണാൻ പറ്റുന്നുണ്ടാവും, അത് കഴിഞ്ഞിട്ട് വാസ്കുലാർ ടിഷ്യൂ കാണാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് മെഡുലറി റേസ് ആരാണെങ്കിൽ സ്റ്റെം ആണെങ്കിൽ,
അതല്ല റൂട്ടാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. എങ്കിൽ ഇവിടെ ഇത് മാറ്റം വരും. റൂട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ ഔട്ടർ എപ്പിഡെർമിസ് അല്ലെങ്കിൽ അപ്പർ എന്താ പറയുക, കോർട്ടെക്സിൻ്റെ അപ്പർ ലെയർ, ലോവർ ലെയർ എന്നൊക്കെ ആയിരിക്കും പറയുക, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇന്നർ മോസ്റ്റ് എന്നൊക്കെ ആയിരിക്കും പറയുക. ഓക്കെ. പിന്നെ പറയാൻ പറ്റുന്നത് പിത്താണ്. ഇത്രയുമാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ റൂട്ടെന്നോ സ്റ്റെമെന്നൊന്നും പറയുന്നില്ല, സ്റ്റീൽ ഇൻക്ലൂഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, വാസ്കുലാർ ടിഷ്യൂ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത്. ഒരിക്കലും വാസ്കുലാർ ബണ്ടിൽസ് അതേപോലെ തന്നെ നമുക്ക് എന്ത് പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത് പറയുന്നുണ്ട്. വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത്, എൻഡോഡെർമിസ് പറയുന്നുണ്ട്, പെരിസൈക്കിൾ, പിത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റീലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ എൻഡോഡെർമിസ് ഒരിക്കലും സ്റ്റീലിൻ്റെ പാർട്ട് അല്ല. എൻഡോഡെർമിസ് ഇസ് എ പാർട്ട് ഓഫ് കോർട്ടെക്സ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത്, സെക്കൻഡ് ഓപ്ഷൻ ശരി തന്നെയാണ്. തേർഡ് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ വാസ്കുലാർ ബണ്ടിൽസ്, പിത്ത്, എൻഡോഡെർമിസ് ഒരിക്കലും വരുന്നില്ല. നാലാമത്തെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ പെരിസൈക്കിൾ ആൻഡ് പിത്ത്. പെരിസൈക്കിളും പിത്തും വേണമെങ്കിൽ നമുക്ക് പറയാം സ്റ്റീലിൻ്റെ പാർട്ട് തന്നെയാണ്. പക്ഷേ പെരിസൈക്കിൾ, വാസ്കുലാർ ബണ്ടിൽസ്, പിത്തുള്ളത് കൊണ്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ സെക്ഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. പിന്നെ റൂട്ടാണോ സ്റ്റെമ്മാണോ എന്ന് പറയുന്നു, റൂട്ടാണോ സ്റ്റെമ്മാണോ ലീഫാണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ഡൈക്കോട്ട്, മോണോക്കോട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മാറി ചിന്തിക്കണം. അതായത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അനാട്ടമിക് സെക്ഷൻ നമുക്ക് പറയാനറിയാം, മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ നമുക്ക് പറയാനറിയാം, ഡൈക്കോട്ട് റൂട്ട് പറയാനറിയാം, മോണോക്കോട്ട് റൂട്ട് പറയാനറിയാം, ഡൈക്കോട്ട് ലീഫ് പറയാനറിയാം, മോണോക്കോട്ട് ലീഫ് പറയാനറിയാം. ഇങ്ങനെ 6 അനാട്ടമിക് സെക്ഷൻ സെപ്പറേറ്റ് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ. പിന്നെ ബൈഫേഷ്യൽ ലീഫ്, ദ പ്രോട്ടോസൈലം ഫേസസ് ടുവേഴ്സ്. ഇത് ഡൈക്കോട്ട് ലീഫിൻ്റെ ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഡൈക്കോട്ട് ലീഫാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇതിനെ നമ്മൾ പറയുന്നത് അപ്പർ എപ്പിഡെർമിസ് എന്നാണ്, ഇതിനെ നമ്മൾ പറയുന്നത് ലോവർ എപ്പിഡെർമിസ് എന്നാണ്. ഇനി ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോട്ടോസൈലം മെറ്റാസൈലത്തിൻ്റെ പൊസിഷനാണ്. അപ്പോൾ പ്രോട്ടോസൈലം അറിയണമെങ്കിൽ, പ്രോട്ടോസൈലം മെറ്റാസൈലം പൊസിഷൻ അറിയണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് അവിടുത്തെ നേച്ചർ ഓഫ് സൈലമാണ്. നേച്ചർ ഓഫ് സൈലം പറയണമെങ്കിൽ നമുക്ക് പറയാം ലീഫ് ആണെങ്കിൽ അത് എൻഡാർച്ച് ആയിരിക്കും. എൻഡാർച്ച് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് മെറ്റാസൈലം സീൻ ടുവേഴ്സ് ദ പെരിഫറി എന്ന് വരണം. ശരിയല്ലേ? പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ സെൻറ്റർ. അപ്പോൾ പ്രോട്ടോസൈലത്തിനെ നമ്മൾ വരയ്ക്കുന്നു, പ്രോട്ടോസൈലത്തിനെ സെൻറ്ററിലോട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു, ചെറുതായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ പ്രോട്ടോസൈലം, ഇതിനെ നമുക്ക് പ്രോട്ടോസൈലം എന്ന് ലേബൽ ചെയ്യാം, ഇതിനെ നമുക്ക് മെറ്റാസൈലം എന്ന് ലേബൽ ചെയ്യാം. അപ്പോൾ പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ സെൻറ്റർ. ഇവിടെ വാസ്കുലാർ ടിഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സെൻറ്ററായിട്ട് നമ്മൾ അല്ലെങ്കിൽ സെൻറ്ററായിട്ട് ചെയ്യും. ഇതിനെ മെറ്റാസൈലത്തിനെ നമ്മൾ ഔട്ടറായിട്ടും ലേബൽ ചെയ്യും. ശരിയല്ലേ? പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് മെറ്റാസൈലം സീൻ ടുവേഴ്സ് ദ പെരിഫറി. ദാറ്റ് ഈസ് കാൾഡ് എൻഡാർച്ച് നേച്ചർ. എൻഡാർച്ചിനകത്ത് പറയുമ്പോഴത്തേക്ക് പ്രോട്ടോസൈലം എന്ന് പറയുന്നത് മെറ്റാസൈലം എന്ന്. പ്രോട്ടോസൈലം എങ്ങനെ കാണണം? പ്രോട്ടോസൈലത്തിനെ നമുക്ക് എവിടെ കാണണം? സെൻറ്ററിൽ കാണണം. മെറ്റാസൈലത്തിനെ നമുക്ക് പെരിഫറിയിലും കാണണം. ഓക്കെ. ഇനി നമുക്കറിയാവുന്ന ലീഫിൻ്റെ കേസിനകത്ത് ലോവർ എപ്പിഡെർമിസിനെ വേണം നമ്മൾ എപ്പോഴും ആരായിട്ട് കാണേണ്ടത്? പെരിഫറി ആയിട്ട് കാണേണ്ടത്. ലോവർ എപ്പിഡെർമിസിനെ പെരിഫറി ആയിട്ട് കാണണം. അപ്പോൾ നമുക്ക് പറയാം മെറ്റാസൈലം കാണപ്പെടുന്നത് ലോവർ എപ്പിഡെർമിസിന് നേരെയായിരിക്കും, പ്രോട്ടോസൈലം കാണപ്പെടുന്നത് അപ്പർ എപ്പിഡെർമിസിന് നേരെയും ആയിരിക്കും എന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ അപ്പർ എപ്പിഡെർമിസ്. ക്ലിയർ ആണല്ലോ? അത് എൻഡാർച്ച് എന്തെന്ന് പഠിക്കുക. അതിനുശേഷം ലീഫിനകത്ത് ലോവർ എപ്പിഡെർമിസിനെ വേണം നമ്മളെപ്പോഴും പെരിഫറി ആയിട്ട് കാണേണ്ടതും അപ്പർ എപ്പിഡെർമിസിനെ സെൻറ്ററായിട്ടും കാണപ്പെടണം. മനസ്സിലാവുന്നുള്ളൂ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടോസൈലം സീൻ ടുവേഴ്സ് ദ ഇവിടെ കാണാം അപ്പർ എപ്പിഡെർമിസിലോട്ടാണെന്ന് കാണാൻ പറ്റും. അപ്പർ എപ്പിഡെർമിസ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ അപ്പർ എപ്പിഡെർമിസ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ നോക്കിയാൽ ലെൻറ്റിസെൽസ് ഡെവലപ്സ് ഇൻ ലെൻറ്റിസെൽസ്. നമുക്ക് അറിയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് സ്റ്റോമ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ, അടുത്ത ലെൻറ്റിസെൽസ്. ശരിയല്ലേ? ഒരു പ്രൈമറി സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഗ്രീനിഷ് പ്ലാന്റ് ബോഡിയുടെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന മൈന്യൂട്ട് ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡറി സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്ന ഔട്ടർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ് ആയിട്ടുള്ള ഫെല്ലത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കോർക്കിൽ കാണപ്പെടുന്ന മൈന്യൂട്ടിൽ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ലെൻറ്റിസെൽസ്. രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം ബോയൻസി ഉണ്ട്, ഗട്ടേഷൻ ഉണ്ട്, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഉണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ട്. ശരി. ബോയൻസി എന്ന് പറയുന്ന എയറൻഗൈമ എന്ന് പറയുന്ന ടിഷ്യൂസിൻ്റെ ക്യാരക്ടറാണ് നമുക്കറിയാം. ഗട്ടേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് വാട്ടർ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചില മോണോക്കോട്ട് ലീഫിൻ്റെ സൈലം എൻഡ് ചെയ്യുന്ന ടിപ്പിൽ കാണപ്പെടുന്ന ഹൈഡത്തോടെന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പണിങ്ങിൻ്റെ ക്യാരക്ടറാണ് നമുക്കറിയാം.
ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സ്ട്രൊമാറ്റയുടെയും അതേപോലെ തന്നെ ലെൻറ്റിസെൽസിൻ്റെയും ക്യാരക്ടറാണെന്ന് നമുക്കറിയാം. മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് കോളൻകൈമയുടെയും സ്ക്ലെറൻകൈമയുടെയും ക്യാരക്ടറാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് തന്നെയാണ്. Okay. Question number 10. In monocotyl stem, vascular bundles are. Monocotyl stem vascular bundles are. അപ്പോൾ നമുക്ക് സ്റ്റെം തന്നെ നോക്കാം. സ്റ്റെമ്മിനകത്ത് നമുക്ക് ഡൈക്കോട്ടും എടുക്കാം, മോണോക്കോട്ടും എടുക്കാം. ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം റിംഗ് അറേഞ്ച്ഡ് ആണ്. ഇവിടെ സ്കാറ്റേഡ് ആണ്. ശരിയല്ലേ? ഇവിടെ ലാർജ് എന്ന് പറയുന്നുണ്ട്, ഇവിടെ ന്യൂമറസ് എന്ന് പറയുന്നത് സ്കാറ്റേഡ് ആണ്. സ്കാറ്റേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്മാളർ ഇൻ പെരിഫറി ആൻഡ് ലാർജർ ഇൻ സെൻറ്റർ. ഇങ്ങനെ നമുക്ക് ഫിഗറിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഇത് കൺജോയിൻ്റ് ആണ്, ഇവിടെയും കൺജോയിൻ്റ് ആണ്, ഇത് കൊളാട്രലാണ്, ഇതും കൊളാട്രലാണ്, ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് എൻഡാർച്ചാണ്, ഇതും എൻഡാർച്ചാണ്. പിന്നെ സൈലം എന്ന് പറയുന്നത് പോളിഗണൽ ഓർ ഹെക്സഗണൽ ഷേപ്പാണ്. ഇവിടെ സൈലം എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പാണ് എന്ന് നമുക്ക് അറിയാം. പിന്നെ പ്രോട്ടോസൈലം ലൈക്വിന ഇവിടെ പ്രസൻ്റ് ആണ്, ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ പറയുക. നമുക്ക് ഇവിടെ നോക്കാം അറേഞ്ച്ഡ് ഇൻ റിംഗ്. അറേഞ്ച്ഡ് ഇൻ റിംഗ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറാണ് നമുക്കറിയാം. ന്യൂമറസ് ആൻഡ് സ്കാറ്റേഡ് എന്ന് പറയുന്നത് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറാണെന്ന് നമുക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ഹാവിങ് ബണ്ടിൽ ക്യാപ്പ്. ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയുന്നത് സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയുന്നത് ഡൈക്കോട്ടിൻ്റെ ക്യാരക്ടറാണ്. ഇവിടെ ബണ്ടിൽ ഷീത്താണ് ക്യാരക്ടർ. രണ്ടും സ്ക്ലീറൻകൈമ തന്നെയാണ്. ഹാവിങ് ക്യാമ്പിയം. ക്യാമ്പിയം ഉണ്ടെങ്കിൽ നമ്മളതിനെ പറയുക ഓപ്പൺ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള ന്യൂമറസ് ആൻഡ് സ്കാറ്റേഡ് വാസ്കുലർ ബണ്ടിൽസ്, സ്മാളർ ഇൻ പെരിഫറി ആൻഡ് ലാർജർ ഇൻ സെൻറ്റർലി അറേഞ്ച്ഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെരിസ്റ്റം. മെരിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ അല്ലാത്തത്. മെരിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു പ്ലാന്റ് ടിഷ്യൂസിനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മെരിസ്റ്റം എന്നും ബാക്കിയുള്ളതിനെ നമ്മൾ പറയുന്ന പെർമനന്റ് ടിഷ്യൂ എന്നാണ്. മെരിസ്റ്റത്തിനെ നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദി ഒറിജിനൽ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ പൊസിഷൻ എന്ന് പറയുന്നത്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫോർത്ത് വൺ എന്ന് പറയുന്ന പ്ലെയിൻ ഓഫ് ഡിവിഷൻ. ഒറിജിനൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന പ്രോമെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം ആൻഡ് സെക്കൻഡറി മെരിസ്റ്റം കിട്ടും. പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം കിട്ടും. ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോഡോയം, പ്രോക്യാമ്പിയം ആൻഡ് ഗ്രൗണ്ട് മെരിസ്റ്റം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് അതിൻ്റെ ഡിവിഷൻ, പ്ലെയിൻ ഓഫ് ഡിവിഷനാണ് നോക്കുന്നതെങ്കിൽ റിബുണ്ട്, പ്ലേറ്റ് മെരിസ്റ്റം ഉണ്ട്, മാസ് മെരിസ്റ്റം ഉണ്ട്. ഇനി പെർമനന്റ് ടിഷ്യൂസിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടുക സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ കിട്ടുന്നുണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ കിട്ടുന്നുണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ കിട്ടുന്നതാണ് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. പാരൻകൈമ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ക്ലോറൻകൈമ, എയറൻകൈമ, പ്രോസൻകൈമ തിരിക്കാം. ഇവിടെ ആംഗുലാർ, ലാക്കുലാർ ആൻഡ് ലാമെല്ലാർ എന്ന് വേണമെങ്കിൽ തിരിക്കാം. ഇവിടെ ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറൈഡ്സ് എന്ന് തിരിക്കാം. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് സൈലം പിന്നെ ഫ്ലോയമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ടൈപ്പ് സെൽസിനെ കാണാം. സോ ഇറ്റ് ഇസ് കാൾഡ് കോംപ്ലക്സ്. ഇത് ഹോമോജീനസ് ആണ്, ഇത് ഹെട്രോജീനസ് ആണ്. ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം ഇവിടെയാണെങ്കിൽ സൈലത്തിനകത്താണെങ്കിൽ ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, സൈലം പാരൻകൈമയുണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് CV ട്യൂബ് കാണാൻ പറ്റും, കമ്പാനിയൻ സെൽ കാണാൻ പറ്റും, ഫ്ലോയം പാരൻകൈമ കാണാൻ പറ്റും, ഫ്ലോയം ഫൈബേഴ്സ് കാണാൻ പറ്റും. ശരിയല്ലേ? ഇനി നമുക്ക് ഇവിടെ വേണ്ടത് മെരിസ്റ്റത്തിൻ്റെ ക്യാരക്ടറാണ്. മെരിസ്റ്റം എന്ന് പറയുന്നത് ന്യൂലി ഫോംഡ് സെൽസ് ആണെന്ന് അറിയാം. സ്മാൾ ഇൻ സൈസ് ആണ്, തിൻ സെല്ലുലോസിക് സെൽവാണ്, ക്ലോസ്ലി പാക്ഡ്, വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ്, ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ അബണ്ടന്റ് സൈറ്റോപ്ലാസം ആൻഡ് പ്രോമിനന്റ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്, അല്ലെങ്കിൽ ആക്റ്റീവ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ഇറ്റ് ഇസ് എ സെൽ ഡിവിഷൻ കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് കാൾഡ് മെരിസ്റ്റമാറ്റിക് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് റിസർവ് ഫുഡ് അവിടെ ആബ്സെന്റ് ആണ്, വാക്യൂള് ആബ്സെന്റ് ആണ്. ഇഫ് പ്രസന്റ് ആണെങ്കിൽ വളരെ സ്മാളും ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം. ശരിയല്ലേ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രസൻസ് ഓഫ് ഇന്റർസെല്ലുലാർ സ്പേസ്. തെറ്റാണ്. നമുക്കറിയാം മെരിസ്റ്റം എന്ന് പറയുന്നത് പാരൻകൈമയാണ്, മൾട്ടി ലെയർ ആണ്, തിൻ സെല്ലുലോസിക് സെൽവാണ്, അത് ക്ലോസ്ലി പാക്ഡ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റോങ് തന്നെയാണ്. പ്രസൻസ് ഓഫ് പ്രോമിനന്റ് ന്യൂക്ലിയസ് ആൻഡ് ആക്റ്റീവ് ന്യൂക്ലിയസ് ശരി തന്നെയാണ്. ആബ്സെൻസ് ഓഫ് വാക്യൂൾ, റിസർവ് ഫുഡും ആബ്സെൻസ് ആണ്. പ്രസൻസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ്, ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓർ സൈറ്റോപ്ലാസം പ്രസന്റ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ, ഗിവ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ components with reference to their arrangement of outer to inner side of the woody dicot stem. വുഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം അതൊരു സെക്കൻഡറി സ്ട്രക്ചറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വുഡ്, ബാസ്റ്റ് എന്നൊക്കെ പറയുന്നത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സെക്കൻഡറി സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും പേരുകളാണ് നമുക്കറിയാം. അപ്പോൾ വുഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്ട്രക്ചറാണ് പറയുന്നതെന്ന് അറിയാം. അപ്പോൾ നമുക്കൊരു ഡൈക്കോട്ട് സ്റ്റെം തന്നെ നമുക്ക് നോക്കാം.
ഡൈക്കോട്ട് സ്റ്റെമ്മിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രൈമറി സ്ട്രക്ചറും ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചറും ഉണ്ട്. പ്രൈമറി മീൻസ് ബിഫോർ സെക്കൻഡറി ഗ്രോത്ത്, സെക്കൻഡറി സ്ട്രക്ചർ മീൻസ് ആഫ്റ്റർ സെക്കൻഡറി. അപ്പോൾ നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുറമേ കാണപ്പെടുന്നത് എപ്പിഡെർമിസ് ആണ്. അത് കഴിഞ്ഞിട്ട് കാണപ്പെടുന്നത് ഹൈപ്പോഡെർമിസ് ആണ്. അത് കഴിഞ്ഞിട്ട് കോർട്ടിക്കൽ ലെയർ അല്ലെങ്കിൽ ജനറൽ കോർട്ടെക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എൻഡോഡെർമിസ് ആണ്. അത് കഴിഞ്ഞിട്ട് പെരിസൈക്കിൾ ആണ്. അത് കഴിഞ്ഞിട്ട് വാസ്കുലാർ ടിഷ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് മെഡുലറി റീസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിത്താണ്. ഇതാണ് നമുക്ക് ഒരു പ്രൈമറി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക. ഇനി സെക്കൻഡറി സ്ട്രക്ചർ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫെല്ലം ഓർ കോർക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫെലോജൻ ഓർ കോർക്ക് ക്യാമ്പിയം കാണാൻ പറ്റും. ശരി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഫെലോഡോം ഓർ സെക്കൻഡറി കോർട്ടെക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് പ്രൈമറി ഫ്ലോയം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഫ്ലോയം, അത് കഴിഞ്ഞിട്ട് വാസ്കുലാർ ടിഷ്യൂ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി സൈലം, അത് കഴിഞ്ഞിട്ട് പ്രൈമറി സൈലം. ഇതിനിടയിലൂടെ നമുക്ക് സെക്കൻഡറി മെഡുലറി റേസിനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റെഡ്യൂസ്ഡ് പിത്ത്. ചിലപ്പോൾ ആബ്സെൻ്റ് ആവാം, ചിലപ്പോൾ പ്രസൻ്റ് ആവാം. ഇതായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചറിനെ നമുക്ക് ഔട്ടർ ടു ഇന്നറിലോട്ടാണ് പറയുക, അല്ലെങ്കിൽ പെരിഫറി ടു സെൻറ്ററിലോട്ടാണ് പറയുക. അപ്പോൾ ഇവിടെ ഫെല്ലം ഉണ്ട്. അപ്പോൾ ഫെല്ലം ഏറ്റവും പുറമേ തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വുഡുണ്ട്, സെക്കൻഡറി സൈലമുണ്ട്, പിന്നെ സെക്കൻഡറി ഫ്ലോയമുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി കോർട്ടെക്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 1, 3 വരുന്നുണ്ട്. ശരിയല്ലേ? പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ഫ്ലോയം കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡറി ഫ്ലോയം എന്ന് പറയുന്നത് 4th ഓപ്ഷൻ. അടുത്തത് നമുക്ക് പിന്നെ അതിനകത്ത് കൊണ്ടുവരുന്നത് വുഡാണ്. വുഡ് എന്ന് പറയുന്നത് സെക്കൻഡറി സൈലത്തിൻ്റെ വേറൊരു പേരാണ് വുഡ്. സെക്കൻഡറി ഫ്ലോയത്തിൻ്റെ വേറൊരു പേരാണ് ബാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ 2 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. അപ്പോൾ പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും പറയുക, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഓർഡറിലാക്കി മാറ്റുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 13. പോളിയാർക്ക് കണ്ടീഷൻസ് ഈസ് ഫൗണ്ട് ഇൻ. നമുക്ക് അറിയാം എന്താണ് പറയുന്നത്? വാസ്കുലാർ ബണ്ടിൽസ് അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ. വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നതിനെ, ശരിയാണല്ലോ, നമ്മൾ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? കൺജോയിൻ്റ് എന്നും പിന്നെ റേഡിയൽ എന്നുമാണ്. കൺജോയിൻ്റ്, റേഡിയൽ. കൺജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഇൻ സെയിം ബണ്ടിൽ എന്ന് പറയാം, അല്ലെങ്കിൽ സെയിം പാച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ സെയിം റേഡിയസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഇൻ ഡിഫറൻറ്റ് ബണ്ടിൽ എന്നോ പാച്ച് എന്നോ അല്ലെങ്കിൽ റേഡിയസ് എന്നോ പറയാം. പിന്നെ നമ്മൾ പറയുന്നുണ്ട് സൈലം ആൻഡ് ഫ്ലോയം ആർ ഈക്വൽ ഇൻ നമ്പർ ആൾട്ടർനേറ്റ്ലി അറേഞ്ച്ഡ്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ റേഡിയൽ എന്ന് പറയുക, റൂട്ടിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൈലവും ഫ്ലോയവും സെപ്പറേറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ റേഡിയൽ എന്ന് പറയുക, അതിനാണ് നമ്മൾ റൂട്ടിൻ്റെ ക്യാരക്ടർ എന്ന് പറയുക. ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡൈക്കോട്ട് റൂട്ട് എടുക്കുന്നു, അതേപോലെ തന്നെ മോണോക്കോട്ട് റൂട്ട് എടുക്കുന്നു. ഡൈക്കോട്ട് റൂട്ട് എടുത്താൽ നമ്മൾ പറയും വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻ നമ്പർ ആണ്. ആ ലിമിറ്റഡ് ഇൻ നമ്പർ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് 2 to 4 or 6. 2 ആണെങ്കിൽ ഡയാർക്ക് എന്നും, 3 ആണെങ്കിൽ ട്രയാർക്ക്, ടെട്രാർക്ക്, പെൻറ്റാർക്ക്, ഹെക്സാർക്ക് എന്ന് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് ന്യൂമറസ് ആണ്, മോർ ദാൻ 6 ആണ്. ദാറ്റ് ഇസ് കാൾഡ് പോളിയാർക്ക്. ശരി, പോളിയാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആരുടെ മോണോക്കോട്ട് റൂട്ടിൻ്റെ ക്യാരക്ടർ ആണെന്ന് പറയാം. കണ്ടീഷൻ പോളിയാർക്ക് കണ്ടീഷൻ ഈസ് ദ ക്യാരക്ടർ ഓഫ് മോണോക്കോട്ട് റൂട്ട്. 2 to 6 or 4 ഡയാർക്ക് ടു ഹെക്സാർക്ക് ഓർ ടെട്രാർക്ക് എന്ന് പറയുന്ന ഡൈക്കോട്ട് റൂട്ടിൻ്റെ ക്യാരക്ടറാണ്. സോ ആൻസർ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ, മോണോക്കോട്ട് റൂട്ട്. ക്ലിയർ? നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെഡ് സെൽസ്? ഡെഡ് സെൽ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ പാരൻ ഗെയിമ കാണുന്നുണ്ട്, കോളൻ ഗെയിമ കാണുന്നുണ്ട്, സ്ക്ലീറൻ ഗെയിമ കാണുന്നുണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് പിന്നെ വാസ്കുലാർ ടിഷ്യൂ ഉണ്ട്, സൈലമുണ്ട്, ഫ്ലോയമുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, സൈലം പാരൻ ഗെയിമയുണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീവി ട്യൂബ് ഉണ്ട്, കമ്പാനിയൻ സെല്ലുണ്ട്, ഫ്ലോയം പാരൻ ഗെയിമയുണ്ട്, ഫ്ലോയം ഫൈബേഴ്സ് ഉണ്ട്. ശരിയല്ലേ? ഇവിടെ നമുക്ക് സ്ക്ലീറൈഡ്സ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്.
ശരിയാണല്ലോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്ലോറൻ ഗെയിമ കൊണ്ടുവരാം, പിന്നെ എയ്റൻ ഗെയിമ കൊണ്ടുവരാം, പ്രോസൻ ഗെയിമ കൊണ്ടുവരാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആംഗുലാർ കോളൻ ഗെയിമ, ലാക്യുനാർ കോളൻ ഗെയിമ ആൻഡ് ലാമെല്ലാർ കോളൻ ഗെയിമ, ഇത്രയും കൊണ്ടുവരാം. ഇതിൽ ഇയാളെന്ന് പറയുന്നത് ലിവിങ് ആണ്, നമുക്കറിയാം. കോളൻ ഗെയിമ ലിവിങ് ആണ്, ഇത് ഡെഡ് ആണ്. ഓക്കെ, ഇനി സൈലം എന്ന് പറയുന്നത് ഡെഡ് ആണ്, ഫ്ലോയം എന്ന് പറയുന്നത് ലിവിങ് ആണ്. പക്ഷേ സൈലത്തിനകത്ത് സൈലം പാരൻ ഗെയിമ എന്ന് പറയുന്നത് ലിവിങ് ആണ്. ഫ്ലോയത്തിനകത്ത് ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഡെഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മെജോറിറ്റി സൈലത്തിനകത്ത് ഡെഡ് ആയതുകൊണ്ട് സൈലത്തിനെ കോമൺ ആയിട്ട് നമ്മൾ ഡെഡ് എന്നും, മെജോറിറ്റി ഫ്ലോയത്തിനകത്ത് ലിവിങ് ആയതുകൊണ്ട് ഫ്ലോയത്തിനെ നമ്മൾ ലിവിങ് എന്നും പറയും. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ശരിയാണല്ലോ. അതിനുശേഷം നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫെല്ലം ഓർ കോർക്ക്. ഫെല്ലം ഓർ കോർക്ക് എന്ന് പറയുന്നത് ഡെഡ് ആണ്, നമുക്കറിയാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഡെഡ്, ഇത്രയും അറിയാമെങ്കിൽ ഒരു പ്ലാന്റ് ടിഷ്യൂസിനകത്ത് ആരൊക്കെയാണ് ലിവിങ് ആരൊക്കെയാണ് ഡെഡ് എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ലിവിങ് ഡെഡ് കണ്ടുപിടിക്കണം, നമുക്ക് ഈ ഒരു ചാർട്ടായിരിക്കും അറിയേണ്ടത്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോളം ഗെയിമ എന്ന് പറയുന്നത് ലിവിങ് ആണെന്നറിയാം, ഫെല്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർക്ക് എന്ന് പറയുന്നത് ഡെഡാണ്, സൈലം പാരൻ ഗെയിമ ലിവിങ് ആണെന്നറിയാം, സീവി ട്യൂബ് എന്ന് പറയുന്നത് ലിവിങ് ആണെന്നറിയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഡ് സെൽസിനെ കണ്ടുപിടിക്കാനാണ്. സോ ആൻസർ ഈസ് ഫെല്ലം ഓർ കോർക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടായിരിക്കണം പഠിച്ചു വയ്ക്കേണ്ടത്. ഇതിൽ നിന്നായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുക. ഈസി അല്ലേ, എളുപ്പം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ഫ്രം ദ ഫോളോയിങ് എ പ്ലാന്റ് ടിഷ്യൂ ഇൻ വിച്ച് ലിഗ്നിൻ ഡസ് നോട്ട് ഒക്കർ ഇൻ എ സെൽ വാൾസ്. ലിഗ്നിൻ ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാം. ലിഗ്നിഫൈഡ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സ്ക്ലീറൻ ഗെയിമ. സ്ക്ലീറൻ ഗെയിമയിൽ സ്ക്ലീറൈഡ്സിനെ വേണമെങ്കിൽ പറയാം, ഫൈബേഴ്സിനെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് സൈലത്തിനകത്ത് നമുക്ക് ആരെ കാണാം, ലിഗ്നിനെ കാണാം. സൈലത്തിനകത്ത് ട്രക്കീഡ്സ് എന്ന് പറയുന്ന ലിഗ്നിഫൈഡ് ആണ്, ശരിയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു എന്ന് പറയുന്നത് വെസൽസ്, ലിഗ്നിഫൈഡ് ആണ്. അപ്പോൾ ലിഗ്നിഫൈഡ് എന്ന് പറയുന്നത് സ്ക്ലീറൻ ഗെയിമ 1, സ്ക്ലീറൈഡ്സ് 2, ഫൈബേഴ്സ് 3, ട്രക്കീഡ്സ് 4 ആൻഡ് വെസൽസ് 5. 5 പേരാണെന്ന് നമുക്ക് പറയാം, ശരിയല്ലേ. അങ്ങനെ നമ്മൾ ആ 5 പേര് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്ലീറൻ ഗെയിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഓക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സ്ക്ലീറൻ ഗെയിമ ഫൈബേഴ്സ് ആയാലും സ്ക്ലീറൈഡ്സ് ആയാലും ഒക്കെയാണ്. സൈലം ട്രക്കിയ എന്ന് പറഞ്ഞാൽ ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് തന്നെയാണ്, അതും ക്ലിയർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കോളൻ ഗെയിമയിൽ ഒരിക്കലും ആരില്ല, ലിഗ്നിനില്ല. കോളൻ ഗെയിമ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് അറിയാവുന്ന തന്നെ പെക്റ്റിൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സ്ക്ലീറൈഡ്സ്, ശരി തന്നെയാണ്, സ്ക്ലീറൈഡ്സ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോളൻ ഗെയിമയാണ്. അപ്പോൾ ലിഗ്നിഫൈഡ് ആരൊക്കെയാണ്, അതേപോലെ തന്നെ പെക്റ്റിനൈസ്ഡ് ആരൊക്കെയാണ്, അതേപോലെ തന്നെ സുബറൈസ്ഡ് ആരൊക്കെയാണ്. റൂട്ടിൻ്റെ എൻഡോഡെർമിസ് ആൻഡ് ഫെല്ലം സുബറൈസ്ഡ് ആണ്, ഓക്കെ. പെക്റ്റിനൈസ്ഡ് ആണ് കോളൻ ഗെയിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലിഗ്നിൻ എവിടെ കാണുന്നു, പെക്റ്റിൻ എവിടെ കാണുന്നു, സുബറിൻ എവിടെ കാണുന്നു ഒരു ചാർട്ട് വരച്ച് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാം. അല്ലാതെ ലിഗ്നിൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം വിച്ച് ഈസ് റോങ് അബൌട്ട് ട്രൈക്കോംസ്. ട്രൈക്കോംസ് എന്ന് പറയുന്നത് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന, എപ്പിഡെർമൽ അപ്പൻഡേജസിൽ വരുന്ന ആൾക്കാരാണ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് റൂട്ട് ഹെയർ ആൻഡ് ട്രൈക്കോംസ് ആണ്. ട്രൈക്കോംസിൻ്റെ വേറൊരു പേരായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റെം ഹെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ആൽവേസ് യൂണിസെല്ലുലാർ ആണ്, ആൽവേസ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് യൂഷ്വലി മൾട്ടി സെല്ലുലാർ ആണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ പറയുന്നുണ്ട് അൺബ്രാഞ്ച്ഡ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നു അൺബ്രാഞ്ച്ഡ് ഓർ ബ്രാഞ്ച്ഡ്, അൺബ്രാഞ്ച്ഡ് ഓർ ബ്രാഞ്ച്ഡ്. ഇത് നമ്മൾ സോഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഇത് സോഫ്റ്റ് ഓർ സ്റ്റിഫ് എന്ന് പറയുന്നുണ്ട്, ശരിയല്ലേ. ഇനി നമുക്ക് അറിയാൻ പറ്റുന്ന ഇയാളുടെ ഫങ്ഷൻ തന്നെയാണ് റൂട്ട് ഹെയറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഇൻക്രീസ് ദ അബ്സോർപ്റ്റീവ് സർഫസ് ഏരിയ. ഇത്രയും നമുക്കറിയാം. ഇവിടുത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, പ്ലസ് സെക്രീഷൻ പറയുന്നുണ്ട്, റെഡ്യൂസ് ട്രാൻസ്പിറേഷൻ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം.
ഇനി വേണം നമ്മൾ ഇങ്ങനെയല്ല നമുക്ക് ചാർട്ട് വരയ്ക്കേണ്ടത്. നമ്മൾ വരയ്ക്കേണ്ടത് ടിഷ്യൂ സിസ്റ്റമാണ്. ടിഷ്യൂ സിസ്റ്റത്തിനകത്ത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എപ്പിഡെർമിസ് കാണാൻ പറ്റുന്നുണ്ട്, ഗാർഡ് സെല്ല് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ വേണമെങ്കിൽ സ്റ്റൊമാറ്റ പറയാം. അതിനോടൊപ്പം തന്നെ നമുക്ക് സപ്ലിമെൻ്ററി ഒക്കെ പറഞ്ഞു പോവാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. അവിടെ വരുന്ന രണ്ട് പേരാണ് റൂട്ട് ഹെയറും സ്റ്റെം ഹെയറും. ശരിയല്ലേ? ഇതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചാർട്ട് കിട്ടിയാലും ഇവിടെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ട്രൈക്കോംസ് ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ. ട്രൈക്കോംസ് ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ. ശരി തന്നെയാണ്. ദേ ഹെൽപ്പ് ഇൻ പ്രിവെൻറ്റിംഗ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ശരി തന്നെയാണ്. ദേ ആർ ആൾവേസ് ബ്രാഞ്ച്ഡ് സ്റ്റിഫ് ഓർ സോഫ്റ്റ്. ആൾവേസ് ബ്രാഞ്ച്ഡ് ഒന്നുമല്ല, ആൾവേസ് ബ്രാഞ്ച്ഡ് എന്ന് പറയാൻ പറ്റില്ല, അൺബ്രാഞ്ച്ഡും ആവാം. മേ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ റോങ് തന്നെയാണ്. ദേ മേ ബി ഈവൻ ഇൻ സെക്രീറ്ററി. സെക്രീഷനും ഫംഗ്ഷൻ തന്നെയാണ്. സോ ആൻസർ ഇസ് ദ third option. Okay, next. A major characteristic of monocotyl root is the presence of. monocotyl rootന്റെ ക്യാരക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോണോകോട്ടൽ റൂട്ട് നോക്കാം. എടുത്താൽ നമുക്ക് കിട്ടുന്നത് എപ്പിഡെർമിസ് കിട്ടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കോർട്ടെക്സ്, അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ. കോർട്ടെക്സിനകത്ത് ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ കോർട്ടെക്സ്. ശരിയല്ലേ? സ്റ്റീൽ നോക്കിക്കഴിഞ്ഞാൽ പെരിസൈക്കിള്, വാസ്കുലാർ ടിഷ്യൂ, കൺജക്റ്റീവ് ടിഷ്യൂ ആൻഡ് പിത്ത്. ഇനി വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയമാണ്. അത് എന്ന് പറയുന്ന റൂട്ടാണ്. അപ്പോൾ റേഡിയലാണെന്ന് നമുക്ക് അറിയാം, ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് എക്സാർച്ച് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ മോണോകോട്ട് റൂട്ടാണ്. അപ്പോൾ ന്യൂമറസ് ആണ്, സ്കാറ്റേഡ് ആണ്. പിന്നെ എന്താ പറയാം, സൈലം, പ്രോട്ടോസൈലം, ലാക്യുന ഓർ ക്യാവിറ്റി പ്രസൻ്റ് ആണെന്ന് പറയാം. പിന്നെ ലാർജ് വേണ്ട, ഇത്രയും നമുക്ക് പറയാം. പിത്ത് ഇവിടെ സ്കാറ്റേഡ് ആണെന്ന് അറിയാം. ഇനി ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ കോർട്ടെക്സ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ് എൻഡോഡെർമിസ് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? കാസ്പേറിയൻ സ്ട്രിപ്സ് കാണാൻ പറ്റുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇത്രയും മതി തൽക്കാലം. അപ്പോൾ നമുക്ക് നോക്കാം. Major characteristic of monocotyl root is the presence of scattered vascular bundles. Scattered vascular bundles എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ തന്നെയാണ്. മോണോകോട്ട് റൂട്ടിൻ്റെ സ്കാറ്റേഡ് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത്, വാസ്കുലാർ ബണ്ടിൽ പറയാൻ പറ്റില്ല, വാസ്കുലാർ ടിഷ്യൂസിനെ പറയാൻ പറ്റുള്ളൂ. വാസ്കുലേച്ചർ വിത്തൗട്ട് എ ക്യാമ്പിയം, കാരണം അത് എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ട്രൂ. അടുത്ത ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ഒരിക്കലും വരത്തില്ല. പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പിത്ത് വരത്തില്ല. പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പെരിഫറിയെ വരുള്ളൂ. പെരിഫറി മീൻസ് എപ്പിഡെർമിസിലെ വരുള്ളൂ. കാരണം എന്തായതുകൊണ്ട്? എക്സാർച്ച് ആയതുകൊണ്ട്. ശരിയല്ലേ? അപ്പോൾ ഫോർത്ത് ഓപ്ഷനും റോങ് തന്നെയാണ്. പിന്നെ നമുക്ക് സ്കാറ്റേഡ് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് തെറ്റായിട്ട് വരും. സ്കാറ്റേഡ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ് ആണ്. ബണ്ടിൽസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒന്നിൽ വരണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എടുത്താൽ ഇവിടെ സെക്കൻഡ് വൺ ഈസ് ദ ആൻസർ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്റ്റെം ഇന്റർഫസിക്കുലാർ ക്യാമ്പിയം ഡെവലപ്സ് ഫ്രം. ഇൻ സ്റ്റെം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ നമുക്ക് ഇന്റർഫസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡറി ഗ്രോത്തിൽ വരുന്നതാണ്. അത് ഡൈക്കോട്ട് സ്റ്റെം തന്നെയാണ്. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഗ്രോത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ സ്റ്റീലാർ ഓർ ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. പിന്നെ നമുക്ക് അറിയാവുന്നത് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കൺജോയിൻ്റ് ആണ്, കൊളാറ്ററലാണ്, ഓപ്പൺ ആണ്. ദാറ്റ് മീൻസ് ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയം ഈസ് പ്രസൻറ്റ്. ശരിയല്ലേ? The cambium present in between xylem and phloem inside the vascular bundle is called fascicular cambium or intrafascicular cambium. ആ ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് പ്രൈമറി ഒറിജിൻ ആണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നതാണ് സം പാരങ്കൈമ സെൽസ് ഓഫ് ദ മെഡുലറി റേസ്. സം parenchyma cells of the medullary race regain its mesometic capacity to form interfascicular cambium. Interfascicular cambium. Secondary origin. Interfascicular cambium develops from pericycle അല്ല medullary race. എവിടെ നിന്നാണ്? medullary race. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ശരി. Some parenchyma cells of the medullary race regain its mesometic capacity to form secondary meristem, that is called interfascicular cambium. Inter means between the vascular bundle. It is a secondary origin. അടുത്ത ക്യാരക്ടറാണ് നമ്മൾ പറയുന്നത് both intra and interfascicular cambium are joined together to form vascular cambium or cambial ring. It is a partially primary and partially secondary.
ക്ലിയർ ആണല്ലോ? ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ സ്റ്റീല സെക്കൻഡറി ഗ്രോത്തിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, vascular bundles are conjoined collateral open. Open means intravascular cambium is present, that is a primary origin. Some parenchyma cells of the medullary race become meristematic to form a interfascicular cambium, secondary origin. Both intra and interfascicular cambium are joined together to form vascular cambium or cambial ring, that is a partially primary and partially secondary origin. Okay, our answer is medullary race. Question number 19, select the true statement. In monocotous stem, sclerenchymatous bundle sheath is present. Monocotous stemminathu sclerenchymatous bundle sheath തന്നെയാണ്. Dicotous stemminathu അത് sclerenchymatous bundle cap ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്. In dicotous stem the hypodermis is sclerenchymatous. തെറ്റാണ്. Dicotous stemminathu hypodermis എന്ന് പറയുന്നത് കോളൻകൈമയാണെന്ന് നമുക്കറിയാം. ഓക്കെ, തേർഡ് ഓപ്ഷൻ നോക്കാം. In monocotous stem bundle sheath is composed of thin walled cells. Bundle sheath is composed of thin walled cells അല്ല, sclerenchyma. Sclerenchyma എന്ന് പറയുന്നത് lignified ആണ്, thick walled ആണ്. In dicotous stem the primary xylem is exarch in nature. Dicotous stem എന്നല്ല, സ്റ്റെം മൊത്തം തന്നെ എൻഡാർച്ച് ആണ്. എക്സാർച്ച് ഇസ് ദ റൂട്ടിന്റെ മാത്രം ക്യാരക്ടർ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. Endodermis is always absent in. Endodermis is always absent in. Endodermis എന്ന് പറയുന്നത് ആരിൽ മാത്രമേ ഉള്ളൂ? സ്റ്റെമ്മിൽ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അത് എന്ന് പറയുന്നത് ആ സ്റ്റെമ്മിനകത്ത് തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ മാത്രമേ പ്രസന്റ് ഉള്ളൂ. ഇവിടെ ആബ്സെന്റ് ആണ്. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ മാത്രമാണ് നമുക്ക് എൻഡോഡെർമിസിനെ കാണാൻ പറ്റുക. ശരിയല്ലേ? ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് നമുക്ക് എൻഡോഡെർമിസിനെ കാണാം, മോണോക്കോട്ട് സ്റ്റെമ്മിനകത്ത് എൻഡോഡെർമിസ് ഇല്ല. അപ്പോൾ എൻഡോഡെർമിസ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ മാത്രം ക്യാരക്ടറാണ്. അപ്പോൾ എൻഡോഡെർമിസ് ഈസ് ആൾവേസ് ആബ്സെന്റ് ഇൻ. നമുക്ക് നോക്കിയാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത്, ഇനി റൂട്ടിനകത്ത് നമുക്ക് നോക്കിയാൽ മോണോക്കോട്ട് എടുത്താലും ഡൈക്കോട്ട് എടുത്താലും നമുക്ക് എൻഡോഡെർമിസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റൂട്ടിന്റെ അല്ലെങ്കിൽ എൻഡോഡെർമിസ് എന്ന് പറയുന്നത് റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൈക്കോട്ടിനകത്തും കാണാൻ പറ്റും, മോണോക്കോട്ടിനകത്തും കാണാൻ പറ്റും. ലീഫിനകത്ത് എൻഡോഡെർമിസ് ആബ്സെന്റ് ആണ്. അപ്പോൾ ലീഫിൽ ഇല്ല. സ്റ്റെമ്മിന്റെ കേസിനകത്ത് ഡൈക്കോട്ടിൽ പ്രസന്റ് ആണ്, മോണോക്കോട്ടിനകത്ത് ആബ്സെന്റ് ആണ്. റൂട്ടിലാണെങ്കിൽ ഡൈക്കോട്ടിലും പ്രസന്റ് ആണ്, മോണോക്കോട്ടിലും പ്രസന്റ് ആണ്. അപ്പോൾ ആബ്സെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആൻസർ മോണോക്കോട്ട് സ്റ്റെം ആവണം, അല്ലെങ്കിൽ മോണോക്കോട്ട് ലീഫ് ആവണം, അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫ് ആവണം. ഇത്രയും പേരിൽ ആബ്സെന്റ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, ഇത്രയും പേരിൽ പ്രസന്റ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മോണോക്കോട്ട് സ്റ്റെം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഗാഡ് സെൽസ്? ഗാഡ് സെൽസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ദേ ആർ മോഡിഫൈഡ് ഗ്രൗണ്ട് ടിഷ്യൂ. തെറ്റാണ്. ഗാഡ് സെൽ എന്ന് പറയുന്ന മോഡിഫൈഡ് എപ്പിഡെർമൽ ടിഷ്യൂ ആണ്. ദേ ആർ ക്ലോറോഫില്ലസ്. ഗാഡ് സെൽ എന്ന് പറയുന്നത് കളർലെസ് ആണ്. ക്ലോറോഫിൽ ആബ്സെന്റ് ആണ്. ദ ഔട്ടർ വാൾ ഈസ് തിൻ ആൻഡ് ഇന്നർ വാൾ ഈസ് ഹൈലി തിക്കൻഡ് ആണ് നമുക്ക് പറയാം. ദേ ആർ റെഗുലേറ്റഡ് സ്റ്റൊമാറ്റൽ മൂവ്മെന്റ് ആൻഡ് ട്രാൻസ്പിറേഷൻ. ശരി തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ മോഡിഫൈഡ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന രണ്ടാമത്തെ ദേ ആർ എ ക്ലോറോഫില്ലസ്. ഗാഡ് സെൽ എന്ന് പറയുന്നത് ക്ലോറോഫിലുണ്ട്. കാരണം നമുക്ക് അത് ഗ്രീൻ കളറാണ്, അതിൽ സൺലൈറ്റിനെ എടുക്കുന്നുണ്ട്, അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഹൈപ്പർട്രോണിക് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോഴാണ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ആവുന്നത്. ശരി തന്നെയാണ്. ദ ഔട്ടർ വാൾ ഈസ് തിൻ ആൻഡ് ഇന്നർ വാൾ ഈസ് ഹൈലി തിക്കൻഡ്. ശരി തന്നെയാണ്. ദേ റെഗുലേറ്റ് സ്റ്റൊമാറ്റൽ മൂവ്മെന്റ് ഫോർ ട്രാൻസ്പിറേഷൻ. അപ്പോൾ ആൻസർ ആൾ എക്സെപ്റ്റ് 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പെരിഡോം? പെരിഡോം എന്ന് പറയുന്ന ട്രിപ്പിൾ ലെയർ ആണെന്ന് നമുക്ക് അറിയാം. പെരിഡോം എന്ന് പറയുന്നത് ട്രിപ്പിൾ ലെയർ ആണെന്ന് നമുക്ക് അറിയാം. പെരിഡോം ട്രിപ്പിൾ ലെയർ ആണ്. ഔട്ടർ എന്ന് പറയുന്നത് ഫെല്ലം അല്ലെങ്കിൽ കോർക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ട്. മിഡിൽ എന്ന് പറയുന്നത് ഫെലോജൻ ഓർ കോർക്ക് ക്യാമ്പിയം പറയുന്നുണ്ട്. അടുത്ത ഫെലോഡോം ഓർ സെക്കൻഡറി കോർട്ടെക്സ്. ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഫെല്ലം ഈസ് എ പാർട്ട് ഓഫ് പെരിഡോം തന്നെയാണ്. പെരിസൈക്കിൾ ഒരിക്കലും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഫെല്ലോജൻ ഈസ് എ പാർട്ട് തന്നെയാണ്. ഫെല്ലോഡം എന്ന് പറയുന്നതും പാർട്ട് തന്നെയാണ്. അപ്പോൾ സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, പെരിസൈക്കിൾ. ഓക്കെ, അടുത്തത് കോർട്ടെക്സ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം കൺസിസ്റ്റ് ഓഫ് 3 സബ് സോൺ. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം ആണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പിഡെർമിസ് കിട്ടുന്നുണ്ട്, കോർട്ടക്സ് കിട്ടുന്നുണ്ട്. സ്റ്റിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോഡെർമിസ് കിട്ടുന്നുണ്ട്, കോർട്ടിക്കൽ ലെയർ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ എൻഡോഡെർമിസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ സബ്സോൺ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയർ ആൻഡ് എൻഡോഡെർമിസ്. കോർട്ടിക്കൽ ലെയറിനെ വേണമെങ്കിൽ ജനറൽ കോർട്ടക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിസ്, എൻഡോഡെർമിസ് ആൻഡ് കോർട്ടിക്കൽ ലെയർ. ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ദ തിക്ക് റൂട്ട്സ് ദാറ്റ് സപ്പോർട്ട് ദ ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ. ബനിയൻ ട്രീ എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈക്കസ് ആണ്. അവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത് പ്രോപ്പർ റൂട്ട് ആണെന്ന് അറിയാം, അഡ്വെന്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ആണെന്ന് അറിയാം. റൂട്ട് മോഡിഫിക്കേഷൻ അഡ്വെന്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷനിലാണ് നമുക്ക് പ്രോപ്പർ റൂട്ട്, സ്റ്റിൽ റൂട്ട് ആൻഡ് ക്ലൈംബിംഗ് റൂട്ട് പഠിക്കാനുള്ളത്. സോ ആൻസർ ഇസ് പ്രോപ്പർ റൂട്ട്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് അഡ്വെന്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് flower cannot be divided into two similar halves in any radial plane? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിമെട്രി, ഫ്ലവർ സിമെട്രി എന്നാണ്. അവിടെ നമുക്ക് ഉള്ളത് എന്ന് പറയുന്നത് സൈഗമോർഫിക് ഉണ്ട്, ആക്നോമോർഫിക് ഉണ്ട് ആൻഡ് അസിമെട്രി ഉണ്ട്. സൈഗമോർഫിക് എന്ന് പറയുന്നത് എന്താ ബൈലാറ്ററൽ സിമെട്രി ആണെന്നും, അതേസമയം ആക്നോമോർഫിക് എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ആണെന്നും, അസിമെട്രി എന്ന് പറയുന്നത് ഇറഗുലർ സിമെട്രി ആണെന്നും. ഇറഗുലർ സിമെട്രിക്കകത്ത് നമുക്ക് പഠിക്കാൻ ഒരേ ഒരു പ്ലാന്റ് എക്സാമ്പിളേ ഉള്ളൂ, അത് ക്യാനയാണെന്ന് പറയാം. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ ക്യാന. Okay, next question നോക്കാം. Question number 26. Find out the correct and wrong statement from the given below. ശരി, നമുക്ക് നോക്കാം. സ്റ്റെം ഓഫ് ടർമറിക് ആക്ട് ആസ് എ ഓർഗൻ ഓഫ് പെരിനേഷൻ. നമുക്കറിയാം ഇത് വരുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്നാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള റൈസോം ഉണ്ട്, കോം ഉണ്ട്, ട്യൂബർ ഉണ്ട്, ബൾബ് ഉണ്ട്. ഇവർ 4 പേരും എന്തൊക്കെയാണ് സ്റ്റോറേജ് ഫുഡ് ആൻഡ് പെരിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ റൈസോമിൽ വരുന്ന 2 എക്സാമ്പിൾസ് ആണ് ടർമറിക് ആൻഡ് ജിഞ്ചർ എന്ന് പറയുന്ന. സോ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ തന്നെയാണ്, അല്ലെങ്കിൽ ട്രൂ തന്നെയാണ്. ഇനി ഗ്രേപ്പ് വൈൻ ആക്സിലറി ബട്ട് ഈസ് മോഡിഫൈഡ് ഇൻ ടെൻഡ്രിൽ. സ്റ്റെം തന്നെയാണ് ഗ്രേപ്പ്, അല്ലെങ്കിൽ ഏതൊരു പി ഒഴികെ ബാക്കിയുള്ളതെല്ലാം സ്റ്റെം തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷനും ട്രൂ തന്നെയാണ്. തേർഡ് ഓപ്ഷൻ നോക്കിയാൽ ട്യൂബേഴ്സ് ഓഫ് എ സ്വീറ്റ് പൊട്ടറ്റോ ആർ അഡ്വെന്റീഷ്യസ് റൂട്ട്. ശരി തന്നെയാണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന അഡ്വെന്റീഷ്യസ് റൂട്ടാണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുമാണ്. ശരി തന്നെയാണ്. നിമാറ്റോഫോർ ഈസ് ദ മോഡിഫൈഡ് റൂട്ട് ഫോർ റിസീവിംഗ് ഓക്സിജൻ. ശരി തന്നെയാണ്. ബ്രീത്തിങ് റൂട്ട് എന്നാണ് നമ്മൾ ആര് അറിയുന്നത്, ഈ പറയുന്ന നിമാറ്റോഫോറിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് സെക്ഷൻ തന്നെയാണ്, അതായത് ഓക്സിജനെ ബ്രീത്ത് ചെയ്യുക. ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ 1, 2, 3 and 4 ആർ കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ഐഡന്റിഫൈ ദ ഫിഗർ ആണ്. ഈ ഫിഗർ കണ്ടുപിടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് പാർട്സ് ഓഫ് റൂട്ടാണ്, അല്ലെങ്കിൽ റീജിയൻ ഓഫ് റൂട്ടാണ്. ഏറ്റവും താഴെ കാണപ്പെടുന്ന റൂട്ട് ക്യാപ്പ്, അത് കഴിഞ്ഞിട്ട് മെരിസ്റ്റമാറ്റിക് റീജിയൻ, അത് കഴിഞ്ഞിട്ട് ഇലോങ്ങേഷൻ റീജിയൻ, അത് കഴിഞ്ഞിട്ട് മെച്ചുറേഷൻ റീജിയൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള 5ാമത്തത് റൂട്ട് ക്യാപ്പ് തന്നെ. റൂട്ട് ക്യാപ്പ് ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആൻസർ ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28. ഓവറി ഈസ് ഇൻഫീരിയർ ഓവറി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ ഉണ്ട്. നമുക്കറിയാം ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ്, പെരിഗൈനസിനകത്താണ്. ആദ്യം നമ്മൾ അതിനകത്ത് തലാമസിനെ കുറിച്ച് പറയുക, അതിനുശേഷം ഗൈനീഷ്യത്തിനെ കുറിച്ച് പറയുക, അത് കഴിഞ്ഞിട്ട് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് പറയുക, അത് കഴിഞ്ഞിട്ട് ഓവറി പോസ്റ്റം പറയുക, അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ പറയുക, അത് കഴിഞ്ഞിട്ട് ഫിഗർ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അതിൻ്റെ എക്സാമ്പിളിൽ നിന്നാണ്. ഇൻഫീരിയർ ഓവറിയിൽ എക്സാമ്പിൾ വരുന്നത് ഗുവയുണ്ട്, അതേപോലെ തന്നെ കൊക്കുംബർ ഉണ്ട്, റേഫ്ലോറൻസ് ഓഫ് സൺഫ്ലവർ ഉണ്ട്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. അത് കഴിഞ്ഞിട്ട് ഇൻ നെപ്പന്താസ് പിക്ചർ ഹെൽപ്സ് ടു ട്രാപ്പ്. ഇത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ലീഫ് മോഡിഫിക്കേഷൻ എന്ന് അറിയാം. ലീഫ് മോഡിഫിക്കേഷൻ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെൻഡറിൽ തന്നെയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്പൈനാണ്. മൂന്നാമത്തത് ഫ്ലഷി സ്റ്റോറേജ് സ്കെയിൽ ലീഫാണ്. നാലാമത്തതെന്ന് പറയുന്ന ഫില്ലോഡാണ്. അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ പിക്ചറാണ്. പിക്ചറിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻസെക്ടിവറസ് പ്ലാന്റ്സിൻ്റെ ഇൻസെക്ട് ട്രാപ്പിംഗ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്ന പിക്ചർ എന്ന് പറയുന്ന ലീഫിൻ്റെ മോഡിഫിക്കേഷൻ ആണെന്ന് നമുക്ക് അറിയാം. സോ ആൻസർ ഈസ് ലീഫ്. അടുത്ത ആക്സിലറി ബഡ്സ് ആർ മോഡിഫൈഡ് ഇൻ തോൺ. തോൺ എന്ന് പറയുന്നത് നമുക്ക് 2 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സിട്രസ്, രണ്ടാമത്തെ ബൊഗൈൻവില്ല തന്നെയാണ്. സോ ആൻസർ ഈസ് സിട്രസ് ആൻഡ് ബൊഗൈൻവില്ല. ഡയറക്റ്റ് ആയിട്ട് പോവാം. പെരിയാന്ത് ഈസ് പ്രസന്റ് ഇൻ. പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു ടിപ്പിക്കൽ ഫ്ലവർ എടുത്താൽ അവിടെ നമുക്ക് 4 ഫ്ലോറൽ വേൾസ് ആണ് കാണാൻ പറ്റുന്നത്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ്, കൊറോള ഈസ് കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ്, ആൻഡ്രീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ് ആൻഡ് ഗൈനീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. ഇനി ചില ഫ്ലവറിനകത്ത് അക്സസറി വേൾസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ വേൾസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അൺനെസസറി വേൾസ് ആയിട്ടുള്ള കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ് ചെയ്തിരിക്കും. അതിന് നമ്മൾ അൺഡിഫറൻഷിയേറ്റഡ് അക്സസറി വേൾസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കാലിക്സ് ആൻഡ് കൊറോള എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് പെരിയാന്ത്. Perianth is composed of unit called tepals. Tepals is the character of Liliaceae. അല്ലെങ്കിൽ Perianth is the character of Liliaceae. നമുക്ക് പഠിക്കാനുള്ള 4 ഫാമിലി Liliaceae മാത്രമാണ് Perianth കാണാൻ പറ്റുന്നത്. സോ ആൻസർ ഈസ് ലിലി. ഓക്കെ, അടുത്ത ചൂസ് ദ ഇൻകറക്റ്റ്. Leaves are arranged on the stem in an acropetal order. Leaves are arranged in stem in an acropetal order എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്.
അത് ശരിയല്ലേ? അതായത് ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനകത്ത് ബ്രാഞ്ച് ആയാലും ലീഫ് ആയാലും അറേഞ്ച് ചെയ്യുന്നത് അക്രോപെറ്റൽ ഓർഡറിൽ തന്നെയാണ്. അടുത്ത ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ആക്സിസ് ഇൻ അക്രോപെറ്റൽ ഓർഡർ ഇൻ റെസിമോസ് ഇൻഫ്ലോറസെൻസ്. ശരി തന്നെയാണ്. ഇൻ സൈമോസ് ഇൻഫ്ലോറസെൻസ് പെഡങ്കിൾ ഹാസ് എ ലിമിറ്റഡ് ആൻഡ് ഡസ് നോട്ട് അല്ലെങ്കിൽ എൻസ് വിത്ത് ഫ്ലവർ ആണ്. ശരിയല്ലേ? റെസിമോസിലാണെങ്കിൽ നമ്മൾ പെഡങ്കിൾ അൺലിമിറ്റഡ് ഗ്രോത്ത് ആൻഡ് ഡസ് നോട്ട് എൻസ് വിത്ത് ഫ്ലവർ ആണ്. അതേസമയം സൈമോസിനകത്ത് ലിമിറ്റഡ് ആണ്, എൻസ് വിത്ത് ഫ്ലവർ ആണ്. റെസിമോസിൽ അക്രോപെറ്റലാണ്, സൈമോസിൽ ബേസിപ്പെറ്റലാണ് എന്ന് നമുക്കറിയാം. മോൺസ്ട്ര ഹാവ് എ ബ്രീത്തിങ് റൂട്ട്. മോൺസ്ട്ര ഹാവ് എ അഡ്വെന്റീഷ്യസ് റൂട്ടാണ്. മോൺസ്ട്രയിൽ ഒരിക്കലും ബ്രീത്തിങ് റൂട്ടില്ല. ബ്രീത്തിങ് റൂട്ട് എന്ന് പറയുന്നത് റൈസോഫോറയിലൊക്കെയാണ് കാണപ്പെടുന്നത്. ശരിയാണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. വേൾഡ് ഫിലോടാക്സി പ്രസന്റ് ഇൻ. വേൾഡ് ഫിലോടാക്സി നമുക്ക് അറിയാം. ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഫോർ റിസീവിംഗ് മാക്സിമം സൺലൈറ്റ്, ദാറ്റ് ഈസ് കാൾഡ് ഫിലോടാക്സി. ഫിലോടാക്സി 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ആൾട്ടർനേറ്റീവ് ഫിലോടാക്സി, രണ്ടാമത്തത് ഓപ്പോസിറ്റ് ഫിലോടാക്സി ആൻഡ് വേൾഡ് ഫിലോടാക്സി. ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്നും ഒറ്റ സിംഗിൾ ലീഫ് അറേഞ്ച് ചെയ്യുക, അത് ആൾട്ടർനേറ്റഡ് അറേഞ്ച് ചെയ്യുക. ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ സിംഗിൾ നോഡിൽ നിന്നും 2 ലീവ്സ് അറേഞ്ച് ചെയ്യുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ 2 ലീവ്സ് ഓർ പെയർ ഓഫ് ലീവ്സ് അറൈസ് ഫ്രം സിംഗിൾ നോഡ് ആൻഡ് ഈച്ച് അറേഞ്ച് ഇൻ ഓപ്പോസിറ്റ് മാനർ. വേൾഡ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ലീവ്സ് അറൈസ് ഫ്രം ഈച്ച് നോഡ് ആൻഡ് അറേഞ്ച് ഇൻ വേൾഡ് ഓർ റിംഗ്ഡ് മാനർ. ഇവിടെ വേൾഡ് ഫിലോടാക്സിക്ക് നമുക്ക് പഠിക്കാൻ 2 എക്സാമ്പിൾസേ ഉള്ളതെന്ന് അൾസ്റ്റോണിയയാണ്, രണ്ടാമത്തത് നീരിയമാണ്. ഇത് രണ്ടുമാണുള്ളത്. അപ്പോഴും നമുക്കറിയാം സിംഗിൾ ലീഫ് അറൈസ് ഫ്രം ഈച്ച് നോഡ് ആൻഡ് അറേഞ്ച് ഇൻ ആൾട്ടർനേറ്റ് മാനർ. ഓപ്പോസിറ്റ് 2 leaves or pair of leaves arise from each node and arranged in opposite manner, and more than 2 leaves arise from each node and arranged in world or ringed manner. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള അൾസ്റ്റോണിയ ആൻഡ് നേരിയം. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ അൾസ്റ്റോണിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ ചൈന റോസ്, പി, ബ്രിഞ്ചൽ, സിൽക്ക് കോട്ടൺ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന റോസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മോണോഡൽഫസ് നേച്ചർ എന്ന് പറയുന്ന ചൈന റോസിന്റെ ക്യാരക്ടറാണ് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ചൈന റോസ് എന്ന് പറയാം. അല്ലെങ്കിൽ അഡൽഫസിനെ നമ്മൾ മോണോഡൽഫസ്, ഡയാഡൽഫസ് ആൻഡ് പോളി അഡൽഫസ് പഠിച്ചിട്ടുണ്ട്. അതിൽ മോണോഡൽഫസിനകത്ത് നമുക്ക് എക്സാമ്പിൾ ചൈന റോസ് ആണ്, ഫാമിലി മാൽവേസിയാണ്. അത് കഴിഞ്ഞിട്ട് ഡയാഡൽഫസ് എന്ന് പറഞ്ഞാൽ പി അല്ലെങ്കിൽ ബീനാണ്, ക്യാരക്ടർ എന്ന് പറയുന്നത് ഫേബേസിയാണ്. പോളി അഡൽഫസ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സിട്രസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് മോണോഡൽഫസ് ചൈന റോസ് ആണെന്ന് കിട്ടും. രണ്ടാമത്തെ പി ഡയാഡൽഫസ് എന്ന് പറയുന്ന സംഭവം അതിനകത്തുണ്ട്. അപ്പോൾ 2C ആണെന്ന് നമുക്കറിയാം. ഡയാഡൽഫസിലാണ് പി വരിക, അല്ലെങ്കിൽ ബീം വരിക, അല്ലെങ്കിൽ ഫാബേസി വരിക. അത് കഴിഞ്ഞിട്ട് ബ്രിഞ്ചൽ എന്ന് പറയുന്ന സോളനേസിയാണ്. സോളനേസിയിലാണ് എപ്പിപെറ്റാലസ് വരിക. എപ്പിപെറ്റാലസ് സോളനേസിയാണ്. എപ്പിഫില്ലസ് എന്ന് പറയുന്ന ലിലിയേസിയാണ്. അപ്പോൾ നമുക്ക് എപ്പിപെറ്റാലസ് സോളനേസി ആയിട്ട് എടുക്കാം. അപ്പോൾ 3 എന്ന് പറയുന്നത് എ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറയുന്നത് സിൽക്ക് കോട്ടൺ എന്ന് പറയുന്നത് പോളി അഡൽഫസ്. സിൽക്ക് കോട്ടൺ അല്ല വരേണ്ടത്, പോളി അഡൽഫസ്. നമുക്കുള്ളത് സിട്രസ് ആണ് പഠിക്കാനുള്ളത്. സിൽക്ക് കോട്ടന് പകരം നിങ്ങൾ സിട്രസ് ആക്കി പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 4 എന്ന് പറയുന്ന ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പൾവിനസ് ഈസ് ദ പൾവിനസ്. നമ്മൾ പറയാനുണ്ട് ഈ ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു ലീഫ് എടുത്താൽ ലീഫിന് 3 പാർട്സ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുക. ഒന്ന് പറഞ്ഞാൽ ലീഫ് ബേസ്, രണ്ടാമത്തെ പീറ്റിയോൾ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലാമിന. ഇനി നമ്മൾ പറയുന്നത് ലെഗുമിനസ് പ്ലാന്റ്സ് എടുത്താൽ അതിന്റെ ലീഫ് ബേസ് എന്ന് പറയുന്ന സൊളൻ ആയിരിക്കും. ഇറ്റ് ഈസ് കാൾഡ് പൾവിനസ്. അപ്പോൾ സൊളൻ ലീഫ് ബേസ് ഓഫ് ദ പീ പ്ലാന്റ് ഓർ ലെഗുമിനസ് പ്ലാന്റ് ഈസ് കാൾഡ് പൾവിനസ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാരക്ടർ ഈസ് പൊസസ്ഡ് ബൈ പി. പി എന്ന് പറയുന്നത് പി ആയിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഫാബേസി ആയിട്ട് കാണാം, അല്ലെങ്കിൽ ലെഗുമിനേസി ആയിട്ട് കാണാം. നമുക്ക് അറിയാം നമ്മൾ പി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ക്യാരക്ടർ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടാക്സോണമി അല്ലെങ്കിൽ ഫാമിലി ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ആ ഫാമിലിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോമൺ നെയിം, അത് കഴിഞ്ഞിട്ട് ഓൾഡ് നെയിം, അത് കഴിഞ്ഞിട്ട് സബ് ഫാമിലി ഓഫ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷനാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാബിറ്റ് പറയുക, അത് കഴിഞ്ഞിട്ട് റൂട്ട്, പിന്നെ സ്റ്റെം, പിന്നെ ലീഫ്, അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലോറസെൻസ്, ഫ്ലവർ, അത് കഴിഞ്ഞിട്ട് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗെയ്നീഷ്യം, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്, സീഡ്, പിന്നെ ഫ്ലോറൽ ഫോമുല, ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, അത് കഴിഞ്ഞിട്ട് ഫ്ലോറൽ ഡയഗ്രാം വേണമെങ്കിലും പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുക. അപ്പോൾ പി എന്ന് പറയുമ്പോൾ ഫാബേസിലുള്ള ഏതൊരു മെമ്പറായിട്ടും കൺസിഡർ ചെയ്യണം. പാരലൽ വിനേഷൻ കാണിക്കുന്നുണ്ട്, പാൽമേറ്റിലി കോമ്പൗണ്ട് ലീവ്സ് കാണിക്കുന്നുണ്ട്, ലീഫ് ടെൻഡ്രിൽസ് കാണിക്കുന്നുണ്ട്, ഷീത്തിങ് ഓഫ് ലീഫ് ബേസ്. വിച്ച് ആണ് ദ ഫോളോയിങ് ക്യാരക്ടറൈസ് പൊസസ്ഡ് ബൈ പി. പാരലൽ വിനേഷൻ ഇല്ല, അതൊരിക്കലും കാണിക്കത്തില്ല, കാരണം അത് മോണോക്കോട്ടിക് ക്യാരക്ടറാണെന്ന് അറിയാം. പാമേലി കോമ്പൗണ്ട് ലീഫ് അല്ല, പിന്നെല്ലി കോമ്പൗണ്ട് ലീഫാണ് വരുന്നത്. ലീഫ് ടെൻഡറിൽ കാണിക്കുന്നുണ്ട്. ഷീത്തിങ് ഓഫ് ലീഫ് ബേസ് എന്ന് പറയുന്ന മോണോക്കോട്ട് ലീഫിന്റെ ക്യാരക്ടറാണ്. അപ്പോൾ തേർഡ് വൺ ഈസ് ദ ആൻസർ. ലീഫ് ടെൻഡറിൽ എന്ന് പറയുന്നത് പിയുടെ ക്യാരക്ടറാണ്. ഓക്കെ, അടുത്ത ചൂസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാക്ടസ്. കാക്ടസ് ഓർ ഒപ്പൻഷ്യ. നമുക്ക് 2 സ്ഥലങ്ങളിലാണ് കാക്ടസ് പഠിക്കാനുള്ളത്. 1 എന്ന് പറയുന്ന ഫില്ലോ ക്ലാഡിനകത്തും 2 എന്ന് പറയുന്ന സ്പൈനകത്തുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാക്ടസ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് റണ്ണർ. റണ്ണർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല, സബേറിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്.
അതിന് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഓക്സാലിസ്, ഗ്രാസ് തുടങ്ങിയ സാധനങ്ങളാണ്. അതിൽ ഹാവ് ഫില്ലോക്ലാഡ് കാണിക്കും. ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത് എന്തിൻ്റെതാണ്? ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇൻ സം പ്ലാന്റ്സ് ദ ഏരിയൽ സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു flat or cylindrical, fleshy, greenish, chlorophyllous photosynthetic structure is called ഫില്ലോക്ലാഡ് വിത്ത് വൺ ഓർ മെനി നോട്ട്സ് ആൻഡ് ഇന്റർ നോട്ട്സ്. അവിടെ നമുക്ക് പറയാനുണ്ട് ഫ്ലാറ്റിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഒപ്പൻഷ്യ അല്ലെങ്കിൽ കാക്ടസ് പറയുക. സിലിണ്ടറിക്കിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂഫോർബിയാണ് പറയുക. സോ ആൻസർ ഈസ് സെക്കൻഡ് വൺ, ഹാവ് ഫില്ലോക്ലാഡ്. അടുത്ത മൾട്ടി കാർപ്പലറി അപ്പോകാർപ്പസ് ഗൈനീഷ്യം. ഒരു ഗൈനീഷ്യത്തിനകത്ത് ഒരു കാർപ്പലേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ മോണോകാർപ്പലറി എന്ന് പറയും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടി കാർപ്പലറി എന്ന് പറയും. ഈ മൾട്ടി കാർപ്പലറി വരുമ്പോൾ അതിനകത്ത് സ്റ്റിഗ്മ എന്ന് പറയുന്ന മെനി കാണും. അതേസമയം സ്റ്റൈലും ഓവറയും ഫ്യൂസ്ഡ് ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിൻകാർപ്പസ്. അതല്ല, എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നാൽ നമ്മൾ അതിനെ പറയുന്ന പേര് അപ്പോകാർപ്പസ് എന്നാണ്. അങ്ങനെ അപ്പോകാർപ്പസിനകത്ത് നമുക്ക് പഠിക്കാൻ 3 എക്സാമ്പിളാണുള്ളത്. ഒന്ന് മിച്ചേലിയ, രണ്ടാമത്തത് റോസ്, മൂന്നാമത്തത് ലോട്ടസ്. അങ്ങനെ നോക്കിയാൽ മിച്ചേലിയ, റോസ്, ലോട്ടസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ റോസും ലോട്ടസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ റോസ് ആൻഡ് ലോട്ടസ്. എല്ലാ എക്സാമ്പിളും നമ്മൾ ചാർട്ടായിട്ട് തന്നെ വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചാർട്ടായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അടുത്ത സ്റ്റേമിനോഡ്സ്. നമുക്ക് അറിയാം റീപ്രൊഡക്റ്റീവ് ബേൾസിന്റെ ബേസിനകത്ത് ഫ്ലവറിനെ നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവർ എന്നും ബൈസെക്ഷൽ ഫ്ലവർ എന്നും ക്ലാസിഫൈ ചെയ്യാം. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഈതർ ആൻഡ്രീഷ്യം ഓർ ഗെയ്നീഷ്യം മാത്രമുള്ള. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രീഷ്യവും ഗെയ്നീഷ്യവും ഒരു ഫ്ലവറിൽ തന്നെ വരിക. ഇനി അതിനകത്ത് ആൻഡ്രീഷ്യം സ്റ്റെറൈൽ ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേമിനോഡ് എന്നും, ഗെയ്നീഷ്യം സ്റ്റെറൈൽ ആണെങ്കിൽ നമ്മൾ പിസ്റ്റലോഡ് ഫ്ലവർ എന്നും പറയും. മെയിൽ ഫ്ലവറിൻ്റെ വേറൊരു പേരാണ് സ്റ്റേമിനേറ്റ് പറയുക. ഫീമെയിൽ ഫ്ലവറിൻ്റെ വേറൊരു പേരാണ് പിസ്റ്റിലേറ്റ് പറയുക. അപ്പോൾ പിസ്റ്റിലേറ്റ് എന്താണ്? സ്റ്റേമിനേറ്റ് എന്താണ്? സ്റ്റേമിനോഡ് എന്താണ്? പിസ്റ്റിലോഡ് എന്താണ്? ബൈസെക്ഷൽ ഫ്ലവർ എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവർ എന്താണ്? ന്യൂട്രൽ ഫ്ലവർ എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന മൊണീഷ്യസ് പ്ലാന്റ് എന്താണ്? ഡയീഷ്യസ് പ്ലാന്റ് എന്താണ്? പ്ലാന്റ് വിത്ത് ബൈസെക്ഷൽ ഫ്ലവർ എന്താണ്? ഇത്രയും നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന സ്റ്റെറൈൽ സ്റ്റേമൻസ്. ഓക്കെ, ദ പ്രോട്ടീനേഷ്യസ് ലെയർ സെപ്പറേറ്റിംഗ് ദ എംബ്രിയോ ഫ്രം എൻഡോസ്പെം ഇൻ മെയ്സൈഡ്. മെയ്സൈഡ് എന്ന് എടുക്കേണ്ട, നമ്മൾ അതിനെ മോണോകോട്ട് സീഡായിട്ട് കാണുക. അപ്പോൾ നമുക്കറിയാം മോണോകോട്ട് സീഡാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സീഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് സീഡ് കോട്ട്, അത് കഴിഞ്ഞിട്ട് എൻഡോസ്പെം, അത് കഴിഞ്ഞിട്ട് എംബ്രിയോ എന്നാണ്. ആ എംബ്രിയോനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണോകോട്ട് സൈഡ് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സീഡ് കോട്ട്, എൻഡോസ്പെം ആൻഡ് എംബ്രിയോ എന്നാണ്. ഈ എംബ്രിയോനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോളിഡൻ പ്ലസ് എംബ്രിയോണൽ ആക്സസ്. എംബ്രിയോണൽ ആക്സിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് പ്ലിമ്യൂള്, റാഡിക്കിള്, പ്ലിമ്യൂളിൻ്റെ ഔട്ടർ പാർട്ട് എപ്പിക്കോട്ടിൽ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹൈപ്പോകോട്ടിൽ, കവറിങ് എന്ന് പറയുന്നത് കോളിയോപ്റ്റൈൽ, ഇവിടുത്തെ കവറിങ് എന്ന് പറയുന്നത് കോളിയോറൈസ, ഇവിടെ നമുക്ക് കിട്ടുന്നത് റൂട്ട് സിസ്റ്റം, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഷൂട്ട് സിസ്റ്റം. ഇനി സീഡ് കോട്ട് എന്ന് പറയുന്നത് ഫ്യൂസ്ഡ് വിത്ത് പെരികാർപ്പ് ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ്, ടെസ്റ്റ് ആൻഡ് ടെക്മയില്ല. എൻഡോസ്പേം എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആണ് അല്ലെങ്കിൽ ലാർജ് ആണ്. ഈ എൻഡോസ്പേമിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്, ദാറ്റ് ഇസ് കാൾഡ് അലിറോൺ. അലിറോൺ സെപ്പറേറ്റ് എൻഡോസ്പേം ആൻഡ് എംബ്രിയോ. അലിറോൺ ഇസ് എ ട്രിപ്ലോയിഡ് ഇൻ നേച്ചർ, നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലോ. അതുകൊണ്ട് നമുക്ക് അലിറോൺ. മോണോകോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ്, ഡൈകോട്ട് സീഡ് വരയ്ക്കാനാണ്. അലിറോൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ കവറിംഗ് ഓഫ് ദ എൻഡോസ്പേം ഇൻ മോണോകോട്ട് സീഡ് ആണ്, വിച്ച് സെപ്പറേറ്റ് എംബ്രിയോ ആൻഡ് എൻഡോസ്പേം. അലിറോൺ ഇസ് എ ട്രിപ്ലോയിഡ് ഇൻ നേച്ചർ. ഓക്കെ, പ്ലോയിഡ് 3. സോ ആൻസർ ഈസ് സെക്കൻഡ് വൺ. അടുത്ത സീഡ് ഓഫ് മെയ്സീസ്. മെയ്സ് എന്ന് പറയുന്ന മോണോകോട്ട് സീഡാണ്. മോണോകോട്ട് സീഡ് കൂടുതലും എൻഡോസ്പേമസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നോൺ എൻഡോസ്പേമസ് ഉണ്ട്, നോൺ ആൽബുമിനസ് ഉണ്ട്, എൻഡോസ്പേമസ് ഉണ്ട്, പെരിസ്പേമസ്. പെരിസ്പേം എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂസെലസ്, പെർസിസ്റ്റന്റ് ന്യൂസെലസിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം എന്ന് പറയുന്നത്. നോൺ എൻഡോസ്പേമസ്, നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് എന്ന് പറയുന്നത് ജനറലി ഡൈക്കോട്ട് പ്ലാന്റാണ് വരിക. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ എക്സെപ്ഷൻ വരെ ഒരാൾ തന്നെയാണ് സോളനേസി. ഓക്കെ, ബേസൽ പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ 5 ടൈപ്പാണുള്ളത്. ബേസൽ പ്ലാസന്റേഷൻ ഉണ്ട്, മാർജിൻ പ്ലാസന്റേഷൻ ഉണ്ട്, പെരേറ്റൽ പ്ലാസന്റേഷൻ ഉണ്ട്, ഫ്രീ സെൻട്രൽ ഉണ്ട്, ആക്സൽ ഉണ്ട്. ശരി, ബേസ് ഓഫ് ദ ഓവറി ആണെങ്കിൽ ബേസൽ പ്ലാസന്റേഷൻ സിംഗിൾ സീഡാണ് പറയുന്നത്. സൺഫ്ലവർ, മെരിഗോൾഡ് ആണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ. മാർജിൻ എന്ന് പറഞ്ഞാൽ മാർജിൻ റൈസ് ചെയ്യണം അല്ലെങ്കിൽ വെൻട്രൽ സ്യൂച്ചർ കാണിക്കും. നമുക്കറിയാം യൂണിലോക്കുലാർ തന്നെയാണ്, പി ആണ് നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് പെരേറ്റൽ പ്ലാസന്റേഷൻ, ഇന്നർ വാളെന്ന് പെരിഫറി എന്ന് വരുമോ, അവിടെ ആണെങ്കിൽ നമുക്ക് റെപ്ലം അല്ലെങ്കിൽ സീഡോസെപ്റ്റ പ്രസന്റ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് യൂണിലോക്കുലാർ തന്നെയാണ് മസ്റ്റാർഡൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രീ സെൻട്രൽ എന്ന് പറയുന്നത് സെൻട്രൽ ആക്സസ് വിത്തൗട്ട് സെപ്റ്റ, അതുകൊണ്ട് യൂണിലോക്കുലാർ തന്നെ വരും. നമുക്ക് അറിയാം പ്രൈംറോസ്, ഡയാന്തസ് എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ആക്സൈൽ, സെൻട്രൽ ആക്സസ് വിത്ത് സെപ്റ്റ, മൾട്ടി ലോക്കുലാർ കണ്ടീഷൻ വരുന്നുണ്ട്. എക്സാമ്പിൾ ലെമൺ, ചൈന റോസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബേസൽ പ്ലാസന്റേഷൻ, മെരിഗോൾഡ്, സൺഫ്ലവർ ആണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ സൺഫ്ലവർ. ഓക്കെ, അടുത്ത ഫ്രൂട്ട്സ് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പറയേണ്ട കാര്യമില്ല, 3 ടൈപ്പ് ഫ്രൂട്ടാണുള്ളത്. ഒന്ന് യൂകാർപ്പ്, 2 പാർത്തനോകാർപ്പ്, മൂന്നാമത്തത് ഫാൾസ് ഫ്രൂട്ട്സ്. എന്താണ് മെച്ചുർ ഓർ റൈപ്പൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈസ് കാൾഡ് ട്രൂ ഫ്രൂട്ട് ഓർ യൂകാർപ്പ് എന്ന് പറയും.
അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഇസ് കാൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ഇറ്റ് ഇസ് ജനറലി സീഡ്ലെസ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എനി ഫ്ലോറൽ പാർട്ട് അതർ ദാൻ ഓവറീസ് ഡെവലപ്സ് ഇൻ ഫ്രൂട്ട്, ദാറ്റ് ഇസ് കാൾഡ് സീഡോകാർപ്പ് ഓർ ഫാൾസ് ഫ്രൂട്ട്. നമുക്കിവിടെ ഉള്ളത് സീഡ് ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഇസ് കാൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ജനറലി സീഡ്ലെസ്. അടുത്ത ഫ്രം ദ ഫോളോയിങ് ഫ്ലോറൽ ഡയഗ്രാം ചൂസ് ദ കറക്റ്റ് ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സോളനേസിയാണ്. സോളനേസി ഗ്യാമോ പെറ്റലസ് ആണ്, ഗ്യാമോ സെപ്പാലസ് ആണ്, ഗ്യാമോ പെറ്റാലസ് ആണ്, പിന്നെ എപ്പി പെറ്റാലസ് നേച്ചറുമാണ് നമുക്കറിയാം. ഗ്യാമോഫില്ലസ് ഒരിക്കലും അല്ല. സെക്കൻഡ് ഓപ്ഷൻ ഗ്യാമോഫില്ലസ് അല്ല. മൂന്നാമത്തെ ഗ്യാമോ സെപ്പാലസ് ശരി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഗ്യാമോ പെറ്റാലസ് ശരി തന്നെയാണ്. ഫ്യൂസിന്റെ നേച്ചർ നോക്കിയാൽ ഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഗ്യാമോ സെപ്പാലസ്, ഗ്യാമോ പെറ്റാലസ്, എപ്പി പെറ്റാലസ്. സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ് വിത്ത് പെറ്റൽസ്, പെറ്റൽസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് എപ്പി പെറ്റാലസ് തന്നെയാണ്. ബൈകാർപ്പലറി സിൻകാർപ്പാസ്, രണ്ട് കാർപ്പൽ തന്നെയാണുള്ളത്. ബൈകാർപ്പലറി സിൻകാർപ്പാസ്, ആക്സൈൽ പ്ലാസന്റേഷൻ. കണ്ടാൽ തന്നെ നമുക്കറിയാം. ഓപ്ഷൻ തേർഡ് ഇസ് ദ ആൻസർ, സോളനേസി. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ ക്യാരക്ടർ. ഈസ്റ്റിവേഷൻ എന്ന് പറയുന്ന 4 ടൈപ്പാണ് നമുക്കുള്ളത്. വാൽവേറ്റ് ഉണ്ട്, ട്വിസ്റ്റഡ് ഉണ്ട്, ഇംബ്രിക്കേറ്റ് ഉണ്ട്, വെക്സിലറി ഉണ്ട്. അതിൽ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത് കോട്ടൺ എന്ന് പറയുന്നത്. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് വെച്ചാൽ വിത്തൗട്ട് ഓവർലാപ്പ് ആണ്. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓൺ മാർജിൻ ഓവർലാപ്പ് വിത്ത് നെക്സ്റ്റ് വൺ ഇറ്റ് റെഗുലർ മാനർ, റെഗുലർ ഓവർലാപ്പ് എന്നാണ് നമ്മൾ പറയുക. അതേസമയം ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പ് ഉണ്ട് ബട്ട് നോട്ട് എനി പർട്ടിക്കുലർ ഡയറക്ഷൻ എന്നാണ്. വെക്സിലറി അങ്ങനെയല്ല. നമ്മൾ ആദ്യം ഒരു 5 പോയിന്റ് തന്നെ പറയുന്നത്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇംബ്രിക്കേറ്റ് ആണ്. രണ്ടാമത്തത് പ്രസന്റ് ഓൺലി ഇൻ പെറ്റൽസ് മാത്രമാണ്. ഫാബേസിയുടെ ക്യാരക്ടറാണ്. ഓവർലാപ്പ് സ്റ്റാർട്ട്സ് ഫ്രം പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ശരിയല്ലേ? അതിനുശേഷമാണ് പറയുന്നത് അവിടെ നമുക്ക് നമ്പർ വേണം, അത് കഴിഞ്ഞിട്ട് പൊസിഷൻ വേണം, അത് കഴിഞ്ഞിട്ട് പേര്. അപ്പോൾ സിംഗിൾ ലാർജ് പോസ്റ്റീരിയർ ആരാണെന്ന് പറയാം നമുക്ക്. സ്റ്റാൻഡേർഡ് പെറ്റൽ ഓവർലാപ്പ് വിത്ത് 2 മീഡിയം ലാറ്ററൽ വിങ് പെറ്റൽസ് വിച്ച് ടേൺ ഓവർലാപ്പ് ടു ദ 2 സ്മാൾ ആൻറ്റീരിയർ കീൽ പെറ്റൽസ്. ഇവിടുത്തെ ആൻസർ കോട്ടൺ. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. Welcome dear students. Today we are going to discuss the answers of the ZEOTS-5. The topic of this ZEOTS is body fluids and its circulation. Okay, നമ്മൾ ക്വസ്റ്റ്യൻസുകൾ when you are discussing the questions or moving to each and every questions, some of the questions are tricky and most questions are average type and a few questions are of the easy type questions. If you read the NCERT textbooks very properly, you can answer all these questions without any mistake. Let us check the answers of each and every questions. So moving to the first question. First question says that the cardiac cycle includes all the following events except. So we can choose which one is not applicable to the cardiac cycle. What is cardiac cycle? Cardiac cycle is the working of the heart. Students, we have discussed that cardiac cycle is the working of heart. Heart working is called what? Cardiac cycle. And in cardiac cycle you find 3 events like a joint diastole, then atrial systole, then ventricular systole. So joint diastole, atrial systole and ventricular systole, these are the 3 events of cardiac cycle. The total duration of the cardiac cycle is 0.8 seconds, out of which 0.4 second for what? Joint diastole, atrial systole 0.1 second and ventricular systole, that is 0.3 seconds. In the diastolic state, what is mean by diastole? Diastole is relaxation. Relaxation of the chamber is called what? Diastole. During diastole, volume high, so the pressure is low. But during the systolic stage, systole, that is called the contraction. During that stage of systole, ventricular volume, so the volume of the chamber is very less but the pressure is very high. So moving to the each and every options. First option says that changes in blood volume in all the chambers of the heart. During diastole, the volume of the chamber is high, so blood volume also high. But during systole, volume of the chamber is less, so the blood volume is also less. So during cardiac cycle, blood volume change occurs. So the first option is correct. So it is applicable.
Moving to the second one, closing and opening of the heart valve during each heartbeat. During cardiac cycle, we find the closing and opening of tricuspid, bicuspid valves as well as semilunar valves. During the diastolic stage, that is during the ventricular diastolic state, what is the peculiarity of the diastolic stage? That is the AV valves. Which is the AV valves? That is the tricuspid and bicuspid valves are in the opened nature, but the semilunar valves are at the closed nature. In the reverse manner, during the systole of the ventricle, AV valves are closed, but the semilunar valves are open. So, during cardiac cycle, the closing and opening of the heart valves occur. So, that is also correct. So, moving to the third option, a fall in ventricular pressure during systole. During systole, ventricular pressure is not at all fall or low, it is very high. So, we can exceptional case we have to choose the third option, that is a fall in ventricular pressure during the during systole. Then fourth option says movement of impulse from SA node to the AV node. During cardiac cycle, the heartbeat or for the working of the heart, the impulse is generated in firstly in the SA node, sinoatrial node. From that, through the internodal fibers, it reaches the AV node. Then it goes to the bundle of his bundle branches, Purkinje fibers, and then the ventricle contracts. So, atrial contraction is followed by ventricular contraction due to the flow of impulse from the SAN to the AVN. So, the fourth option here also says correct. So, the question says the cardiac cycle include all the following events. Exceptional case is what? So, the exceptional case is option 3. So, we can rightly choose answer 3 for this question number 1. Clear? Moving to the question number 2. Given below are 4 statements 1 to 4 regarding human circulatory system. You can choose which 2 of the above statements are correct. Let us check options. First option says that conducting system of a heart does not involve neuronal pathways. In the conducting system, we have a SA node, then we have a AV node, then we have a AV bundle, when we have a bundle branches, then Purkinje fibers. Clear? All these structures are special cardiac muscles. All these structures are specialized cardiac muscles and they are not at all neuronal pathways. So, the first statement about the circulatory system is correctly says. Moving to the second option. During a cardiac cycle, each ventricle pumps out approximately 5 liters of blood. That is not correct. During a cardiac cycle, each ventricle pumps 70 ml of blood from the heart or ventricle. Each ventricle pump only 70 ml. 5 liters are in 1 minute. So, here says what is stroke volume, but in this statement they says what is cardiac output. So, we can choose the stroke volume, that is 70 ml, not the 5 liters. So, how will you correct the statement? During a cardiac cycle, each ventricle pumps out approximately 70 ml of blood. That's the right answer. So, the second statement is the wrong one. Moving to the third one. Blood group O is called the universal donor, no problem, because the plasma contains no antibodies. Blood group O is universal donor, but their plasma contains both antibodies, but their RBC has no antigens. So, this statement also incorrect, because blood group O is universal donor because their plasma contains both antibodies, or we can say their RBC contain no antigen. So, the third statement is the wrong one. Moving to the fourth one, in normal ECG, what is ECG? ECG is electrocardiogram. Here we have a P wave, QRS complex as well as T wave. P wave represent electrical excitation of the atria,
QRS, electrical excitation of the ventricle, and T, return of ventricle from their excited state, that is called a repolarization. So what about the statement says, in a normal ECG, ventricular systole starts shortly after Q. After the Q, the starting of the ventricular systole. That is the correct statement, which is also in your NCERT textbook. So what is the fourth statement? Fourth statement says it is also correct. So the correct statements are first and the fourth. So we can rightly choose the answer option 1. Moving to the next question. Question number 3. During pulmonary circulation, blood leaves the. What is pulmonary circulation? Pulmonary circulation starting from a right ventricle, moving to the pulmonary artery, then moving to the lungs, then pulmonary vein that carry blood to the left atrium. This is pulmonary circulation. During pulmonary circulation, blood leave right ventricle to the lungs through the pulmonary artery. So, during pulmonary circulation, blood leaves the right ventricle and moves to the lungs. So, the right answer is option 1. Clear? Question number 4. When the mitral valve closes, what is mitral valve? That is the left AV valve. And that got the opening of the left atrium and left ventricle. When the mitral valve closes, it prevents the backflow of blood from the. So, for answering this type of question, let us simply draw the heart chambers. Here is the mitral valve. Okay. So, what is this one? Left atrium, and this one is left ventricle. So, when the mitral valve closes, blood do not flow from the left ventricle to the left atrium. So, what is the answer? Left ventricle into the left atrium. So, the right answer is option 3. Here it says that left ventricle blood do not reaches the left atrium when the mitral valve, that is the left AV valve, closes. So, what is the answer? Option 3. Moving to the next question. Question number 5. The first heart sound is heard. First heart sound. Two prominent heart sounds are heard during each cardiac cycle, that is the lub and the dub. The lub is the first heart sound and dub is the second heart sound, and the lub is due to closure of AV valves and dub is due to semilunar valve closing. Closing of semilunar valve causes dub and closing of AV valve causes dub. And during this cardiac cycle, in this case of AV valve closing and semilunar valve closing, in which time? When the ventricular systole begins. And here ventricular diastole begins. So, what is the question? The first heart sound is heard due to the closure of semilunar valve. That is the first option. No. During ventricular systole, that is correct. During ventricular diastole, no. During joint diastole, no. So, what is the answer? Option 2. That is during ventricular systole. Question number 6 says what? The vessels that carry oxygen to the myocardial cells are called. What are myocardium? Cardiac muscles. The supply of cardiac muscles to the cardiac muscles, the blood from the aorta goes by a branch called what? Coronary artery, and that coronary artery carry blood, oxygenated blood from the aorta to the cardiac muscles. From the cardiac muscles, the deoxygenated blood is collected by the coronary vein, which joins into the open into the right atrium. Before that, there is a bulbous portion called a coronary sinus. So, coronary circulation is an important circulation between heart and the cardiac muscles. So, whenever the cardiac muscles get enough blood supply, then coronary artery has to be functional properly.
if there is block in the coronary artery, that is called CAD, coronary artery diseases or atherosclerosis, that will affect the blood flow to the cardiac muscles, that will cause several defects in the heart functionings. So, moving to the vessels that carry oxygen to the myocardial cells are called dash, that is called what? Coronary arteries. So, the answer is option 2. Question number 7. Injection of which one of the following can initiate coagulation in the circulating blood? When you inject from the options, 4 options, which one can initiate coagulation? Option number 1 says fibrinogen. Fibrinogen is an inactive clotting factor. When they are injected, that will clotting is in the inactive stage, meaning that not at all promote coagulation. That is the inactive clotting factor already present in the blood. Moving to the second option, that is prothrombin. Prothrombin is also an inactive clotting factor. If we inject prothrombin, there is no initiation of the clotting. Then what about thrombokinase? Thrombokinase is an active clotting factor. When they are injected into the blood, this thrombokinase will initiate coagulation. So, what is the answer? Option 3. Then option 4, heparin. Heparin is an anticoagulant that prevent blood clotting. So, that will also do not cause what? Clotting. So, the right answer for question number 7 is option 3, that is thrombokinase. Moving to the next question. Question number 8. 5 statements are given. Option number 1, Purkinje fibers are specialized cardiac muscle fibers. Purkinje fibers are cardiac muscle fiber, that is a part of the nodal tissue. Yes. Semilunar valve remain closed during the joint diastole stage of the cardiac cycle. During cardiac cycle, the semilunar valve are closed in nature because the ventricular pressure is very less. So, the return of blood from the aorta as well as pulmonary artery is happening to the ventricle. So, that in order to prevent the return of the blood to the ventricle, semilunar valve has to be closed. So, the second option is also statement is also correct. Sympathetic stimulus decreases heart rate. Sympathetic nervous stimulus as well as the adrenal medullary hormone can increase the heart rate, cardiac output, strength of contraction, blood pressure, etc. So, that statement decreases is there. So, that statement is wrong. 30% of blood moves from the atria to ventricle during atrial systole. During atrial systole, 30% flow of blood from the atria to the ventricle actively occurs. That statement also correct. So, moving to the 5th statement. Stroke volume is obtained by subtracting heart rate from the cardiac output. That's not correct because cardiac output is equal to stroke volume into heart rate. So, therefore, stroke volume is equal to cardiac output by heart rate. So, not by subtracting but deviating. So, 5th statement wrong. So, the correct statement or the true statement from these options are 1, 2 and the 4. So, the answer is option 2. Clear? Moving to the next question. Question number 9. Right atrium receive a dash blood through dash. Right atrium. Right atrium receive which blood? That blood, right atrium receiving deoxygenated blood from the vena cava. So, what is the answer? Right atrium receive deoxygenated blood through vena cava. So, the right answer is option 4. Clear? Moving to the next question. Question number 10. SA node is situated at the SA node. Sinoatrial node is located just like here. So, this is the right atrium. So, what is the position of the SA node? Upper right corner of the right atrium. So, the right upper corner of the right atrium. A right upper corner of the right atrium. So, the answer is option 2. Question number 11. Choose the correct pathway of blood through the pulmonary circulation. Through the pulmonary circulation, which one is the correct pathway? Pulmonary circulation depicted by right ventricle, pulmonary artery, lungs, pulmonary vein and goes to the left atrium.
So right ventricle, pulmonary artery, lungs, pulmonary vein, left atrium, which is correctly says in which pathway? Option number 1. So question number 11, answer is option 1. Question number 12 says when the ventricular pressure drops during diastole. That's correct. During diastole, ventricular pressure drop. Dash close and dash sound is heard. So during the ventricular diastole begin ചെയ്യുന്ന സമയത്ത് when the ventricular diastole is happening, at that time what is going to close? Semilunar valve. And when the semilunar valve are closed, we hear the second hard sound, that is the dub. So semilunar valve and dub sound is heard. So the answer for this question number 12 is option 2. Question number 13. Formation of the plaques on the wall of the arteries due to the deposition of calcium, lipids, cholesterol is called. Formation of plaques on the wall of the arteries due to the deposition of calcium, lipids, cholesterol. When calcium, lipids, cholesterol, etc. are deposited in the coronary artery or the vessels to the heart, that will cause CAD. What is CAD? Coronary artery diseases, which is also called as arteriosclerosis. There, for confusing, there is one option, that is arteriosclerosis, which is the hardening of the blood vessels. So the right answer is option 2. Not the right option is not the first option. The right answer is option 2, that is atherosclerosis. Students, so for question number 13, our right answer is option 2. Question number 14. Closed circulation is found in. There are two types of circulation, that is the open circulation and the closed circulation. Open circulation is the characteristic feature of arthropod, mollusk and some hemichordates. But closed circulation is the characteristic feature of Annelida chordata. And there, of course, in some molluscans they have a closed circulation, but the molluscan phyla generally have a open circulation. So the right answer is annelids and chordates, saying options 1 and 4. So the right answer is 1 and 4, option 3. So closed circulation is found in question number 14. The right answer is option 3, that is 1 and 4. Moving to the next question. Question number 15. What control the action of the heart valve? There are heart valve like the AV valve and semilunar valve. What control their action, meaning their closing and opening? The closing and opening of the heart valve are due to the pressure changes within the ventricle, not at all the atrium, within the ventricle. When the ventricle pressure increases, when the ventricle pressure are high, semilunar valve open and AV valve closed. And when the ventricular pressure is the less, the AV valve open and semilunar valve closes. So the heart valve are controlled by the pressure changes within the ventricle. So the right answer is option 4, pressure changes within the chambers of the heart. Clear? Next question. Question number 16. Following is the diagram of the section of the human heart. Find the option that give all the parts A to E correctly labeled. Moving through the options. Option, firstly we have to write what are the labelings: A, B, C, D, E. Here A is the aorta, B that is flowing from the right ventricle, so that will be pulmonary artery. Then option C says that is the tricuspid valve. Then option D, that is the pulmonary vein, and option E, bicuspid valve अथवा mitral valve. So option A, aorta, option B, pulmonary artery, option C, tricuspid valve, option D, pulmonary vein, and option E, mitral valve or the bicuspid valve, which is correctly says in option 2. So the right answer for question number 16 is option 2. Next question. Question number 17. What is the common property of heart valve? What is the common feature of all the heart valves? They all permit a flow of blood in both directions. That is not the property of heart valve. They prevent backflow. So they permit only unidirectional flow.
All valves prevent reverse flow of blood to the atria. All the valves prevent the reverse flow but not to the atria. Semilunar valve are preventing backflow to the ventricles. So that is not a. All valves are attached to the ventricular valve through the chordae tendineae, that is the AV valve are only attached to the ventricular wall by chordae tendineae, but semilunar valve are not attached to the ventricular wall by the chordae tendineae. So that is not the answer. So what is the answer? Option 4, which says all valves permit only unidirectional blood flow. All valves permit only unidirectional. They prevent the backflow, they prevent the blood from one direction, only through one direction. So unidirectional flow is allowed by all heart valve. So the right answer for question number 17 is option 4. So all valves permit only unidirectional blood flow. Moving to the next question. Question number 18. The circulation that provide nutrients, oxygen and other essential substances to the tissues and takes carbon dioxide and other harmful substances away for elimination is called. The question is very lengthy, but the answer is very simple, which says about which circulation, that is systemic circulation. So the right answer for this question number 18 is option 1, systemic circulation. Coronary circulation, the circulation that provide oxygen and nutrients essential to the tissues. Which tissues? Cardiac muscle. If it says cardiac muscle, then you have to answer option 2. But here all the tissues are saying, so the right answer is option 1, that is systemic circulation. Moving to the next one. Question number 19. How many cardiac cycles take place per minute in a healthy person? In a healthy person, the number of cardiac cycle equal to number of heartbeat. A healthy person has an average heartbeat of 72. So the right answer is option 1, 72. Moving to the next question. Question number 20. Serum is, what is serum? Plasma without clotting factors. Plasma without clotting factors. So here plasma without clotting factor is not in their options, but in the first option it says that blood without corpuscles and fibrinogen. So what is blood? Blood is equal to plasma minus corpuscles. Is it? So then serum is equal to plasma minus fibrinogen. What is fibrinogen? That is a clotting factor. Okay. Now what is serum in according to the blood? Blood there is plasma and there is corpuscles. So serum is equal to blood minus what? Corpuscles and fibrinogen. Why? Because plasma minus fibrinogen is serum. So blood minus what? The fibrinogen and the corpuscles. So the right answer is option 1. Question number 21 is a direct question as well as very simple question, and it's a general knowledge type question. All of you well aware about it. Blood pressure is measured by, what is the instrument used by the doctors to measure the blood pressure in mercury? So the answer is sphygmomanometer. So the right answer option 1. Hemocytometer, that is the blood hemoglobin content as well as RBC content etc. are to be found with the help of hemocytometer. Clinical thermometer, body temperature and stethoscope is used for the functioning heart, lungs etc. So question number 21, blood pressure is measured by option 1, that is sphygmomanometer. Moving to the next question. Question number 22, cardiac output is. In previous question, I discussed this question as cardiac output is equal to stroke volume into heart rate. What is the answer? Cardiac output is stroke volume multiplied by blood pressure. Heart rate multiplied by blood pressure, stroke volume multiplied by heart rate. So the right answer is option 3. Moving to the next one. Question number 23. The enzyme that catalyzes the formation of fibrin is formed from fibrinogen. Including fibrin is the product from the fibrinogen. Fibrinogen is converted into fibrin by an active compound called thrombin. So the right answer
is option 2. In option 1 it says prothrombin. Prothrombin is inactive which cannot convert the fibrinogen to fibrin. It became active only when it became active, that is thrombin, then it convert fibrinogen to fibrin. So the right answer for this question number 23 is option 2, that is thrombin. Moving to the next one. Question number 24 is based on ECG. In ECG the P wave is a measure of. When you take up a standard ECG, it has this P wave, QRS complex and the T wave. Or is it? What here the P wave represent? P wave represent atrial excitation or atrial depolarization. So that indicate excitation or the excitation of atria. Excitation of the atria, that is called a what? P wave. So P wave is a measure of atrial depolarization. So the right answer for this question number 24 is option 2, that is atrial depolarization. Moving to the next question. Question number 25. The heartbeat begins with the depolarization of the heartbeat begins. Whenever the heartbeat begins in our body, heartbeat begins with the depolarization of the atrioventricular node, bundle of his sinoatrial node, Purkinje fibers. Heartbeat is initiated by impulses generated in SA node. So the SA node is called what? Pacemaker. Here the question simply says which is our pacemaker. Okay. In other way they says that the heartbeat begins with the depolarization of the sinoatrial node. So the right answer for question number 25 is option 3, sinoatrial node. Is it clear? So moving to the next question. Question number 26. Find out the wrong match. It's the question from the WBC blood cells. First option says eosinophils. Eosinophils are allergic response, so it is the correct match. Neutrophils, they are the most wandering cells, the phagocytic cells in our blood, which are destroy foreign organism by engulfing it. So the process is called a phagocytosis. So they are called phagocytes and they are army or the soldiers of the blood. Lymphocytes are the smallest WBC which is involved in the acquired immune response. We have to more detail to be studied in the second year topic, that is human health and disease. So fourth option, that is monocyte. Monocyte is again a phagocytic cell like the neutrophil, but the heparin, histamine and serotonin, these chemicals are secreted by the basophils, not the monocyte. Monocytes are phagocyte. Chemical releasing cells are the basophils. So which one is the wrong match? That is the fourth option, that is monocyte. Okay, monocyte secrete heparin? No. Basophils secrete heparin. Moving to the next question. Yes, question number 27. When the mitral valve closes, it prevents the backflow of blood from. When the mitral valve closes, mitral valve is the left AV valve. Left AV valve, when it closes, it prevents the backflow of blood from the left ventricle to the left atrium. So the right answer is option 3. Moving to the next question. Yes, question number 28. The first heart sound dub is heard. What is the first heart sound? The first heart sound is the dub. Dub is heard during the closure of what? The semilunar valve. No, it is due to the closure of AV valve. So here AV valve is closed during ventricular systole. So the right answer is option 2. Moving to the next question. Question number 29. The correct pathway of impulses through the conducting system of the heart is. Correct pathway of impulses through the conducting system is SAN, AV node, AV bundle, bundle branches, Purkinje fibers. So the right answer for this question is option 1. Next question. Question number 30. Compared to blood, our lymph has. Compared to the blood, our lymph has plasma, but they have no proteins. So plasma without proteins, more WBC, more RBC, no plasma. Compared to the blood, our lymph has plasma, but they have no proteins. The right answer is option 1. So question number 30, answer for this question option 1. Clear? So moving to the next question. Question number 31. Amount of blood pumped out by each ventricle per cardiac cycle is.
in each cardiac cycle, how much blood is pumped by each ventricle, that is 70 ml, which is the stroke volume. So in this option, the right answer is option 3. But what about tidal volume? Tidal volume is not related to cardiac actions, it is related to respiratory activity. And what is the end diastolic volume? Option 4, end diastolic volume. At the end of the diastole, what is the amount of blood in the ventricle? Normally it is 120 ml. And systolic volume is at the end of the systole, what is the volume? That is 50. So 120 minus 50 is equal to 70, that is the stroke volume. So the right answer for question number 31 is option 3, that is stroke volume. Moving to the next question. Question number 32. The state of the heart when it is not pumping blood effectively enough to meet the needs of the body is called. When the heart is not properly functioning and our tissues do not get enough blood to meet their requirement, such a condition is said to be cardiac failure or heart failure. It is also called a congestive heart failure because congestion of the lung is the main reason behind it. So the right answer for this question number 32 is option 2, that is heart failure. What about first option, cardiac arrest, when the heart stop beating, myocardial infarction, that is the death of the damage of the cardiac muscle, that is the heart attack. Then hypertension is a high blood pressure. The repeated checkup of the persons indicate the blood pressure of 140/90 mm of Hg or above, it indicate hypertension. So the right answer for question number 32 is option 2, heart failure. Moving to the next question. Okay, question number 33, which is a tricky question. Which of the following best describe an artery? So in this question, what is best describe an artery? So artery has the only character of the artery, not at all present in any other blood vessel. Contain valves. Valves are present in veins also. Then carry only oxygenated blood. Oxygenated blood is carried by which one also? That is the pulmonary vein also. So that is not an exceptional case. Not at all true for all the artery. Carry blood away from the heart. The only blood vessels that carry blood away from the heart is the artery. The vessels that carry towards the heart is the vein. So the best definition of an artery and vein is that one. A blood vessel that carry blood away from the heart and blood vessel that carry towards the heart. What about the fourth statement? Made of 3 layers with a middle layer of smooth muscles. That is also a character of artery, but it is not the character of all the artery only. No, it is also the character of what? Veins. In veins, the middle layer is also smooth muscles. So best definition of an artery without any exception, that is option 3, carries blood away from the heart. So the answer for this question number 33 is option 3. Clear? Moving to the next one. Question number 34. Left atrium receive dash blood through dash. Left atrium receive. Left atrium of course receive oxygenated blood, and they receiving the oxygenated blood through which vessels? That is the pulmonary vein. So the right answer for this question number 34 is option 3. Clear? Moving to the next question. Moving to the question number 35. Universal donor is one whose plasma contains. This is also a tricky question. Here you have answering option 2. Because the universal donor is O, it has no antigen. So here the answer is not 2, because in the question there is a tricky word, that is whose plasma contains. So antigens are present in RBC, not in the plasma. Plasma has the antibody. So universal donor is O, whose plasma has both anti-A and anti-B antibodies. So the answer is option 3, both anti-A and anti-B antibodies. Why the answer is not 2? Because it in the question it is plasma contains. Plasma contains related to antibody, not to antigen. Antigens are present in the surface of RBC. So the right answer for question number 35 is option 3, that is both anti-A and anti-B antibodies. Clear? Moving to the next question. As question number 36. Blood from the intestine is taken to the liver because it is delivered to the systemic circulation by that.
From the intestine, the nutrients which are absorbed firstly into a blood vessel and firstly then it goes to an organ called liver. From the intestine it start with capillary, and in liver it also ends in capillary. A blood vessel that start with capillary and end in capillary is called a portal vein. And which portal vein carry blood from the nutrient rich blood from the intestine to the liver? That is a hepatic portal vein, not the hepatic vein. Hepatic vein carry blood from the heart to the liver to the vena cava or then to the heart. So hepatic vein is not the answer here. Hepatic portal vein is the answer. So the right answer is option 4. That is, blood from intestine is taken to liver before it is delivered to the systemic circulation by option 4, hepatic portal vein. Moving to the next question. Yes, question number 37, which is the correct sequence of the arrangement of the types of WBC in decreasing order in the terms of number per mm cube of human blood. Which are the following correct sequence? Let us see, the neutrophil amount is 60 to 65%. Then lymphocyte 20 to 25%, monocyte 6 to 8%, then eosinophils 2 to 3%, and basophil least to 1.5 to 1%. So the correct sequence of arrangement, the decreasing order. Decreasing order means from the highest to the lowest. Is it? So highest one neutrophil, then eosinophil, then basophil. So the right answer from these options, that is option 2. Neutrophils greater than eosinophils greater than basophils. Moving to the next question. Question number 38. Which blood component play the largest role in maintaining the osmotic pressure of the blood? Which blood component play the largest role in maintaining the osmotic pressure of the blood? Blood osmotic pressure is maintained by the most abundant plasma protein, that is the albumin. Albumin, that is the first option. So the answer is the first one. Hemoglobin, that is the respiratory pigment. Fibrinogen, clotting factor, and globulin, defense proteins. So which of blood component play the largest role in maintaining the osmotic pressure of the blood? That answer is option 1, albumin. Clear? Next question. Question number 39. To obtain a standard ECG, a patient is connected to a machine. What is the machine name? Electrocardiograph. With the 3 electrodes. They are connected, one to each wrist and one to the left ankle. One to each wrist and to the left ankle. One to each ankle and to the right wrist. One to each wrist and to the left chest region. One to each ankle and to the left chest region. So the right answer for this question number 39 is option 1, that is one to each wrist and to the left ankle. Clear? Moving to the next question. Question number 40. Volume of blood pumped out by each ventricle per cardiac cycle is. Volume of blood pumped out by each ventricle. From each ventricle, how much amount of blood is pumped out is per cardiac cycle? That is option 1, 70 ml, which is stroke volume. Clear? Next question. Question number 41. Blood transport all the following except. All these are transported through the blood plasma, but there is one option which is not at all transported to the blood. Which one is? Hormone, that is endocrine gland, are releasing these them into the blood plasma. Urea, that is also transported, but digestive enzymes are present in the gut. They are not released into the blood from any other gland. So the right answer for this question number 41 is option 3, that is digestive enzymes. Clear? Moving to the next question. Question number 42. Oxygenated blood occurs in which blood vessel the oxygenated blood is there? Pulmonary artery has deoxygenated blood. Pulmonary vein has oxygenated blood. Right ventricle has deoxygenated blood. Superior vena cava has deoxygenated blood. The oxygenated blood is found only in pulmonary vein. So the right answer is option 2. Next question. Question number 43. Which of the following matches correctly? Pulmonary artery carry deoxygenated blood to the lungs. Correct.
Superior vena cava receive deoxygenated blood from the lower body and organs. That is done by the inferior vena cava, not the superior vena cava. Inferior vena cava receive deoxygenated blood from the head and body, that is the superior vena cava. Dorsal aorta carry deoxygenated blood to the tissues. Dorsal aorta or the aorta carrying oxygenated blood to the tissues. So the right match is option 1, that is pulmonary artery carry deoxygenated blood to the lungs. Moving to the next question. Yes, question number 44. Cardiac function is moderated by the brain center called. In the brain, there is a center which regulates the cardiac functions. The center which regulates the cardiac function are the medulla oblongata. So the right answer for question number 44 is option 4, that is medulla oblongata. Moving to the last question of this ZEOTS. Yes, question number 45. Removal of calcium from freshly collected blood would. Whenever we remove calcium, calcium is an essential element for blood function, that is blood clotting. If we remove calcium from the blood clot or blood, freshly collected blood, the blood clotting will be delayed. So, cause delayed clotting, prevent clotting, cause immediate clotting, prevent destruction of hemoglobin. Here with the right answer is option 2, that is it prevent clotting. Okay, we have discussed the questions of ZEOTS 5. Here the topic is body fluids and circulation. In this topic we have discussed about blood grouping, coagulation, circulatory pathways, lymph. Then we are discussed about the structure of the heart, the nodal tissue, working of the heart, then cardiac output, stroke volume, then heart rate, then we are moving to the heart sound, then ECG, regulation of the cardiac activity, double circulation, characteristic features of artery, vein, capillary, and finally we are discussed about the disorders related to the cardiac functioning or the blood vascular system. So in this ZEOTS questions, 45 questions from the body fluids and circulations are easy to answer. When you read the NCERT textbook very properly or thoroughly, then you have to answer all these questions without any mistake. I hope all you correct the questions without any mistake, and we are end with the discussion section. So the next ZEOT topic is excretory products and the elimination. So be prepared for that. All the best. Thank you, students.